ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. എല്ലാ തരത്തിലുമുള്ള ആത്മീയ ബലഹീനതകൾ. നമുക്ക് ബൈബിൾ വായിക്കാൻ പറ്റുന്നില്ല, വിരസതയായി തോന്നുന്നു. പ്രാർത്ഥിക്കുമ്പോൾ അത് ദിവസം ചെയ്യുന്ന ഒരു ഏർപ്പാട് പോലെ അതൊരു എന്താ പറയുക നമുക്ക് തോന്നുന്നു. 3, ഇതുപോലെ മറ്റ് വ്യത്യസ്തമായ ആത്മീയ കൂട്ടായ്മയിൽ പങ്കുചേരാൻ കഴിയാതെ വണ്ണം ഒരു ആത്മീയ വിരസതകൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്പെടുന്നെങ്കിൽ തീർച്ചയായും അതിനൊക്കെ പിന്നിൽ മൂലകാരണങ്ങളുണ്ട്. അത് മാത്രമല്ല, കുറേ കഴിയുമ്പോൾ ഈ ആത്മീയ ബലഹീനതകൾ നമ്മെ രോഗാത്മാക്കളിൽ അടിമപ്പെടുത്തി രോഗത്താൽ ബന്ധിക്കപ്പെട്ട് അങ്ങനത്തെ ഒരു അനുഭവത്തിലേക്ക് നമ്മുടെ ജീവിതം മാറുവാൻ ഇടയുണ്ട്. തുടർന്ന് രോഗാത്മാക്കളാൽ ബന്ധിക്കപ്പെട്ട് നമ്മുടെ ക്രിസ്ത്യ ജീവിതം മുന്നോട്ട് കടന്നു പോകും. അത് കഴിഞ്ഞും നാം മാനസാന്തരപ്പെടാതെ നമ്മൾ ക്രിസ്ത്യ ജീവിതം അങ്ങനെ തന്നെ പോകുകയാണെങ്കിൽ മുമ്പെയുള്ള മരണത്തിന് ഇടയായി തീരുമെന്നും നമുക്ക് കഴിഞ്ഞ ആളുകൾ കണ്ടായിരുന്നു. മുമ്പെയുള്ള മരണം എന്ന് വെച്ചാൽ പ്രീമച്വർ ഡെത്ത്. നമ്മുടെ ഈ ഭൂമിയിൽ ദൈവം അനുവദിച്ച കാലപരിധിയുണ്ട്. എത്ര വർഷം നമുക്കറിയത്തില്ല, നമ്മൾ ഓരോരുത്തരുടെ നമ്മുടെ കാലപരിധി നമുക്കറിയത്തില്ല. പക്ഷേ ആ കാലപരിധി കഴിയുന്നതിന് മുമ്പായി നമ്മെ അവൻ തിരിച്ചു വിളിച്ചിട്ട് പോവുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ പ്രതിഫലങ്ങളൊക്കെ കുറയും. സ്വർഗ്ഗത്തിൽ ചെല്ലുമ്പോൾ നമുക്കൊന്നുപോലും കാണാൻ കഴിയത്തില്ല നമ്മുടെ പ്രതിഫലങ്ങളൊക്കെ. ഒരുപക്ഷേ എന്ന് ഭാഗത്തെ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നമ്മൾ അതിനെക്കുറിച്ചാണ് കൊരിന്ത്യലേഖനത്തിൽ നമ്മൾ ആ വാക്യങ്ങളൊക്കെ പഠിച്ചു. ഇതിനെല്ലാം നമ്മുടെ നമ്മുടെ കുറിവാക്യം എന്ന് പറയുന്നത് നമ്മുടെ കൊരിന്ത്യലേഖനം 12-ാം അധ്യായമാണ്. നമ്മൾ കണ്ടു 4 കാര്യങ്ങൾ നമ്മൾ അതിൽ നിന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. 1, ദൈവത്തിൽ നിന്നുള്ള വേർപാട്. ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു വിട്ടേക്കാം. 2, മറ്റുള്ളവരിൽ നിന്നുള്ള വേർപാട്. 3, തന്നിൽ തന്നെ ഉണ്ടാകുന്ന വേർപാട്. 4, പ്രാദേശിക സഭയിൽ നിന്നുണ്ടാകുന്ന വേർപാട്. ഈ 4 കാരണങ്ങളാണ് നമ്മൾ കുറേ മാസങ്ങളേറെയായി അല്ലേ 3 മാസങ്ങളായി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക അല്ലേ. ദൈവത്തിലുള്ള വേർപാട് നമ്മൾ അറിയാതെ ചെയ്തു പോകുന്ന കാര്യമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചൊക്കെ ഓർമ്മ കാണും അല്ലേ. 1-ാമത്തെ കൽപ്പന എന്താ? പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും തന്നെ ദൈവത്തെ സ്നേഹിക്കുക. ഇതിൽ അല്പം എവിടെയും കുറഞ്ഞാൽ ഈ സ്വർഗത്തിലെ ഈ പറയുന്ന നമ്മൾ പഠിക്കുന്ന ഈ വേദോസം പഠിപ്പിക്കുന്ന സ്വർഗത്തിലെ ദൈവത്തിന് ഇഷ്ടമല്ല എന്ന കാര്യം മറന്നു പോകരുത്. ഒരു അല്പം സ്നേഹം കുറഞ്ഞു പോയാൽ, പണ്ട് പഠിച്ച ഓർമ്മയുണ്ടോ? അബ്രഹാം ദൈവത്തെക്കാളേറെ തൻ്റെ മകനെ സ്നേഹിച്ചപ്പോൾ അബ്രഹാമേ നീ സ്നേഹിക്കുന്ന നിന്റെ പുത്രനെ കൂടെ യാഗമാക്കാൻ പറയുകയാണ്. ഹല്ലേലൂയ. ദൈവത്തെക്കാളേറെ നാം ആരെ സ്നേഹിച്ചാലും, ഭാര്യയോ മക്കളെയോ ബിസിനസ്സെയോ ജോലിയോ സ്വയത്തെ പോലും സ്നേഹിച്ചാൽ കർത്താവ് നമ്മോട് പറയുന്ന ഒറ്റ വാക്യമുള്ളൂ, കിൽ ഹിം, കൊന്നുകളയ അവനെ. ഇസാക്കിനെ കൊന്നതുപോലെ കൊന്നുകളയെ നമ്മൾ പറയും. അതുകൊണ്ട് നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ ഏറ്റവും ഓരോ ദിവസം ചെക്ക് ചെയ്യേണ്ട ഒരു സ്ഥലമാണത്. എൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ, എൻ്റെ പ്രാണനിൽ 1-ാം സ്ഥാനം കർത്താവിനാണോ എന്നൊരു കാര്യം. ഹല്ലേലൂയ. ഒരാരെങ്കിലും അവിടെ കയറുന്നാൽ എത്രയും ഇറക്കി മാറ്റുക. നമ്മൾ അതിനെക്കുറിച്ച് ആഴമായി പഠിച്ചതാണ്. 2-ാമത് മറ്റുള്ളവരിൽ നിന്ന് വേർപാടിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് വാക്യങ്ങൾ മത്തായിയുടെ ഓർമ്മ ശരിയാണ് 18-ാം അധ്യായത്തിലൊക്കെ ഒരു നീണ്ട കാര്യം തന്നെ നമ്മൾ അതിനെക്കുറിച്ച് ആഴമായി പഠിച്ചതാണ്. നമ്മൾ അതിനെക്കുറിച്ച് അല്ലേ. മറ്റുള്ളവർ, സഹോദരി ബന്ധങ്ങൾ, നമ്മൾ ഈ കാണുന്ന സഹോദര ബന്ധങ്ങളിൽ നിന്ന് വേർപെട്ട് ജീവിക്കുന്നുവെങ്കിൽ എത്രയോ ആൾക്കാർ ഇന്നും കൂട്ടായ്മയിൽ പണ്ട് വന്നതാ, പക്ഷേ കുറേ കഴിയുമ്പോൾ അവരുടെ ജീവിതം കൂട്ടായ്മയിൽ നിന്ന് പതിയെ മാറി. ആരെയും കാണണ്ട, പ്രൈസിലോട് പറയത്തില്ല, മാറി ജീവിതം അവർ മാറിപ്പോകും അല്ലേ. ഫ്രണ്ടിൽ വന്നിരുന്ന ആൾക്കാർ, കൂട്ടായ്മയിൽ മുമ്പുണ്ടായ ആൾക്കാർ പുറകോട്ട് പോയി, കുറേ നാൾ പുറകെ പോയിരിക്കും, കുറേ നാൾ വരാതിരിക്കും അല്ലേ. അങ്ങനെയൊക്കെ വന്നാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ആത്മീയ ബലഹീനതകൾ എവിടെയോ പിടിക്കപ്പെട്ടു പോയി നമ്മുടെ ജീവിതത്തിൽ. ആത്മീയ ബലഹീനതകൾ അതിനു മുമ്പ് എവിടെയോ ദൈവഹിതമില്ലാത്ത ഏതോ തെറ്റുകൾ, പാപങ്ങൾ, ഇവിടെ കരുതോ, പാപങ്ങൾ എല്ലാം എവിടെയോ വന്ന് പോയിട്ടുണ്ട്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് പ്രാദേശിക കൂട്ടായ്മ വളരെ ഇമ്പോർട്ടൻ്റ് ആയ വിഷയമാണ് നമ്മുടെ കൂട്ടായ്മ. കാരണം നമ്മൾ അടുത്ത പ്രാദേശിക സഭയിൽ നിന്നും ഉണ്ടാകുന്ന വേർപാടിനെ കുറിച്ച് പഠിക്കും. ഒരുപക്ഷെ ഇന്നും കൊണ്ട് ഇതൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക. കാരണം അടുത്ത മാസം മുതലെങ്കിലും ആ ഡെലിവറൻസിൻ്റെ ക്ലാസ്സിലേക്ക് കടക്കാൻ വേണ്ടിയാണ് ദൈവം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണെന്ന് അടുത്ത മാസമെങ്കിലും തുടങ്ങണമെന്ന് ആഗ്രഹിക്കുക. അപ്പം അതുകൊണ്ട് 4-ാമത് പ്രാദേശിക സഭ നമ്മൾ കൂടി വരുമ്പോൾ അല്ലേ, നമുക്ക് ഈ കൂടിവരവിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. ഇതൊരു ലോക്കൽ ചർച്ച, പ്രാദേശിക കൂട്ടായ്മയെ രക്ഷിച്ചവരെ സഭയോട് ചേർത്തു. പ്രാദേശിക സഭ ലോക്കൽ ചർച്ചയോട് കർത്താവ് ചേർത്തുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. എന്നാൽ കൊരിന്ത്യലേഖനം 12-ാം അധ്യായം പഠിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയും, ആത്മസ്നാനത്താൽ ആഗോളമായ ഈ ഇൻവിസിബിളായ ഒരു സഭയുണ്ട്. ആഗോളമായ കർത്താവ് എടുക്കാൻ പോകുന്ന ആ മനോഹരമായ ഇൻവിസിബിൾ ചർച്ച് അല്ലേ, ആ പവിത്രമായ ചർച്ച്, അതിലേക്ക് നമ്മളെ അംഗത്വം കിട്ടുന്നത് അവൻ്റെ ആത്മസ്നാനത്താൽ മാത്രമാണ്. ഹല്ലേലൂയ. ആത്മസ്നാനം എന്ന് പറഞ്ഞാൽ എൻ്റെ വാട്ടർ ബാപ്റ്റിസം എന്ന് പറഞ്ഞാൽ എൻ്റെ പുറം മാത്രം നനയുന്നു, എൻ്റെ കണ്ണ്, മൂക്ക്, നാക്ക്, കൈയും കാലും അല്ലേ, എൻ്റെ ഡ്രസ്സുകൾ നനയുന്നു. അതാണ് വാട്ടർ ബാപ്റ്റിസം എന്ന് പറയുന്നത്. എന്നാൽ ആത്മസ്നാനം അതല്ല. ആത്മസ്നാനം എന്ന് പറയുന്നത് എൻ്റെ കാണാൻ കഴിയാത്ത അകത്ത് വേറെ മനുഷ്യരുണ്ട് അല്ലേ. ഏതൊക്കെയാ? എൻ്റെ സോളുണ്ട്, എൻ്റെ സ്പിരിറ്റൊക്കെ ഉണ്ട്. അത് മുഴുവനും ആത്മാവിനെ മുക്കിയെടുക്കുന്ന സ്നാനത്തിൻ്റെ പേര് ആത്മസ്നാനം. ഹല്ലേലൂയ. വളരെ ഇമ്പോർട്ടൻ്റ് വിഷയമാണ്. നമ്മളതിനെക്കുറിച്ചൊക്കെ പിന്നീട് ബൈബിൾ ക്ലാസ്സിലൊക്കെ പഠിക്കും നമ്മൾ. ഇതുമാകട്ടെ. അപ്പോൾ ഈ 4 കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം തന്നിൽ തന്നെ ഉണ്ടാകുന്ന വേർപാടിനെ കുറിച്ചാണ് നാം പഠിച്ചത്. സെപ്പറേറ്റ് ഫ്രം വൺ സെൽഫ്, എന്നിൽ തന്നെ ഉണ്ടാകുന്ന വേർപാട് അല്ലേ. മറ്റേത് അങ്ങനെയല്ല.
നേരത്തെ പറഞ്ഞതുപോലെ ദൈവത്തിനുള്ള വേർപാട് സംഭവിക്കുന്നത് അത് ദൈവത്തോട് ഞാനും എൻ്റെ ആ ഒന്നാം സ്ഥാനം വിട്ടുപോകുന്നതാണ്. മറ്റുള്ളവരിൽ നിന്ന് വേർപാട്, സഹോദര ബന്ധങ്ങളിൽ നിന്ന് വേർപെട്ടു പോകുക. പക്ഷേ ഇത് തന്നിൽ തന്നെ ഉണ്ടാകുന്ന വേർപാട് അതല്ല. ഇത് എന്നിൽ തന്നെ ഞാൻ സെപ്പറേറ്റ് ചെയ്ത് പോവുക അല്ലേ. എന്നെ കൊണ്ട് കൊള്ളത്തില്ല, എന്നെ ഭംഗിയില്ല, കഴിവില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്നെ തന്നെ എന്താ പറയുക, എൻ്റെ ദൈവം പറഞ്ഞതിന് ഞാൻ വിട്ടുമാറിപ്പോകുന്ന ഒരു സ്വഭാവമാണ് തന്നിൽ തന്നെ ഉണ്ടാകുന്ന വേർപാട്. നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നും നാലാമത്തെ കാര്യം ഇന്നുകൊണ്ട് അവസാനിപ്പിക്കും. നമ്മളെ സൗഖ്യമാക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന 4 കാര്യങ്ങൾ എന്തൊക്കെയാണ്? വചനത്താൽ, പരിശുദ്ധാത്മാവിനാൽ, ബാലശിക്ഷയുടെ ബന്ധങ്ങളിലൂടെ. ഇതിനെക്കുറിച്ചൊക്കെ പിന്നീട് വരുന്ന നാളിൽ നമ്മൾ ക്ലാസ്സുകൾ പഠിക്കും. എന്ത് പാവട്ടെ, ഓക്കെ, ഞാൻ ആ ക്ലാസ്സിലേക്ക് മാത്രം വന്നോളാം. ഹല്ലേലൂയ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ് അവസാനിപ്പിച്ചത് അല്ലെങ്കിൽ ഓടിച്ചു വിട്ടേക്കാം. നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ പഠിച്ചത് മനുഷ്യൻ്റെ ഓരോ ഭാഗത്തും ഉണ്ടാകുന്ന തകർച്ചകൾ എവിടെയൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ തുടക്കത്തിലേക്ക് പണ്ട് ക്ലാസ്സിനെക്കുറിച്ചൊക്കെ പഠിച്ചത്. നമ്മുടെ ജീവിതത്തിൽ ഒരു ചെറിയ അനക്കം സംഭവിച്ചാൽ നമുക്ക് ഈ സ്ട്രക്ചറെക്കുറിച്ച്, കർത്താവ് നമ്മളെ കീറിമുറിച്ചിരിക്കുന്ന സ്ട്രക്ചറെക്കുറിച്ച് പഠിച്ചാൽ എവിടെയൊക്കെ ഒരു അനക്കം സംഭവിച്ചാൽ മതി, അപ്പം നമുക്ക് അറിയാൻ കഴിയും. ദേഹിയിലാണോ, നമ്മുടെ സ്പിരിറ്റിലാണോ, നമ്മുടെ ബോഡിയിലാണോ, മനസ്സിലാണോ, അല്ലേ, നമ്മുടെ മനസാക്ഷിയിലാണോ, ഇവിടെയൊക്കെ ഒരു മനസാക്ഷിയെക്കുറിച്ചൊക്കെ ഒരു 4 ക്ലാസ്സൊക്കെ എടുത്താൽ നമ്മൾ മനസാക്ഷിയെക്കുറിച്ചൊക്കെ പഠിച്ചത്. അപ്പോൾ എന്തുവാകട്ടെ, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പഴയ ക്ലാസ്സൊക്കെ എടുത്ത് നോക്കുക, വല്ലപ്പോഴും സമയം കിട്ടിയാൽ. നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. ഇതുപോലെ നമ്മുടെ അകത്ത് വേണ്ടാത്ത കാര്യങ്ങൾ, ഈ ചിന്തകളൊക്കെ കടന്നു വരികയാണെങ്കിൽ തീർച്ചയായും നമുക്ക് ഇതുപോലെ പല ചിന്തകൾ. നമ്മുടെ വിഷയം തന്നിൽ തന്നെ ഉണ്ടാകുന്ന വേർപാടിനെ കുറിച്ചാണ്. എനിക്ക് എന്നിൽ തന്നെ ഒരു വിശ്വാസമില്ലെങ്കിൽ, എനിക്ക് എന്നിൽ തന്നെ ഒരു എന്താ പറയുക സ്വയബോധമൂല്യമില്ലെങ്കിൽ തീർച്ചയായും നമ്മളെ അത് ഡിപ്രഷനിലേക്ക് നടത്തിവിടും. ഇല്ലെങ്കിൽ നമ്മളെന്താ പറയുക, സത്യം ഡിപ്രഷൻ തന്നെയാണ്. എന്നെ ഡിപ്രഷനിലേക്ക് ആഴ്ത്തിക്കളയും അത്. കർത്താവ് നമ്മളെക്കുറിച്ച് പഠിപ്പിക്കുന്നത്, നീ ഏറ്റവും എനിക്ക് പ്രിയപ്പെട്ടവനാ, കണ്ണിലെ കൃഷ്ണമണിയാണ്, അല്ലേ, മാറിലിരിക്കുന്നു, കയ്യിലിരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് പോലും ആ വേദവാക്യങ്ങളൊക്കെ നമ്മൾ മറന്നുപോയിട്ട് നമ്മൾ ദൈവജനത്തെ ലംഘിപ്പിക്കുകയും ആ അവിശ്വാസം എന്ന മഹാവിപത്ത് നമ്മുടെ അകത്ത് കയറി വരുമ്പോഴാണ് എനിക്ക് എന്നിൽ തന്നെ ഉണ്ടാകുന്ന വേർപാട് സംഭവിക്കുന്നത്, അല്ലേ. കഴിഞ്ഞ ദിവസം പഠിച്ചതൊക്കെ ഓടിച്ചു വിടുകയാണ്. നീ എത്ര ശ്രേഷ്ഠനാണ്, നീ എനിക്ക് എത്ര വലിയവനാണ്, ദൂതന്മാരെ പോലും, അല്ലേ, അവർക്ക് പോലും ചെയ്യാതെ ദൈവം നമുക്ക് വേണ്ടി, മാനവരാശിക്ക് വേണ്ടി ക്രൂശിൽ വന്ന് മരിച്ചു, തൻ്റെ ഏകജാതനായ പുത്രനെ ക്രൂശിൽ തകർത്ത് കളഞ്ഞൊക്കെ എത്രമാത്രം പ്രിയപ്പെട്ടവരാണ് നമ്മൾ. എന്നിട്ട് പോലും ദൈവത്തിന് എന്നെ സൃഷ്ടിക്കുമ്പോൾ എൻ്റെ കുറവുകൾ നമ്മെ നോക്കുമ്പോൾ ഇവിടെ കാണാൻ വലിയ കറുപ്പ, അല്ലെ, വലിയ ഭംഗിയില്ല, വയറിയാടി, അല്ലേ, മത്തക്കണ്ണ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ തന്നെ കുറ്റം പറയാൻ തുടങ്ങും. പക്ഷേ ദൈവം സൃഷ്ടിച്ചതൊന്നും പാടല്ല, ഒന്നും ശൂന്യമായിട്ട്, എന്താ പറയുക, പാടല്ല, വേറെ എന്തൊരു വാക്യമുണ്ടല്ലോ, എന്തെങ്കിലേ, ഒന്നും തെറ്റായതൊന്നുമില്ല. ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നത് വേറെ സംഭവം കൊണ്ട് ഭൂമി പാഴും ശൂന്യമായി പോയതാ. ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിൽ എല്ലാം പരിപൂർണമാണ്. ഹല്ലേലൂയ. എന്നെ നോക്കുമ്പോൾ, എൻ്റെ ബലഹീനതകൾ, എൻ്റെ കുറവുകൾ നോക്കുമ്പോൾ ഞാൻ ദൈവത്തെയാണ് അവിശ്വസിക്കുന്നത്. അതെൻ്റെ ഹൃദയം മുറിയും. ഞാൻ സെൽഫ് എസ്റ്റീമാ ഉൾവലിയാൻ തുടങ്ങും. ഞാൻ ജീവിതം, എൻ്റെ ജീവിതം ഉൾവലിഞ്ഞ് അവസാനം ഇവർ ഡിപ്രഷനിലേക്ക്, മറ്റ് ഭാരങ്ങളിലേക്ക് നമ്മുടെ ജീവിതം കടന്നു പോകുകയാണ്. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? അതൊരു സ്വയബോധ മൂല്യം ഉണ്ടാകണം. നിങ്ങൾ കറുത്തവരാവട്ടെ, വെളുത്തവരാവട്ടെ, നിങ്ങൾ സംസാരിക്കാൻ കഴിവില്ലാത്തവരാവട്ടെ, പഠിപ്പില്ലാത്തവരാകട്ടെ, ജോലി ഇല്ലാത്തവരാകട്ടെ, സമ്പത്തില്ലാത്തവരാകട്ടെ, ആരുമാകട്ടെ, ദൈവം നിന്നെ വിളിച്ചപ്പോൾ നീ അങ്ങനെയാണോ അതുപോലെ തുടരാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. നീ ദാസനായി വിളിക്കപ്പെട്ടോ, ദാസനായി തുടരുക. നീ യജമാനായി വിളിക്കപ്പെട്ടോ, അത് തുടരുക. ഹല്ലേലൂയ. ദൈവത്തെ തെറ്റുപറ്റിട്ടില്ല. കാരണം ഞാൻ ഈ വഴി പോയാലേ സൗഖ്യം പ്രാപിച്ച് ആ തിരുസന്നിധിയിൽ പോയി നിൽക്കത്തുള്ളൂ. ഹല്ലേലൂയ. ദൈവം നല്ലവണ്ണം അറിയാം നമ്മൾ ദൈവത്തിന്. ഹല്ലേലൂയ. എനിക്ക് സമ്പത്ത് നൽകി എന്നെ ഇവിടെ വലിയവനാക്കാൻ ദൈവം ആഗ്രഹിച്ചാൽ ഞാൻ നരകത്തിൽ പോകുന്ന എന്നെക്കാൾ എൻ്റെ ഹൃദയം അറിയുന്നവനാണ് കർത്താവാണ്. ഹല്ലേലൂയ. ഞാൻ ഈ വഴിയെ പോയാൽ നന്നാവുള്ളൂ എന്ന് കർത്താവിന് അറിയാമെങ്കിൽ നമ്മൾ അതേ വഴി പോകുന്നതല്ലേ നല്ലത്. അപ്പം അതുകൊണ്ട് ഈ നമ്മുടെ ചിന്തകളൊക്കെ ഇതുപോലെ അവസാനം ഈ എന്നെ തന്നെ സ്വയബോധം മൂലമില്ലെങ്കിൽ അവസാനം സൂയിസൈഡിൽ അറ്റംപ്റ്റിലേക്ക് നമ്മൾ പോകും. പിന്നെ മറ്റ് വ്യത്യസ്തമായ കാര്യങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകുന്ന കാര്യം പഠിച്ചതാണ്. നമ്മുടെ ഹൃദയത്തിൽ കർത്താവ് രാജാവായി വാഴണമെന്നൊക്കെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മൾ അതിനെക്കുറിച്ചൊക്കെ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്, വിട്ടുപോകുന്നു, അല്ലേ. ഒരു മത്തായി 22-ാം അധ്യായത്തിൽ പഠിച്ചതാണ്. കൂട്ടുകാരന് നിന്നെപ്പോലെ യേശു അവരോട് പറയുന്ന കാര്യമുണ്ട്. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടുകൂടി സ്നേഹിക്കണം. ഇതാകുന്നു ഒന്നാമത്തതുമായ കൽപ്പന. രണ്ടാമത്തെ അതിനോട് സമം, മൂന്നാമത്തതും അതോട് സമം തന്നെയാണ്. കാരണം വചനം പറയുന്നു, കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? നിന്നെപ്പോലെ. എന്നെ സ്നേഹിക്കാത്തിടത്തോളം കാലം എനിക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയത്തില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയ വിഷയമാണ്. ഇതെല്ലാം ഒറ്റ സ്റ്റേറ്റ്മെൻറ്റ് വരുന്ന കാര്യമാണ്. നിന്നെപ്പോലെ എന്നെ സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എനിക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ.
പറഞ്ഞ മനസ്സിലാവുന്നില്ലേ? എനിക്ക് ആദ്യം എന്നെ സ്നേഹിക്കാൻ പഠിക്കണം. ഞാൻ എന്നെ സ്നേഹിച്ചാൽ മാത്രമേ എനിക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയത്തുള്ളൂ. ഇല്ലെങ്കിൽ ഒരുപക്ഷെ ഞാൻ പറയാം, നമ്മുടെ സഹോദരങ്ങൾ പറയും, സഹോദരങ്ങൾ ആ പ്രശ്നക്കാരൻ, അവനെന്നെ കണ്ടിട്ട് മിണ്ടുന്നില്ല, അവനെ പോരെന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവിടെ വഴക്കിടുമ്പോൾ സത്യത്തിൽ അവനല്ല പ്രശ്നക്കാരൻ. അവനെ ഉൾക്കൊള്ളാൻ തക്കവണ്ണം എൻ്റെ അകത്ത് സാധനമില്ല. എനിക്ക് എന്നെ സ്നേഹിക്കാൻ കഴിയാത്തത് കൊണ്ട് ആ പ്രശ്നം. അവരെന്നെക്കുറിച്ച് എന്ത് പറഞ്ഞാൽ എനിക്കെന്താന്നേ, ദൈവം എന്നെക്കുറിച്ച് എന്ത് പറയുന്നു അതാണ് എനിക്ക് പ്രാധാന്യം. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? ദൈവം എന്നെക്കുറിച്ച് എന്ത് പറയുന്നുവോ അതാണ് എനിക്ക് മുഖ്യം. മറ്റുള്ളവർ എന്തെങ്കിലും പറഞ്ഞാൽ അപ്പം മുറിയുന്ന ഹൃദയമാണെങ്കിൽ അവരല്ല പ്രശ്നക്കാരൻ, ഞാൻ തന്നെയാ പ്രശ്നക്കാരൻ. ഹല്ലേലൂയ. എൻ്റെ ഹൃദയത്തിൽ എനിക്ക് നിന്നെപ്പോലെ സ്നേഹിക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ എനിക്ക് എന്നെ സ്നേഹിക്കാൻ കഴിയാത്ത മറ്റൊരു സ്വഭാവം, ഒരു മേഖല എനിക്കകത്തുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് എത്രയോ ആൾക്കാരെന്നറിയാമോ ഇപ്പോൾ സഭയിൽ വരാതെ മാറി നിൽക്കുന്നതും, മറ്റുള്ളവരുമായി കൂട്ടായ്മ കൂടാതെ മാറി നിൽക്കുന്ന അർത്ഥം എന്നറിയാമോ? അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ആരെയും. സത്യത്തിൽ അവരെ തന്നെ സ്നേഹിക്കുന്നില്ല എന്നൊരു കാര്യമാണ് ഏറ്റവും വലിയ കാര്യം. ബോധമൂല്യമില്ല അവർക്ക്. ഞാൻ ആര്, ദൈവസന്നിധിയിൽ എന്നെ വിളിച്ചിരിക്കുന്നത് ഞാൻ ആരെന്നുള്ള ബോധം അവർക്കില്ലെങ്കിൽ അവർ പതിയെ നമ്മളാണ് മാറിപ്പോകും. നമുക്ക് ഹല്ലേലൂയ. സ്വയത്തിലേക്കൊന്ന് മാറി നോക്കിയേ, മറ്റുള്ളവരെ ശ്രദ്ധിച്ച് നോക്കി, അവരുടെ കഴിവുകൾ നോക്കി അവസാനം പറയും എന്നെക്കൊണ്ട് കൊള്ളത്തില്ല, എനിക്ക് കഴിവില്ല, പ്രസംഗിക്കാൻ കഴിവില്ല എന്നൊക്കെ പറഞ്ഞ് പതിയെ ഒന്ന് മാറി നോക്കിയേ. അവസാനം കർത്താവിൽ നിന്നും മാറും, സഹോദരങ്ങളിൽ നിന്ന് മാറും. അവസാനം എന്നിൽ നിന്ന് ഞാൻ വേർപെട്ട് പോകും, അല്ലേ? എന്നിൽ നിന്ന് ഞാൻ വേർപെട്ട് മാറിപ്പോയിട്ട് അവസാനം പോയി പെടുന്നത് മുഴുവനും ഇതുപോലെ ഡിപ്രഷനും ഇതുപോലെ ഭാരങ്ങൾ പേറി ജീവിതം മുഴുവൻ നശിച്ചു ചേർക്കുക. പ്രശ്നം മുഴുവൻ എൻ്റേതാണ്. ഹല്ലേലൂയ. ദൈവം എന്നെക്കുറിച്ച് എന്ത് പറയുന്നുവോ അതാണ് ഞാൻ, അല്ലേ? നീ എൻ്റെ കണ്ണിലെ കൃഷ്ണമണി, അതാ ഞാൻ, അല്ലേ? അതിശയും ഭയങ്കരവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കുന്നു, അതാ ഞാൻ. ഹല്ലേലൂയ. നാട്ടുകാരനെ പറ്റി എന്തൊക്കെ പറഞ്ഞാൽ എനിക്കൊന്നും കുഴപ്പമില്ല. കാരണം അറിയാമോ, എൻ്റെ പിതാവിനെ കുറിച്ച് പറയുന്നത് എനിക്ക് പ്രാധാന്യം. അതാണ് വിശ്വാസം. ഹല്ലേലൂയ. അങ്ങനെയാവണം നമ്മുടെ ക്രിസ്ത്യ ജീവിതം. ഇല്ലെങ്കിൽ നമ്മളൊക്കെ എന്നിൽ നിന്ന് ഞാൻ വേർപെട്ടു പോകാൻ ഇടയുണ്ട്. ഹല്ലേലൂയ. ബന്ധങ്ങളെ സ്നേഹിച്ചേ മതിയാകൂ. എങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തെ സ്നേഹിക്കാൻ കഴിയത്തുള്ളൂ. എന്നെ സ്നേഹിക്കുക ആദ്യം, ഞാൻ ബന്ധങ്ങളെ സ്നേഹിക്കും, തുടർന്ന് ദൈവത്തെ സ്നേഹിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ ഒരിക്കലും നമ്മുടെ ക്രിസ്ത്യ ജീവിതം ഒന്നും മുന്നോട്ട് കടന്നു പോകത്തില്ല. ഒക്കെ വിട്ടുപോകും. നമ്മൾ ഒരുപാട് കഴിഞ്ഞ കാര്യമാണ്. നമ്മൾ ഇവിടെ മുതലാണ് പറഞ്ഞു തുടങ്ങിയത്, അല്ലേ? എബ്രായർ 12-ാം അധ്യായം 1-ാം വാക്യം ഭാരത്തെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചു തുടങ്ങിയത്, അല്ലേ? ഇത്രയും പറഞ്ഞ മനസ്സിലായത് നിങ്ങൾക്ക്? ഹല്ലേലൂയ. ആർക്കെങ്കിലും എവിടെയെങ്കിലും കുറവുണ്ടെങ്കിൽ, അല്ലേ? ഈ ഭാരമെന്ന് പറയുന്നത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം അതാണ്, അല്ലേ? എനിക്ക് എന്നെ തന്നെയുള്ള വേർപാട്. 2-ാമത്തെ ഭാഗം നമ്മൾ മുറുകെപ്പെടുന്ന സകല ഭാരവും മുറുകെപ്പെടുന്ന പാപവും വിട്ട് സ്ഥിരതയോട് ഓടാൻ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെപ്പെടുന്ന പാപം നമുക്കറിയാം. കൺമോഹം നമുക്കറിയാം, അല്ലേ? കുശുമ പറയുന്നത് നമ്മുടെ നാമിനെ കുറിച്ച് നമുക്കറിയാം. ലൈംഗിക അശുദ്ധി നമുക്കറിയാം, അല്ലേ? എന്തും നമുക്കറിയാൻ കഴിയും. പക്ഷേ ഈ ഭാരം എന്ന് പറയുന്ന സകല ഭാരവും ഒരുപക്ഷെ നമുക്കറിയാൻ കഴിയത്തില്ല. വീഴ്ച കഴിയുമ്പോഴേ നമ്മൾ അറിയത്തുള്ളൂ, അയ്യോ ഞാൻ എൻ്റെ ഹൃദയത്തിൽ എന്തുണ്ടായിരുന്നു, ഭാരമുണ്ട്. ഇപ്പോഴും നമ്മൾ അറിയത്തില്ല. കാരണം ഈ വ്യഭിചാരം ചെയ്യരുത്, കൊല ചെയ്യരുത് എന്നൊക്കെ പറയുന്ന അതേ വെയിറ്റ് തന്നെയാണ് ഭാരവും വഹിക്കരുതെന്ന് പറഞ്ഞ കൽപ്പനയ്ക്ക്. മനസ്സിലാവുന്നല്ലോ? കൊല ചെയ്യരുത് നമുക്കറിയാം, വലിയ ഭാരമാണ് കൽപ്പനയ്ക്ക്. എന്ത് വലിയ ഭാരമാണ്? അതേ ഭാരം തന്നെയാണ് ഈ ഭാരത്തിന്. ഏതാ മോനെ, നീ ഭാരം ചുമക്കരുത്, സകല ഭാരതവും എൻ്റെ മൃഗപ്പാടുന്ന ഭാരവും എല്ലാം വിടാൻ പറഞ്ഞാൽ ആ ഭാരം ഞാൻ വഹിച്ചാൽ എൻ്റെ മക്കളെക്കുറിച്ച്, എൻ്റെ കുടുംബത്തെക്കുറിച്ച്, എൻ്റെ മിനിസ്ട്രിയെക്കുറിച്ച്, എനിക്ക് എന്നെക്കുറിച്ച് ഭാരങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും ദൈവം നമ്മൾ വേർപെട്ട് മാറി നിൽക്കും. അതെൻ്റെ ആത്മീയ ബലഹീനം സംഭവിക്കും, രോഗിയായി തീരും. അവസാനം ഒരുപക്ഷെ പ്രീമച്ചുവർ പ്രായപൂർത്തി ആകുന്നതിന് മുമ്പേ, അല്ലെങ്കിൽ നമ്മുടെ കർത്താവിൻ്റെ സമയം കഴിയുന്നതിന് മുമ്പേ കർത്താവ് നമ്മെ വിളിച്ചുകൊണ്ട് പോകാൻ ഇടയുണ്ട് നമുക്ക്. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരുപാട് പഠിച്ചത് അതിനെക്കുറിച്ച് സകല ഭാരവും മുറുകെപ്പെടുന്ന പാവം വിട്ട് മുമ്പിൽ വെച്ചിരുന്ന ഓട്ടമുണ്ട്. ഇതെല്ലാം നമ്മുടെ മുമ്പിലേക്കുള്ള ലാക്ക. ആ സത്യമാണ് എല്ലാത്തിൽ നിന്ന് സൗഖ്യം പ്രാപിക്കുന്നത്, അല്ലേ? കനാൽദേശം ഇസ്രായേൽ ഹൃദയത്തിൽ കണ്ടിരുന്നെങ്കിൽ അവർ പൂർണ്ണമായി സൗഖ്യമായേനെ. പക്ഷെ അവർ കണ്ടില്ല. അവർ നിരസിച്ച് കളഞ്ഞെന്ന് എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 2 കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചു തുടങ്ങിയത്. സകല ഭാരവും, അല്ലേ? ഭാരത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു തുടങ്ങി, അല്ലേ? ദൈവവചനത്തിന് വിപരീതമായിട്ട് നമ്മുടെ ചിന്തയിൽ പൊങ്ങി വരുന്ന ഏത് കാര്യങ്ങളും അവസാനം ഭാരമായി തീരും. ദൈവവചനത്തിന് വിപരീതമായിട്ട്, അല്ലേ? ദൈവവചനത്തിന് വിപരീതമായി എൻ്റെ ഹൃദയത്തിൽ പൊങ്ങി വരുന്ന ഏതെങ്കിലും ചിന്ത,
മക്കളെക്കുറിച്ചുള്ള ഭാരം, കുഞ്ഞുമക്കളെക്കുറിച്ചൊക്കെ. തമിഴ്നാട്ടിലൊക്കെ ഞാൻ ഈ പണ്ട് ക്ലാസ് എടുക്കുമ്പോൾ പെൺകുട്ടികൾ ജനിച്ചിട്ടേ പോലും ഉണ്ടാകത്തില്ല, ജസ്റ്റ് 6 മാസം പോലും ആയിട്ടുണ്ടാവില്ല. പക്ഷേ പാരൻസ് അവർക്ക് വേണ്ടി എല്ലാ വർഷം തോറും അവർക്ക് വേണ്ടി സമ്പത്ത് ഒരുക്കി വെക്കും. ചിലരൊക്കെ ഓരോ പവൻ സ്വർണ്ണമാണ് ഓരോ വർഷം കൂട്ടി വെക്കുന്നത്. എന്നും ആകട്ടെ, നമുക്ക് അതിൻ്റെ ആവശ്യമില്ലെങ്കിൽ പോലും വിശ്വാസികൾ പോലും ഓരോ പവൻ കൂട്ടിവെക്കുന്ന ഞങ്ങളുണ്ട്. വിശ്വാസികളുടെ കാര്യം പറയുന്നത് ഭാരമാണ് ഈ മക്കൾ വലുതായി വരുമ്പോൾ കെട്ടിച്ച് വേണ്ടതെന്നൊക്കെ. അപ്പോൾ അത്ര ചെറുപ്പത്തിലെ ആ ഭാരം കടന്നു വരികയാണ്. മക്കൾക്ക് വേണ്ടി കരുതണം. അതിനെക്കുറിച്ച് ഞാൻ ഞാൻ അല്പം മക്കൾക്ക് വേണ്ടി കരുതണം. ഇതല്ല, ഇത് ആകുലതയാണ്. പിന്നെ നമുക്കറിയാം ബൈബിൾ ക്ലാസ്സിൽ വരത്തില്ല, ചർച്ചിലും പോകത്തില്ല അവർ, അങ്ങനെയുള്ള ഇഷ്ടംപോലെ ആൾക്കാരെ കുറിച്ച് നമുക്കറിയാം. എന്തുമാകട്ടെ, അതുകൊണ്ട് ദൈവവചനം നമ്മെക്കുറിച്ച് പറയുന്നതിന് വിപരീതമായി എൻ്റെ ഹൃദയത്തിൽ പൊങ്ങുവരുന്ന ഏതുമാകട്ടെ അതെന്തും ഭാരമായി മാറുകയാണ്. പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? ദൈവവചനത്തിന് വിപരീതമായിട്ട് എൻ്റെ ഹൃദയത്തിൽ എന്തു പൊങ്ങി വന്നാലും അത് പിന്നീട് അതിൻ്റെ പരിണത ഫലം എന്ന് പറയുന്നത് അത് ഭാരമായി മാറുകയാണ്. ഹല്ലേലൂയ. ആ കാര്യം മറന്നു പോകരുത്. നിരാശ, കുറ്റബോധം, സംശയം ഇതെല്ലാം കുറേ കഴിയുമ്പോൾ ഭാരമായി മാറും അല്ലേ? മറ്റുള്ളവർ എന്നെ നിന്ദിച്ചു, കഴിയാഴ്ച പഠിച്ചതാ, മറ്റുള്ളവർ എന്നെ കുറ്റി തെറ്റായി പറഞ്ഞു അല്ലെ? ഒരു ബ്രദർ എന്നെക്കുറിച്ച് തെറ്റായി പറഞ്ഞു. ആ വ്യക്തിയെ ഞാൻ ക്ഷമിച്ച് കൊടുക്കേണ്ടതിന് പകരം ആ വ്യക്തി പറഞ്ഞ തെറ്റുകൾ ഓർത്തുകൊണ്ട് ഞാൻ ഹൃദയത്തിൽ ഓർത്തുകൊണ്ട് കാണുമ്പോഴൊക്കെ ചുരുക്കുമായിരിക്കും, പക്ഷേ അതോർത്തുകൊണ്ട് ഞാൻ നടക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് 100 കിലോ വെയിറ്റ് ഉണ്ടെങ്കിൽ ആ 100 കിലോ ഞാൻ ചുമന്നുകൊണ്ടാണ് നടക്കുന്നത്. ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ഒരു പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ബാബുച്ചേട്ടന് 65 കിലോ തൂക്കം ഉണ്ടാവും ഒരു പക്ഷേ അല്ലേ? ബാബുച്ചേട്ടൻ എന്നെ നിരസിച്ചു, എന്നെ എന്താ പറയുക, ചീത്ത വാക്ക് പറഞ്ഞു. നമ്മൾ വിശ്വാസിയായ സ്ഥിതിക്ക് അങ്ങനെ വിട്ടുകളയും നമ്മൾ. പക്ഷേ അകത്ത് സാധനം കിടക്കുകയാണ്. ക്ഷമിച്ച് ഉപേക്ഷിച്ചില്ലത്. പക്ഷേ കാണുമ്പോഴൊക്കെ ചിരിച്ച് കാണിക്കും അല്ലേ? പക്ഷേ വിഷയം ഇതാണ്, ഞാൻ അത് ക്ഷമിച്ച് കൊടുക്കുന്നില്ല എങ്കിൽ ആ മുറിവ് എൻ്റെ ഹൃദയത്തിൽ കിടക്കുകയും അദ്ദേഹം കാണുമ്പോഴൊക്കെ ഓർക്കുമ്പോഴൊക്കെ നാവിലൊക്കെ അല്ലേ ചൊറിഞ്ഞു വരികയും മനസ്സൊക്കെ ഉരുണ്ട് കയറി വരികയും ചെയ്യുന്നെങ്കിൽ ഒരു കാര്യം ഓർത്താൽ മതി, അദ്ദേഹം പറഞ്ഞ വാക്ക് മാത്രമല്ല, അദ്ദേഹത്തിന് 65 കിലോ തൂക്കവും ഞാൻ വഹിച്ചുകൊണ്ടാണ് നടക്കുന്നത്. അങ്ങനെ 10 പേരോട് എനിക്ക് ഈ 10 പേരെക്കുറിച്ച് അവർക്ക് ക്ഷമിച്ചു കൊടുക്കേണ്ട പല കാര്യങ്ങളും അകത്ത് വെച്ചുകൊണ്ടിരുന്നാൽ ഈ 10 പേരുടെ തൂക്കം ഒരു 1000 കിലോ ആണെങ്കിൽ ഞാൻ എത്ര ഭാരമാണ് ചുമന്നുകൊണ്ട് നടക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾ, എത്ര ഭാരമാണ്. ഇതെല്ലാം രോഗത്തിലേക്ക് പോകുകയോ. ഒന്ന് ആത്മീയ ബലഹീനത, 2 രോഗാത്മാക്കൾ പിടിക്കപ്പെട്ട് രോഗിയായിത്തീരുന്നു, 3 പ്രിമച്വർ ഡെത്ത്, മുമ്പെയുള്ള മരണം സംഭവിച്ച കർത്താവ് നമ്മെ കൊണ്ടുപോകുകയാണ്. കഴിഞ്ഞ പറഞ്ഞൊന്നും എനിക്കറിയത്തില്ല, എൻ്റെ അദ്ദേഹത്തെ പേര് മറന്നുപോയി, ഒരു വേറെ പേരാ. അദ്ദേഹം എൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെ വെച്ചിരിക്കുന്നത് അദ്ദേഹം എഴുത്തുകാരനാണ്. ഞാൻ പറഞ്ഞില്ലല്ലേ, ഒരു എഴുത്തുകാരനാണ് പുള്ളി. അദ്ദേഹം ഒരു ഫൗണ്ടൻ പേന, നല്ല മഷിപ്പേന, പണ്ടൊക്കെ നമ്മൾ അങ്ങനെ ഉപയോഗിക്കുന്നില്ലേ, ഫൗണ്ടൻ പേന വെച്ചാൽ പുള്ളി എപ്പോഴും ബൈബിളൊക്കെ എപ്പോഴും വാക്കുകളൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്നത്. കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഈ പേന സൈഡൊക്കെ ലീക്കാവാൻ തുടങ്ങി. പുള്ളി എഴുതാനെടുക്കുമ്പോൾ കൈ നിറച്ചാവും, അതിങ്ങനെ അറിയാതെ പേപ്പറിലൊക്കെ ആയിപ്പോകും. അങ്ങനെ ഈ പേന അദ്ദേഹം മാറ്റി ലോക്കറിനകത്തേക്ക് മാറ്റി അടച്ചിങ്ങനെ വെച്ചു. എന്നിട്ട് പുള്ളി വേറൊരു പേനയെടുത്ത് എഴുതാൻ തുടങ്ങി. കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഈ മറ്റേ പേനയ്ക്ക് ഒരു കഥയാണ്. മറ്റേ പേനയ്ക്ക് ചോദിക്കുക, ഈ യജമാനൻ എന്താ എന്നെ ഉപയോഗിക്കാത്തപ്പോൾ വേറൊരുത്തനെ ഇഷ്ടപ്പെട്ട് അവനെ കൊള്ളാവുന്നതായത് കൊണ്ടായിരിക്കും എന്നെ മാറ്റി വെച്ചിരിക്കുന്നതൊക്കെ പറഞ്ഞ് സ്വയം അങ്ങോട്ട് അല്ലേ സ്വയം ഇങ്ങനെ പറയാൻ തുടങ്ങി. ഒരു ദിവസം ആ പേന എഴുന്നേറ്റെന്ന് ചോദിച്ചു, യജമാന് നീ ഇത്ര വർഷം നിൻ്റെ കൂടെ ഞാൻ ജീവിച്ചതാ, നീ നിൻ്റെ കൈയാൽ എന്തോരം ബുക്കുകൾ നീ എഴുതിയതാ, എത്രമാത്രം ഞാൻ നിന്നോട് ചേർന്നിരുന്നു. ഇവൻ യജമാനെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ യജമാനും എന്താ പറയുക മടുത്തിട്ട് യജമാനും പറഞ്ഞു, പേനെ അല്ലേ എന്തെങ്കിലും ഫൗണ്ടൻ പേന എന്ത് പേരെങ്കിലും ആവട്ടില്ലേ, പേനെ നീ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്, നിന്നാൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ആത്മീയകുളത്തിൽ എഴുതിയിട്ടുണ്ട്, ആയിരക്കണക്കിന് ആൾക്കാർ ആ പുസ്തകം വായിച്ച് രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഒരു സമയപരിധി കഴിഞ്ഞപ്പോൾ നീ സ്വയം ലീക്കാകാൻ തുടങ്ങി. ആ ലീക്ക് നിന്നെ മാത്രമല്ല, ഞാൻ പിടിക്കുമ്പോൾ എൻ്റെ കൈകൾ ചീത്തയാകും, ഞാൻ എഴുതുന്ന പേപ്പറുകൾ ചീത്തയാകും. അതുകൊണ്ട് നീ സ്വയം അങ്ങനെ ആയതുകൊണ്ട് ഞാൻ അതിനെ മാറ്റി പെട്ടിക്കകത്തേക്ക് വെച്ചു. ഇപ്പോൾ എന്നെ ശല്യപ്പെടുത്താത്ത, എന്നെ പേപ്പർ നശിപ്പിക്കാത്ത മറ്റൊരു പേന എനിക്ക് കിട്ടി, ഞാൻ അതിനെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് ഇതുപോലെയാണ് നമ്മളെ പലപ്പോഴും പ്രീമച്വർ ഡെത്ത് എന്ന് പറയുന്നത്. ഇതുപോലെയാണ് നമ്മൾ ദൈവത്തിൻ്റെ കരങ്ങൾ നല്ലൊരു ആയുധമായിരുന്നു നമ്മളെല്ലാവരും. പക്ഷേ ഒരു സമയപരിധി കഴിയുമ്പോൾ ദൈവഹിതമില്ലാത്ത പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരികയും ലോകവുമായി ഇഴുകിച്ചേരുകയും ദൈവം ഇല്ലാത്ത പല കാര്യങ്ങളും നമ്മൾ ഇടപെട്ട് നമ്മുടെ ജീവിതം മാറിക്കഴിയുമ്പോൾ പതിയെ ലീക്കാവും. നമ്മുടെ വാക്കുകൾ പരിജ്ഞാനമില്ലാകയാൽ ദൈവനാമം ദുഷിക്കാൻ തുടങ്ങുമ്പോൾ ദൈവം ഒരു പണിയും, നീ അങ്ങോട്ട് മാറി നിന്നോ നാം പറയും അല്ലേ. അല്ലെങ്കിൽ ആ പ്രീമച്വർ അവനെ പിടിച്ച് നേരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. സ്വർഗത്തിൽ എന്ന് പറഞ്ഞാൽ പുതിയ ഭൂമിയിലേക്കേ കാണത്തുള്ളൂ. പ്രതിഫലം ഒന്നുമില്ലല്ലോ അവിടേക്ക്. വിശുദ്ധീകരണം പ്രാപിച്ചിട്ടില്ല, ഒന്നും പ്രാപിച്ചിട്ടില്ല, ജസ്റ്റ് രക്ഷിക്കപ്പെട്ടേ ഉള്ളൂ. കർത്താവ് അവനെ അങ്ങ് കൊണ്ടുപോകും, അടുത്തവനെ പൊക്കിയെടുക്കും. ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? ഇതൊക്കെ ഈ ലോകത്ത് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇതെന്തുമാകട്ടെ, ഞാൻ പറഞ്ഞ് മുന്നോട്ട് കടന്നു പോകുകയാണ്. അപ്പോൾ അതുകൊണ്ട്
ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക. ഒന്ന് സകലവിധ ഭാരങ്ങൾ. അതുകൊണ്ട് അവൻ നിങ്ങൾക്കായി, ഒന്ന് പത്രോസ് പറയുന്നു, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. ഇവിടെയെല്ലാം ഇടയ്ക്കിടയ്ക്ക് പറയുന്ന കാര്യമാണ്, ഞാൻ നിങ്ങൾക്കായി കരുതുന്നവനാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടു. കർത്താവ് എന്തുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്? നിങ്ങൾ ഭയപ്പെടരുത്, ആകുലപ്പെടരുത്, അല്ലേ? നിങ്ങൾ ചെയ്യുന്നത് ഇടയ്ക്കിടയ്ക്ക് പറയാൻ കാരണം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാൻ ഇടയുണ്ട്. നമ്മളെല്ലാം മനുഷ്യരാ, അല്ലേ? നമ്മൾ അതുകൊണ്ട് ശിഷ്യന്മാർ ചോദിച്ചില്ലേ, എവിടെ കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ ശിഷ്യന്മാർ പറയും, ഞങ്ങൾ നിന്നെ അനുഗമിച്ചാൽ നീ ഞങ്ങൾക്ക് എന്ത് തരുമെന്ന് ശിഷ്യന്മാർ ചോദിച്ചു. ആകുല ചിന്തകൾ അതല്ല. കാരണം തൊട്ട് മുമ്പ് അതിന് മുകളിൽ എഴുതി വെച്ചിരിക്കുക, ഒരു സമ്പന്നനായ ഒരു പുരുഷൻ വന്നിട്ട് ചോദിക്കുക, അല്ലേ, ഞാൻ നിന്നെ അനുഗമിക്കാം. പക്ഷേ കർത്താവ് പറഞ്ഞു, നീ സമ്പത്താണ് നിൻ്റെ പ്രശ്നം, ആ സമ്പത്ത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നെ അനുഗമിക്കാൻ പറഞ്ഞപ്പോൾ അവർ വിട്ടുപോയി. അപ്പോൾ ഇത് കണ്ട പത്രോസ് ചോദിക്കുക, ഞങ്ങളതൊക്കെ വിട്ടിട്ട് നിന്നെ അനുഗമിച്ച് ഞങ്ങൾക്ക് എന്ത് കിട്ടും? കർത്താവ് പറയുന്ന കാര്യമാണ്, അത് ഓർത്തുകൊണ്ടാണ് എന്നെ അനുഗമിക്കണമെങ്കിൽ ഒന്നും ഉണ്ടാകത്തില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, നീ എൻ്റെ മനസ്സ് പ്രകാരമാണ് നിങ്ങൾ അനുഗമിക്കുന്നുവെങ്കിൽ ഇവിടെയും മാത്രമല്ല അവിടെയും നിങ്ങൾക്ക് 100 ഇരട്ടിയായി കിട്ടുമെന്നൊക്കെ വേദോസ് പഠിപ്പിക്കുന്നുണ്ട്. മനോഹരമായൊരു ഉപദേശമാണ്. നമുക്ക് ഇവിടെ എവിടെയൊക്കെ ക്ലാസ് എടുത്തിട്ട് അതിനെക്കുറിച്ചൊക്കെ എന്തുവാകട്ടെ. അതുകൊണ്ട് ആകുല ചിന്തകൾ ഉണ്ടാകാൻ നമുക്ക് പാടില്ല. ഒരാകുല ചിന്തയും നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടു നടക്കാൻ നമുക്ക് കഴിയില്ല. നമ്മുടെ മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് അങ്ങനെയാണ്. കൈകൊണ്ട് മണ്ണുകൊണ്ട് മെനഞ്ഞെടുക്കുമ്പോൾ കർത്താവ് മനുഷ്യൻ സൃഷ്ടിക്കുമ്പോൾ അവൻ്റെ അകത്തേക്ക് ആത്മാവിനെ ഊതുമ്പോൾ അവൻ ദേഹി ഉരുവായി വരുമ്പോൾ ആ ദേഹിക്കകത്തൊന്നും ഒരു തരി ഭാരം ചുമക്കുവാൻ ഒരു മനുഷ്യനും കഴിയില്ല. അതാണ് മനുഷ്യൻ്റെ സൃഷ്ടിപ്പ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഭാരങ്ങൾ, അതേക്കുറിച്ച് അല്പമായി നിങ്ങളോട് സംസാരിക്കും. ആ ഭാരം നമ്മുടെ ജീവിതത്തിൽ വന്നു പോകരുത്. ഈ അനേക ഭാരങ്ങളാണ് നമ്മളെയൊക്കെ ചുമന്ന് രോഗിയാക്കി മാറ്റിയിരിക്കുന്നത്. ആണോ? അങ്ങനെ തന്നെയല്ലേ? പലപ്പോഴും മക്കളെക്കുറിച്ചുള്ള ഭാരം, ഭാവിയെക്കുറിച്ചുള്ള ആദ്യമൊക്കെ നമ്മളെ സ്വയം രോഗിയാക്കി മാറ്റുകയാണ്. നമ്മളെല്ലാവരെയും അനേക രോഗിയായി മാറ്റുകയാണ്. അതുകൊണ്ട് വിചാരപ്പെടരുതൊക്കെ 3 പ്രാവശ്യം പല ആപത്ത് നമ്മൾ കണ്ടതാ. ഓക്കെ, കർത്താവ് പറഞ്ഞു, നമ്മളൊക്കെ ഒരു ഓട്ടക്കളത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയല്ലേ. ഓട്ടക്കളത്തിൽ ഓടുന്നവരെല്ലാവരും ഇച്ചിരി ഡ്രസ്സേ ഉണ്ടാകത്തുള്ളൂ, ഒരു കുറച്ച് ഡ്രസ്സ്. കാരണം അവർക്ക് വേണമെങ്കിൽ സൂട്ടും കോട്ടൊക്കെ ഓടിയാൽ എത്തില്ല. പക്ഷെ നമ്മൾ ഓട്ടക്കളത്തിലാണ്. നമുക്ക് കണ്ണുകളുടെ ആകർഷണം കൊണ്ട് മറ്റു പലതും കണ്ടുകൊണ്ട് ഓടാൻ ശ്രമിച്ചാൽ നമ്മൾ വീണു പോകും. നമ്മളൊക്കെ എപ്പോഴും ഒരു ഓർമ്മ വേണം, നമ്മളെല്ലാം ഓട്ടക്കളത്തിൽ നിൽക്കുന്ന ആൾക്കാരാ. എങ്ങോടാ? നമ്മുടെ സ്വർഗീയ പിതാവിൻ്റെ ഭവനത്തിലേക്ക് ഓട്ടക്കളത്തിൽ നമ്മളെല്ലാവരും. അതുപോലെ ഇരു സൈഡിൽ നിന്നും ആകർഷണങ്ങൾ ഒരുപാട് കടന്നു വരും, പ്രലോഭനങ്ങൾ കടന്നു വരും. ഒരുപക്ഷെ അതെല്ലാം നമ്മൾ ഭാരമാക്കി വന്നാൽ ഓരോ ഭാരങ്ങൾ, മക്കളെക്കുറിച്ചുള്ള ഭാരങ്ങൾ വന്നു കയറി, അല്ലേ? മക്കളുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഭാരങ്ങൾ ഇത് വന്നാൽ നമ്മളിങ്ങനെ ഓടും. ഒരു മനുഷ്യൻ ഒരു 10-25 കിലോ 10 കിലോ തൂക്കം വെച്ചുകൊണ്ടൊരു ഭാരം ഒരാൾ നടക്കുകയാണെങ്കിൽ ഓടാൻ പറ്റുമോ? ഓടാൻ പറ്റത്തില്ല. പിന്നെ 100 കിലോ ആണെങ്കിലോ ഒട്ടും പറ്റത്തില്ല. ഇത് തന്നെ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഭാരം മുഴുവനും കർത്താവിൻ്റെ മേൽ ഇട്ടുകൊള്ളുക എന്നാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇതെല്ലാം കാരണം നമ്മുടെ അകത്തുള്ള അവിശ്വാസമാണ്, അല്ലേ? കർത്താവിൽ വിശ്വാസമാണെങ്കിൽ നമുക്കത് സംഭവിക്കുമോ? അവൻ നമ്മെ നോക്കിക്കൊള്ളുമെന്ന് പറഞ്ഞാൽ നോക്കിക്കൊള്ളും എന്ന് തന്നെയാണ് അർത്ഥം. ഞാൻ മത്തായി 6:33 വാക്യം നമ്മൾ അല്പം ചിന്തിക്കാൻ പോവുകയാണ്. 6:33, അല്ലേ? 31, 32, 33, 34 വാക്യങ്ങൾ നമ്മൾ ഇത് അല്പമായിട്ടൊന്ന് പഠിക്കാൻ പോവുകയാണ്. ആകയാൽ നാം എന്തു തിന്നും, എന്തു കുടിക്കും, എന്ത് ഉടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യം എന്ന് അറിയുന്നുവല്ലോ. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. ഇപ്പം ബാക്കി 34. അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുത്, നാളത്തെ ദിവസം തനിക്കായി വിചാരപ്പെടുമല്ലോ. അതത് ദിവസത്തിന് അന്നന്നത്തെ ദോഷം മതി. ഹല്ലേലൂയ. നമുക്കറിയാം ഒട്ടനവധി വാക്യങ്ങൾ ഇതെല്ലാം കർത്താവ് പറയുമ്പോൾ ഒന്നിനെക്കുറിച്ചും ഫിലിപ്പിലെ 4:6 പറയുന്നു, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. 1 പത്രോസ് 5:7 അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ സകല ചിന്താകുലവും അവനെ മേലിട്ടുകൊള്ളുക. യഹോവ എൻ്റെ ഇടയിലാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകില്ലെന്നൊക്കെ പറഞ്ഞിട്ട് പോലും പലപ്പോഴും ആ ഭാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരികയും പലതിനെക്കുറിച്ച് വിചാരപ്പെടുകയും നമ്മൾ ചെയ്യാറുണ്ട്. നമ്മൾ ഇതിനെക്കുറിച്ച് അല്പമായി ചിന്തിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. വാക്യം അറിയാലോ? ആകയാൽ നാം എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ഉടുക്കുമെന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. നമ്മൾ ഈ വാക്യം ഒന്ന് അല്പമായി ചിന്തിക്കാൻ പോയി. എന്തുകൊണ്ടാണ് ഒരു വിശ്വാസി ആകുലപ്പെടേണ്ടതില്ല എന്നതിന് 5 കാരണങ്ങൾ കർത്താവ് ഇവിടെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. 4 അല്ല 5 കാരണങ്ങളാണ്. എന്തുകൊണ്ടൊരു വിശ്വാസി ആകുലപ്പെടേണ്ടതില്ല എന്നതിന് 5 കാരണങ്ങൾ കർത്താവ് നമ്മെ കാണിക്കുന്നുണ്ട്. ഈ വേദവാക്യം 31 മുതൽ, അല്ലെങ്കിൽ കുറച്ച് കയറ്റി വായിക്കും നമ്മൾ. ആ വാക്യങ്ങൾ മുതൽ ഈ കാണുന്ന വാക്യങ്ങളൊക്കെ പഠിക്കാൻ പോകും നമ്മൾ. നമുക്കറിയാം
ഈ 6 അധ്യായം 25 മുതൽ 34 വരെ പഠിക്കുമ്പോൾ അവിടെയെല്ലാം ഈ പറഞ്ഞ 5 കാര്യങ്ങൾ നമുക്കുണ്ട്. എന്തുകൊണ്ടാണ് ഒരു വിശ്വാസി ആകുലപ്പെടേണ്ടതില്ല എന്ന് പറയുന്നതിന് കാരണങ്ങൾ, അല്ലേ? കർത്താവ് നമ്മോട് പറയുക, നീ ആകുലപ്പെടരുത്, നീ ഭാരപ്പെടരുതെന്ന് പറഞ്ഞാൽ അതിന് കാരണമുണ്ട്, ഇല്ലേ? ആ കാരണമായിരിക്കണം നമ്മുടെ ഹൃദയത്തിൽ. ആ കാരണം നമ്മൾ അറിയുന്നില്ലെങ്കിൽ നമ്മൾ ആ ഭാരം ചുമന്നുകൊണ്ട് നടക്കും. എത്ര വിശ്വാസിയാണ് ഭാരം ചുമക്കുന്നത്? എത്ര വിശ്വാസിയാ മക്കളെക്കുറിച്ചും ഭാര്യയെക്കുറിച്ചും മകളെ എന്തിനെക്കുറിച്ചും ജോലിയെക്കുറിച്ചും. ഞാൻ പറയുക, ഈ നമ്മളെത്ര ആദ്യ പിടിച്ചാലും 1 ഇഞ്ച് മുഴമ്പോൾ നമുക്ക് അതിൽ കൂട്ടുവാൻ കഴിയുമോ? വേദവസം നമ്മൾ അതാണ് പഠിപ്പിക്കുന്നത്, ഇല്ലേ? അപ്പോൾ ഈ 5 കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാൻ പോകുന്ന കാര്യമാണ്. ഒന്ന്, കർത്താവ് 3 തവണ നമ്മളെ അതിനെക്കുറിച്ച് വിലക്കിയിട്ടുണ്ട്. ഏതാണെന്നറിയാമോ? ഭാരപ്പെടരുത്, ആകുലപ്പെടരുത്. വാക്യം 25, വാക്യം 31, വാക്യം 34. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, എന്ത് തിന്നും എന്തു കുടിക്കും എന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്തു ഉടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്, അല്ലേ? കർത്താവ് ഈ ഇത്രയും വാക്യത്തിൽ അവൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുക എന്ന് പറഞ്ഞ കർത്താവ്, ഇല്ലേ? ഇതെല്ലാം നിൻ്റെ കൂടെ ചേർക്കപ്പെടുമെന്ന് പറഞ്ഞ കർത്താവ് ഈ 3 പ്രാവശ്യം ഇത് നമുക്ക് വിലക്കിയിരിക്കുന്നു. 2 3 പേരുടെ വാമൊഴിയാൽ ഏത് കാര്യവും ഉറപ്പിക്കാം, ഇല്ലേ? അങ്ങനെയാണോ? കർത്താവ് 3 പ്രാവശ്യം അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെയാണ്, മാറ്റമില്ലതിന്. 1 പ്രാവശ്യം പറഞ്ഞാലും അങ്ങനെ തന്നെയാണ്. പിന്നെ അങ്ങനെ വിചാരിച്ചേക്കരുത്. എന്നാൽ വചനം തന്നെ വചനം കൊണ്ട് വ്യാഖ്യാനിക്കുമ്പോൾ പറയുക, 2 3 സാക്ഷികളെ വാമൊഴിയാൽ ഏത് കാര്യം ഉറപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇത് 3 കർത്താവ് തന്നെ പറഞ്ഞ കാര്യമാണ്. ബാക്കി അപ്പോസ്തലന്മാർ പറഞ്ഞത് ഇഷ്ടം പോലെ കിടക്കുക അവിടെ, അതെടുക്കാൻ പോയാൽ നമുക്ക് തീരത്തില്ലല്ലോ. അപ്പോൾ ഈ വേദവാക്യത്തിൽ കർത്താവ് 3 പ്രാവശ്യം വിചാരപ്പെടരുത് എന്നിട്ട് പറയാം. വാക്യം 31 പറയുക, ആകയാൽ എന്ത് തിന്നും എന്ത് കുടിക്കുമെന്ന് എന്തുടുക്കുമെന്ന് ഇങ്ങനെ വിചാരപ്പെടരുത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, എന്ത് തിന്നും എന്ത് കുടിക്കും എന്നും നിങ്ങളുടെ ജീവനായിക്കൊണ്ടും, അല്ലേ, നിങ്ങളുടെ ശരീരത്തിനായിക്കൊണ്ടും നിങ്ങൾ വിചാരപ്പെടാൻ പാടില്ല, അല്ലേ? അപ്പോൾ ഇത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വരുന്ന കാര്യങ്ങൾ, അതെല്ലാം നമ്മുടെ ഓരോ ദിവസം വരുന്ന കാര്യങ്ങൾ, ഇതെല്ലാം ഇതുപോലും നമുക്ക് വിചാരപ്പെടുവാൻ കർത്താവ് നമ്മെ അനുശാസിക്കുന്നില്ല. ഓരോ ദിവസം കടന്നു വരുന്ന കാര്യങ്ങൾ, അല്ലേ, 5-6 നേരം നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഇതുപോലും ദൈവം അതുപോലും ഭാരപ്പെടുക നമുക്ക് അനുവാദമില്ല എന്ന കാര്യം മറന്നു പോകരുത്. വാക്യം 34, അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുത്, അല്ലേ? ഇന്നെന്നുള്ള കാര്യം മാത്രമല്ല, നാളത്തെക്കുറിച്ചും വിചാരപ്പെടുവാൻ നമുക്ക് അനുവാദമില്ല ദൈവത്തിൽ നിന്ന്. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണോ? ആണെങ്കിൽ നമുക്ക് നാളത്തെക്കുറിച്ച്, ഇന്നത്തെക്കുറിച്ച് പോലും ആദ്യം ഉണ്ടാകരുത്. ഒരു ഭാരവും ചുമക്കുവാൻ നമുക്ക് അതിനുള്ള കപ്പാസിറ്റി ഇതിനകത്തില്ല നമുക്ക്. അത്രയും നിർമ്മലമാണ് നമ്മുടെ ഹൃദയമൊക്കെ. നമ്മുടെ സൃഷ്ടിപ്പ് അങ്ങനെയാണ്. ഭാരം ചുമന്നുകൊണ്ടാണ് നമ്മളൊക്കെ മോഹമുണ്ട്, കുറുവിൻ്റെ മോഹമൊക്കെ ആയിട്ട് ചിലപ്പോൾ നമ്മൾ കാണില്ലേ, അല്ലേ? അങ്ങനെയൊന്നുമില്ല. മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് നിർമ്മലമാണ്, നിഷ്കളങ്കമാണ്. പക്ഷേ നമ്മൾ ഈ ഭാരമൊക്കെ ചുമന്ന് ആവലാതി നടക്കുമ്പോഴാണ് നമ്മുടെ മുഖങ്ങളൊക്കെ വികൃതമായി, അല്ലേ, കൈയൊക്കെ വിറച്ച് ചുണ്ടൊക്കെ തടിച്ച്, അല്ലേ, കണ്ണൊക്കെ ഉരുളൊക്കെ വരുന്നത് ദൈവഹിതമില്ലാത്ത പലതും നമ്മുടെ ജീവിതത്തിൽ കയറി വരുന്നത് കൊണ്ടാണ്. എന്ന് പറയട്ടെ, അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുത്. നാളത്തെ ദിവസം തനിക്കായി വിചാരപ്പെടുമല്ലോ, അതത് ദിവസത്തിന് അന്നുള്ള ദോഷം മതി. അതിനെക്കുറിച്ച് അല്പമായി പിന്നീട് സംസാരിക്കും. രണ്ടാമത്, ആകുലത തികച്ചും നിഷ്പ്രയോജനമാണ്. നമ്മൾ എത്ര ഭാരപ്പെട്ടാലും എത്ര ആകുല ചിന്തകൾ കടന്നു വന്നാലും ഇതെല്ലാം ഒന്നുപോലും നമുക്കത് എന്തില്ല, പ്രയോജനം കൊണ്ടുവരുന്നില്ല. നമുക്ക് ആദ്യ പിടിച്ചാൽ പ്രയോജനം വരുമോ? ഇല്ലേ? നിങ്ങളുടെ ജീവിതത്തിൽ മക്കളെക്കുറിച്ച് ആദ്യ പിടിച്ചാൽ പ്രയോജനം വരുമോ? ഇല്ലെന്ന് പറഞ്ഞാലും നമ്മൾ പുറത്തേക്ക് ഇറങ്ങി അത് തന്നെയാണ്. മക്കളെ കാണുമ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ ഹൃദയത്തിൽ ആദ്യം ഓടി വരുന്നത്, അല്ലേ? ഇന്ന് ജോലിക്ക് പോയില്ല, ശമ്പളം കുറയൊന്നും, അപ്പം തന്നെ ഓടി നമ്മുടെ അകത്തേക്ക് വരും. എന്തുമാകട്ടെ, എത്ര പറഞ്ഞാലും നമുക്ക് പോലും ഉൾക്കൊള്ളാൻ കഴിയത്തില്ല. എന്ന് ആലോചിച്ച് നോക്കിയേ. അതാണ് മനുഷ്യൻ ഉടഞ്ഞുപോയി, പാപത്താൽ തകർന്നു പോയ മനുഷ്യനാണ് നമ്മുടെ ഹൃദയമൊക്കെ. അതിനൊക്കെ റീ എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കണമെങ്കിൽ എന്തുമാത്രം നമ്മൾ കർത്താവ് കരഞ്ഞപേക്ഷിക്കണം. സൺഡേ കഷത്തിൽ ബൈബിൾ വെച്ചിട്ട് നടക്കും ഇതൊക്കെ. മിണ്ടുന്നില്ല നിങ്ങൾ. അതുകൊണ്ടാ ഓരോ ദിവസവും അന്ന് അവൻ്റെ രാജ്യം, ഓരോ നിമിഷവും അവൻ്റെ രാജ്യത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും അന്വേഷിക്കുക കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത്, അല്ലേ? അപ്പോൾ ആകുലത തികച്ചും നിഷ്പ്രയോജനമാണെന്ന് വാക്യം 27 പറയുന്നു. വിചാരപ്പെടുന്നതിനാൽ തൻ്റെ മുഴത്തോട് 1 മുഴം കൂട്ടുവാൻ നിങ്ങൾ ആർക്ക് കഴിയും? ഒരു ഇച്ചിരി പോലും കൂട്ടുവാൻ നമ്മൾ വിചാരപ്പെട്ടതുകൊണ്ട് കഴിയുമോ? ഇല്ലേ? ഞാൻ വീട്ടിൽ നിന്ന് ആദ്യ പിടിച്ചിരുന്നാൽ നമ്മുടെ ജീവിതത്തിൽ അത് മാറിപ്പോകുമോ? അല്ലേ? ഇതെല്ലാം നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ ദൈവം നമ്മളെ അവൻ്റെ പിതാവ് മക്കളെ നോക്കുന്ന പോലെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല, വിശ്വസിക്കാൻ കഴിയുന്നില്ല. നമുക്കത് ആണോ അല്ലയോ? നമുക്കത് നമ്മുടെ ഈ പൊട്ട ബുദ്ധി എന്ന് പറയുന്ന സാധനം വളരെ നമ്മുടെ ചിന്തകളൊക്കെ കറങ്ങിക്കളയും നമ്മുടെ മനസ്സെന്ന് പറയുന്നത്.
അപ്പം അതുകൊണ്ട് രണ്ടാമത്തെ കാര്യം, നമ്മുടെ ആകുല ചിന്തകൾ ഒന്നുകൊണ്ടുപോലും നമുക്ക് ഒരു ഗുണവുമില്ല. ഒരു മുഴം പോലും കൂട്ടുവാൻ, നമ്മുടെ പ്രശ്നങ്ങളെ മാറ്റുവാൻ അതിന് കഴിയത്തില്ല എന്ന കാര്യം നമ്മളെ പഠിപ്പിക്കുക. അങ്ങനെയെങ്കിൽ നമുക്ക് ഭാരം ചുമക്കാൻ നമുക്ക് കഴിയും. നമുക്ക് കഴിയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. എന്ന് പറഞ്ഞാലും നമ്മൾ ഭാരം ചുമക്കുന്ന ആളാണ്, അല്ലേ? എന്ന് പറഞ്ഞാലും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും, ആണല്ലയോ? എത്രമാത്രം നമ്മൾ ദൈവസ്ഥാനിൽ ദൈവത്തോട് നിലവിളിക്കേണ്ടതുണ്ട്. ഇതൊക്കെ മാറി ഒരു യഥാർത്ഥർക്ക് നല്ലൊരു മനുഷ്യപുത്രൻ ഭൂമിയിൽ എങ്ങനെ ജീവിക്കണമെന്ന് കർത്താവ് കാണിച്ചു തന്നു. അതുപോലെ നമുക്ക് ജീവിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുമെന്ന് വേദപുസ്തകം പഠിപ്പിക്കുക. പക്ഷേ ആ മനുഷ്യപുത്രൻ ജീവിച്ചതുപോലെ നല്ലൊരു മനുഷ്യനായി. ഇന്ന് ലോകത്ത് നല്ലൊരു മനുഷ്യനില്ല കേട്ടോ. ഇന്ന് ലോകത്തിൽ ഒറ്റ മനുഷ്യൻ നല്ല മനുഷ്യനില്ല. അതുകൊണ്ട് റോമർ 3:4 പറയുന്നു, സകല മനുഷ്യനും ഭോഷ്ക് പറയുന്നവർ ദൈവമോ സത്യവാൻ. നമ്മൾ ഈ വചനം പഠിക്കുന്നത് ആ മനുഷ്യനായി മാറാൻ വേണ്ടി, നല്ല മനുഷ്യനായി മാറാൻ വേണ്ടിയാണ്. അങ്ങനെയല്ലേ? നല്ല മനുഷ്യൻ, നിങ്ങൾ നല്ല മനുഷ്യന്മാരാണോ? ആണെങ്കിൽ സ്തോത്രം, രക്ഷപ്പെട്ടു അല്ലേ? അപ്പോൾ എന്തുമാകട്ടെ, മൂന്നാമത്തെ കാര്യം, ആകുലത വിശ്വാസിയെ അവിശ്വാസിയാക്കി മാറ്റുന്നു. നമ്മുടെ ജീവിതത്തിൽ ആകുലത അല്ലെങ്കിൽ ഭാരമൊക്കെ വരികയാണെങ്കിൽ, അവിശ്വാസം കടന്നു വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ആകുലത വിശ്വാസിയെ അവിശ്വാസിയാക്കി മാറ്റുന്നു. വാക്യം 32, ഈ വക ഒക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ഉടുക്കുമെന്ന് ജാതികൾ അന്വേഷിക്കുന്നു. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നുവല്ലോ. നമ്മുടെ ജീവിതത്തിൽ നോക്കിയേ, ഇപ്പോൾ നമ്മളൊക്കെ ഭൂരിഭാഗം ആൾക്കാരും മക്കളുള്ള ആൾക്കാരാണ്, പാരൻസ് നമ്മളിവിടെ എല്ലാവരും ഇരിക്കുന്നത്. നോക്കിയേ, നമ്മുടെ കുഞ്ഞുങ്ങൾ പെറ്റിട്ട ശേഷം നമ്മൾ അവരെ നോക്കാതെ പോയിട്ടുണ്ടോ? ഇല്ല. ആ കയ്യിലേക്ക് തരുമ്പോൾ ആരാ ഇതിലേക്ക് പറഞ്ഞത്? ഞാൻ കൊണ്ടു നടക്കും, ആർക്കും കൊടുക്കത്തില്ല. പണ്ട് എൻ്റെ വൈഫ് അമ്പാടി ജനിച്ചു കഴിഞ്ഞപ്പോഴല്ലോ, അമ്പാടി ജനിച്ചു കഴിഞ്ഞപ്പോൾ വയറ്റിലെ ഇന്നും എൻ്റെ അമ്മയൊക്കെ പറയും, ആ വയറ്റിലെ ജംഗ്ഷൻ വെച്ച് വണ്ടി വന്നപ്പോൾ കയറാൻ വേണ്ടി എവിടെ പണ്ടൊക്കെ ആ കാലഘട്ടം, അമ്പലത്തിൽ പോകുന്ന കാലഘട്ടത്തിലേക്ക് പോകുമ്പോൾ ഈ സാരി പൊക്കി വണ്ടി കയറാൻ വേണ്ടി പറ്റാതെ വന്നപ്പോൾ ഈ കുഞ്ഞിന് കൈമാറാൻ പറഞ്ഞിട്ട് ദേവി കൊടുത്തില്ല കുഞ്ഞിന്. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? ഇത് മക്കളെക്കുറിച്ചുള്ള ആകുലത. ഞാൻ എന്ത് വാങ്ങട്ടെ? അങ്ങനെ ഒരു കുഞ്ഞിനെ ആ അമ്മമാർ നോക്കുന്നുവെങ്കിൽ, പാരൻസ് നോക്കുന്നുവെങ്കിൽ, ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ഭൂമിയിലെ മനുഷ്യർ അത്രമാത്രമാണ് കുഞ്ഞുങ്ങളെ നോക്കുന്നത്, അല്ലേ? പുറകിലൊക്കെ നോക്കിയാൽ മതി കുഞ്ഞുങ്ങളെ എങ്ങനെയൊക്കെയാണ് നോക്കുന്നത്. ഒന്ന് കണ്ടില്ലെങ്കിൽ ഒറ്റയാതിയെ നമുക്ക്. അങ്ങനെയെങ്കിൽ, അങ്ങനെയല്ലേ നിങ്ങൾ? ആണോ ഇല്ലയോ? അതെ, പാരൻസാണ് കൂടുതൽ ഇവിടെ ഇരിക്കുന്നത്. അങ്ങനെയെങ്കിൽ എൻ്റെ സ്വർഗത്തിലെ പിതാവ് എന്നെ നോക്കുകയില്ലേ? നമ്മുടെ ചോദ്യം അതാ. ഈ വകയൊക്കെ ജാതികൾ അന്വേഷിക്കുന്നു, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്നറിയുന്നില്ലയോ? നമ്മുടെ ജീവിതത്തിൽ ഓരോ ചെറിയ കാര്യങ്ങൾ പോലും നമ്മുടെ വിചാരം, നമുക്ക് ഈ പ്രായപൂർത്തിയായ ആൾക്കാരാണല്ലോ, നമ്മളൊക്കെ ഈ ആദാമിൻ്റെ മക്കളാണല്ലോ, നമുക്ക് എന്തെങ്കിലും ചെയ്താലേ നമുക്ക് തൃപ്തി വരത്തുള്ളൂ. ഇത് പണ്ടേയുള്ള സ്വഭാവം, നമ്മുടെ എന്താ പറയല്ലേ, പണ്ടേയുള്ള സ്വഭാവം നമ്മുടെ സ്വഭാവമോ. ആ പാപത്തിൽ വീണ മനുഷ്യൻ ആദവും ഹവ്വയും, അവർ 2 മക്കൾ ദൈവസ്ഥലിൽ കടന്നു വരുമ്പോൾ പോലും കയ്യിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ടാണ് വരുന്നത്, ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി, അല്ലേ? കായീനും ഹാബേലൊക്കെ ദൈവത്തെ എന്തെങ്കിലും ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരാ നല്ല ശതമാനം മനുഷ്യർ. അത് തന്നെയാണ്, നമുക്ക് ദൈവം തരുമെന്ന് പറഞ്ഞത് വിശ്വസിക്കാൻ കഴിയില്ല നമുക്ക്. പക്ഷേ അത് ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഹല്ലേലൂയ. കർത്താവ് നമ്മെ, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നു. ഒരു മനുഷ്യൻ നോക്കുന്നതിനേക്കാൾ, എൻ്റെ മക്കളെ ഞാൻ നോക്കുന്നതിനേക്കാൾ അപ്പുറമായിട്ട് എൻ്റെ സ്വർഗീയ പിതാവ് നോക്കില്ലേ? അവൻ എൻ്റെയും നോക്കില്ലേ? പക്ഷേ നമുക്കൊരിക്കൽ പോലും ഈ വചനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പോലും നമ്മുടെ പൊട്ട ബുദ്ധി, നമ്മുടെ മനസ്സമ്മയെ സമ്മതിക്കത്തില്ല. അകത്ത് കേൾക്കുന്നുണ്ട് ഒക്കെ തലേക്കാട്ട് നമ്മൾ, അല്ലേ, എല്ലാം സമ്മതിക്കും. പക്ഷേ നമ്മൾ കാര്യത്തിലേക്ക് അടുത്ത് വരുമ്പോൾ നമ്മുടെ തനി കുണം കാണിക്കുന്നു പറഞ്ഞു, അല്ലേ? നമ്മൾ പണ്ട് നാട്ടുകാർ തനി കുണം കാണിക്കുന്നു, നമ്മൾ അപ്പം പറയും, ബുദ്ധിയെ പറയത്തുള്ളൂ. എന്താ മിണ്ടാതിരിക്കുന്നത്? ഭാരം ചുമക്കാനുള്ള നമ്മൾ അതിനു വേണ്ടി വ്യഗ്രത കാണിക്കുക. ഇത് ഭാരം കളയാനല്ല നമ്മൾ വ്യഗ്രത കാണിക്കുന്നത്, ഭാരം ചുമക്കാൻ വേണ്ടിയാണ്. ഞാൻ പണ്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, പണ്ടൊക്കെ കടം വേണ്ട, പൈസ വേണ്ട, കർത്താവിലേക്ക് വന്നിട്ട് പോലും, പണ്ടൊക്കെ ഞാൻ വിശ്വാസത്തിൽ വരുന്നതിന് മുമ്പേ കടങ്ങൾ ഇഷ്ടം പോലെയാണ്. അവിടെ നിന്ന് മേടിച്ച് ഇവിടെ കൊടുക്കുന്നു, ഇവിടെ നിന്ന് മേടിച്ച്, നല്ല രസമുള്ള ജാതി ജീവിതമായിരുന്നു, അല്ലേ? കാരണം എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടണമല്ലോ നമ്മൾ. പക്ഷേ വിശ്വാസി വന്ന ശേഷം ആ ടേസ്റ്റ് വായിന്ന് പോയില്ല. ഒരാവശ്യമില്ല, കർത്താവ് നല്ല സമൃദ്ധിയെ നടത്തും, എല്ലാം ആവശ്യം പോലെ നടത്തുന്നുണ്ട്. എന്നാലും പോയിട്ട് ഒരു 10 ലക്ഷം ലോൺ എടുത്ത് പോയിട്ട് വെറുതെ പോയെടുത്തതാ. എടുത്ത് അതൊരു വല്ലാത്ത എടുപ്പായിപ്പോയി. എന്നെ വല്ലാതെ കുഴപ്പിച്ച് കളഞ്ഞു എനിക്ക്. കാരണം എനിക്ക് ആവശ്യമില്ല, അറിയാം, എല്ലാം അറിയാം, ഞാൻ അന്നും ഇത് പ്രസംഗിക്കുന്ന ആളാണ്. പക്ഷേ അറിയാതെ വേണ്ട, എന്നാലും ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ചുമ്മാ പോയി എടുത്തതാ. കാരണം നമുക്ക് ഇത്തിരി കടമില്ല നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ഇച്ചിരി കടമൊക്കെ വേണം നമുക്ക്. തീർന്ന അടുത്ത് പോയി എടുത്തിരിക്കും നമ്മൾ.
അത് ഇതൊക്കെ സ്വയം വേദപുസ്തകം പഠിപ്പിക്കുന്ന പിതാവ് ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നു. പക്ഷേ എന്നാലും നമ്മൾക്ക് ആ ഭാരം ചുമക്കാന്നുള്ളത് നമുക്കൊരു വ്യഗ്രതയുണ്ട്. അതുകൊണ്ട് ഒരു കാര്യം അവർക്ക് ഇത്രയും വലിയ വാക്തത്വം നമുക്കുണ്ടെങ്കിലും ഈ വകയൊക്കെ ജാതികൾ അന്വേഷിക്കുന്ന കർത്താവ് പറയുക. അതുകൊണ്ട് അതിൽ വിശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ ഇന്ന് അവിശ്വാസി തന്നെയാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. ബാക്കി എല്ലാ മേഖലയും വിശ്വാസിയായിരിക്കാം, പക്ഷേ ഈ മേഖലയിൽ നമ്മളിന്നും ആരാ? അവിശ്വാസിയ. 99.99% ആൾക്കാരും ഈ മേഖലയിൽ, ഞാൻ അങ്ങനെ തന്നെ പറയും, ഈ മേഖലയിൽ ആരാന്നറിയാമോ? അവിശ്വാസികൾ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വിഷയം ഇതാണ്, എന്തുകൊണ്ടൊരു വിശ്വാസി ആകുലപ്പെടേണ്ടതില്ല എന്ന് 5 കാരണങ്ങൾ പറയുന്നതിൽ 3ാമത്തെ കാര്യമാണ് നമ്മൾ വായിച്ചു കേൾപ്പിച്ചത്. 4, ആകുലത ദൈവത്തിന് അപമാനം വരുത്തുന്നു. ഇല്ലേ? ആകുലത ദൈവത്തിന് എന്ത് വരുത്തുകയാണ്? അപമാനം വരുത്തുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ആകുലങ്ങളായി കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഓരോ ദിവസം ആകുലം വന്നാൽ നമ്മുടെ എന്താ വെളിപ്പെട്ട് വരുന്നത്? ഭാരം, ആകുലത, വിചാരങ്ങൾ എൻ്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ എൻ്റെ വായിൽ കൂടെ എന്താ പുറത്തു വരുന്നത്? അവിശ്വാസത്തിൻ്റെ വാക്കുകളായിരിക്കും, ഭാരത്തിൻ്റെ വാക്ക്. മറ്റുള്ളവർക്ക് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമുണ്ട്, ഈ അകത്ത് സൗഖ്യം പ്രാപിക്കാതെ മിനിസ്ട്രിയിലേക്ക് ഇറങ്ങിയാൽ അത് പാട്ട് പാടുമ്പോഴറിയേ. ഞങ്ങൾക്കൊരു പാട്ട് സഹോദരി ഉണ്ട് ഞങ്ങളുടെ ചർച്ചിൽ, പണ്ട് അവിടെ വനം ചേച്ചി എന്ന് പറഞ്ഞ ചേച്ചി ഉണ്ട് ഞങ്ങളുടെ. അടിപൊളി പാട്ട് പാടി. എന്നാൽ എങ്ങനെ അടിപൊളി പാട്ട് പറഞ്ഞാൽ, എൻ്റെ ദൈവം വാനിൽ വരുമേ എന്നൊക്കെ പറഞ്ഞ പാട്ട് നല്ല അടിപൊളി പാട്ടാണ്, നല്ല സന്തോഷ് ആനന്ദ് തുള്ളിച്ചടാൻ പറ്റിയ പാട്ടാണ്. അപ്പോൾ ആ പാട്ട് പുള്ളിക്കാരത്തി പാടിയാൽ എൻ്റെ ദൈവം വാനി, അങ്ങനെ ആ സങ്കടപ്പെട്ടോ പാടത്തുള്ള പുള്ളിക്കാരി അല്ലേ? ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഏത് പാട്ട് പാടിയാലും സങ്കടത്തോടായിരിക്കും. അതിനർത്ഥം ഒന്നേ ഉള്ളൂ, അകത്തു മുഴുവൻ സങ്കടങ്ങളാണ്, ഈ ഭാരങ്ങളാണ്, ആകുലതകളാണ്. ഈ ചില ദിവാസന്മാരൊക്കെ അവർ മിനിസ്ട്രി വഴി അവർ പ്രസംഗിക്കുമ്പോൾ മുഴുവൻ സങ്കടത്തിലെ വാക്കുകൾ, അങ്ങനത്തെ വചനങ്ങളെ പ്രസംഗിക്കത്തുള്ളൂ. പാട്ട് പാടുമ്പോൾ എടുക്കുന്ന മുഴുവൻ ആ പാട്ടായിരിക്കുള്ളൂ. ഒന്നും മിണ്ടുന്നില്ല നിങ്ങൾ, കാരണം അകത്തുള്ള പ്രശ്നമാണിത്. ഞാൻ എന്തുമാകട്ടെ, നമ്മുടെ വിഷയം വിട്ടു പോകുന്നു. അപ്പോൾ ആകുലത ദൈവത്തിന് അപമാനം വരുത്താനിടയുണ്ട്. നമ്മളറിയില്ല ഒക്കെ നടക്കുന്നു, പക്ഷേ കർത്താവ് നമ്മളെ എന്താ പറയുക, ആ വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയുവാനും വിശ്വാസത്തിൻ്റെ ജീവിതം ജീവിക്കുവാനും വേണ്ടി വിളിച്ചിട്ട് ഈ ആകുലതകൾ, ഈ പറഞ്ഞ ഭാരങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോൾ തീർച്ചയായും അത് ദൈവത്തിന് മാനമല്ല, അപമാനമായിരിക്കും. ഹല്ലേലൂയ. പറഞ്ഞത് വലിയ ഇമ്പോർട്ടൻ്റ് വിഷയമാണ്. നമ്മുടെ വാക്കുകളെ സൂക്ഷിക്കണം. എൻ്റെ സഹോദരന്മാരോട് പറയുന്ന വാക്കുകൾ. ഹല്ലേലൂയ. ഞാൻ ഈ ദിവസം എനിക്ക് പറ്റിയൊരു വലിയ പരാജയം, അറിയാതെ വായിന്ന് വീടുപോയി. ഒരു സിസ്റ്റർ കഴിഞ്ഞ 2 ആഴ്ചക്ക് മുമ്പാണ്, കുറച്ച് നാളുകളായിട്ട് നമ്മുടെ താഴെ സർവീസിൽ വരുന്ന പുള്ളിക്കാരി വരാറില്ല, കുറച്ച് നാളുകളായിട്ട് വരാറില്ലായിരുന്നു. ഈ ഇടയ്ക്ക് വന്നപ്പോൾ കണ്ടപ്പോൾ പാസ്റ്ററെ ഞാനൊന്ന് വീണ് നടുവ് ആകെ വീണിട്ട് ഡാമേജ് ആയിട്ടിരിക്കുക. കുഴപ്പമില്ല, പുള്ളിക്കാരത്തിൽ സൗഖ്യമായി വന്നിരിക്കുക. അപ്പോൾ എടുത്ത് വായിക്കും. ഞാനപ്പോൾ ഞങ്ങൾക്ക് ഇടയ്ക്ക് ഇങ്ങനെ പറയുന്നതുകൊണ്ട് അറിയാതെ വായിന്ന് പോയി. എൻ്റെ ഭാര്യയ്ക്ക് ഇതൊക്കെ തന്നെയാണ്, എൻ്റെ ഭാര്യയ്ക്ക് നടുവേനെ കിടക്കുക, എല്ലാവരും ഇതൊക്കെ തന്നെയാണ്. നീ ചുമ്മാ പറയാൻ പോയി, ഒരു സൗഖ്യത്തിൻ്റെ വാക്കോ ഒരു വിശ്വാസ വാക്കോ പറയാൻ ഓർത്തില്ല. ഇന്ന് എൻ്റെ ഹൃദയത്തിൽ ആ മുറിവായി കിടക്കുക. എപ്പോഴും ഞാൻ ഓർക്കുക, കർത്താവ് പരിശുദ്ധം ഓർപ്പിച്ച് തരിക. നമ്മൾ വാക്ക് പറയാൻ വിട്ടുപോയി. നമ്മൾ തമാശ ജസ്റ്റ് ആരൊക്കെയോ തമാശ പറഞ്ഞിട്ട് കൂടുതൽ പറഞ്ഞു പോയതാ, വായിന്ന് വീണും പോയി. ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പോൾ ഇതൊക്കെ എന്തുമാകട്ടെ, ഞാൻ പറഞ്ഞതൊക്കെ ദൈവത്തിന് അപമാനം വരുത്താൻ ഇടയുണ്ട് നമ്മുടെ ജീവിതം. വാക്കുകളൊക്കെ പലപ്പോഴും വാക്കുകളൊക്കെ നിരാശയുടെയും ദുഃഖത്തിൻ്റെയും വാക്കുകളാണെങ്കിൽ അത് ദൈവത്തിന് മാനമല്ല, അപമാനം വരുത്തും അല്ലേ? കർത്താവ് യോഹന്നാൻ 14:1 പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തെ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിക്കിൻ. പക്ഷേ ഈ വാക്കുകളൊക്കെ നമുക്ക് പലപ്പോഴും വിശ്വസിക്കാൻ അല്പം ബുദ്ധിമുട്ടാണ്. കർത്താവ് പറഞ്ഞ വാക്കുകളൊക്കെ ഇല്ലെങ്കിൽ ഹൃദയം കലങ്ങിപ്പോകാനിടയുണ്ട്. നമുക്ക് ഹൃദയം കലങ്ങിപ്പോയാൽ പിന്നെ നമ്മൾ എന്ത് പറയുന്നു എന്ന് നമുക്ക് മനസ്സിലാകത്തില്ല. നാം പറയുന്ന വാക്കുകൾ പോലും വേറെ എന്തൊക്കെ ആയിരിക്കും. ഹല്ലേലൂയ. വേറെ പല കാര്യങ്ങളും നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ കടന്നു വരുന്നത്. ഫിലിപ്പിലെ 4 മുതൽ 7 വരെ പഠിക്കുമ്പോൾ കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ പിന്നെയും പറയുന്നു, നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ, കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു, ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടരുത്. ഇവിടെയൊക്കെ പറയുന്നത് മുഴുവനും ഇതെല്ലാം പഠിച്ചതിനെക്കുറിച്ച് പണ്ട് പഠിച്ചതാണ്. ഇതെല്ലാം പറയുന്നത് മുഴുവനും ഭാവിയെക്കുറിച്ച് ദർശനമില്ലെങ്കിൽ നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ഹൃദയത്തിൽ ഈ ഭാരം കടന്നു വരും. ഭാവിയെക്കുറിച്ച്, നമ്മുടെ ഈ ലോക ഭാവിയല്ല, വരാനിരിക്കുന്ന ഭാവി ലോകത്തെക്കുറിച്ച്, നിത്യതയെക്കുറിച്ച്, ദൈവരാജ്യത്തെക്കുറിച്ച് ഒരു വെളിപ്പാടില്ലെങ്കിൽ ഞാൻ പറയാം, ഈ ലോകത്തിൽ നമുക്ക് എന്നും ഭാരമായിരിക്കും, ആകുലതയായിരിക്കും, നിരാശയായിരിക്കും, വിചാരങ്ങളായിരിക്കും നമ്മുടെ ജീവിതത്തിൽ. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലായോ? ഇതിന് പനിക്കും ഡോളോ, തലവേദനയ്ക്കും ഡോളോ, വയറുവേദനയ്ക്കും ഡോളോ അല്ലേ, എന്തിനും ഡോളോ മതി. ഏത് സൗഖ്യത്തിനും ഏതിനും ഒരൊറ്റ മരുന്നേ ഉള്ളൂ വേദപുസ്തകത്തിൽ.
ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? എന്നാൽ അടുത്ത മാസം മുതൽ നമ്മൾ വേറെ ഒരുപാട് മരുന്നുകൾ തരും, ആൻറ്റിബയോട്ടിക് തരും, മറ്റു തരും, അല്ലേ, ഒരുപാട് തരും, അത് വേറെ കാര്യം. പക്ഷേ ഞാൻ പഠിച്ചിടത്തോളം ഞാൻ ഒറ്റ വാക്ക് പറയാം, ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നമുക്ക് ദൈവം തരാമെന്ന് പറഞ്ഞ വാഗ്ദത്തങ്ങളില്ലേ ഉയരത്തിലേ, അതെൻ്റെ ഹൃദയത്തിൽ വീണാൽ, അതിനെക്കുറിച്ച് ദർശനം വീണാൽ, ഈ ആകുലകളൊന്നും ആകുലമല്ല നമ്മുടെ ജീവിതത്തിലേക്ക്. ഹല്ലേലൂയ. അവൻ നമ്മെക്കുറിച്ച് പറയുന്നത് ഞാനാണെന്ന് അങ്ങ് സമ്മതിച്ചാൽ മതി. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഒരൊറ്റ ഗുളിക മതി, ഒരൊറ്റ ഡോള മതി എല്ലാ അസുഖത്തിനും ഈ വേദവസ്ഥ. പക്ഷേ വരും ദിവസങ്ങളിൽ നമ്മൾ അതിനെക്കുറിച്ച് ആഴമായി പഠിക്കുമ്പോൾ വ്യത്യസ്തമായ മരുന്നുകളൊക്കെ നമ്മളിവിടെ തരും. അതിനുള്ള ഇഞ്ചക്ഷൻ വേണമെങ്കിൽ ഇഞ്ചക്ഷൻ തരും, അല്ലേ? എന്താ ഒന്നും ഉണ്ടായിരിക്കുന്നത്? ഇഞ്ചക്ഷൻ ആണെങ്കിൽ ഇവിടെ കുത്തുന്നത്, അത് ചോദിച്ചല്ലേ, ഇഞ്ചക്ഷൻ ആണെങ്കിൽ ഇവിടെ കുത്തുന്നതല്ലേ, അവിടെ കുത്തണില്ല. എന്തുമാകട്ടെ. അപ്പോൾ അതുകൊണ്ട് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെട്ടത്. അഞ്ചാമത്തെ കാര്യം പഠിക്കാൻ പോകുന്നത്, നമ്മെ പരിപാലിക്കുവാനും ആവശ്യങ്ങളെ നൽകുവാനും ഒരു സ്വർഗീയ പിതാവ് നമുക്ക് ഉണ്ടെന്നുള്ള വെളിപ്പാടാണ്. മനസ്സായോ? എന്തുകൊണ്ടാണ് ആകുലപ്പെടരുതെന്ന് പറയാൻ കാരണം നാം പഠിച്ചുകൊണ്ടിരിക്കുക, അല്ലേ? അതിൽ അഞ്ചാമത്തെ കാര്യം പറയുന്നു, നമ്മെ പരിപാലിക്കുവാൻ, നമ്മുടെ ആവശ്യങ്ങളെ കൂടെ ഇരിക്കുവാൻ, അല്ലേ, ആവശ്യങ്ങളെ നൽകുവാൻ ഒരു നല്ല സ്വർഗീയ പിതാവ് നമുക്കുണ്ട്. കാണാൻ കഴിയാത്ത, വിശ്വാസത്താൽ മാത്രം കാണുന്ന, അല്ലേ, എന്നാൽ തൊട്ടനുഭവിക്കാൻ കഴിയുന്ന ദൈവ സാന്നിധ്യമൊക്കെ നമുക്ക് ഉണ്ടെന്ന കാര്യം നമ്മൾ മറന്നു പോകരുത്. ഉണ്ടോ ഇല്ലയോ? ആരാധിക്കുമ്പോഴൊക്കെ നമ്മൾ അറിയാറുണ്ട്, പക്ഷേ ആരാധിക്കുമ്പോൾ മാത്രമല്ല, അല്ലേ, എന്താ പറയുക, നമ്മൾക്ക് ആത്മീയ കൂട്ടായ്മ കൂടുമ്പോൾ മാത്രമല്ല, പ്രതിസന്ധികളുടെ നടുവിലും, ജോലിയിലും, കുടുംബജീവിതത്തിലും, കഷ്ടങ്ങളുടെ നടുവിലും, രോഗത്തിൻ്റെ നടുവിലും ആ സാന്നിധ്യം തൊട്ടനുഭവിക്കാൻ കഴിയണം നമുക്ക്. കഷ്ടം വരുമ്പോൾ പിന്നെ കർത്താവ് നമ്മുടെ കൂടെ ഇല്ല. നീ എവിടെയാണ് കർത്താവ് എന്ന് നമ്മൾ ചോദിച്ചു കളയും. എല്ലാവരും അങ്ങനെ തന്നെ കേട്ടോ, അല്ലേ? കഷ്ടം വന്നാൽ കർത്താവ് എന്നാൽ ഇന്നിപ്പോൾ ആരാധന സമയത്ത് കർത്താവ് എവിടെ ആരെങ്കിലും ചോദിക്കുക, നമുക്കറിയാം നമ്മുടെ പ്രാണൻ അവനോട് പറ്റിയിരിക്കുക, ആത്മാവ് അവനോട് പറ്റിച്ചേർന്നിരിക്കുക, നമുക്കറിയാം. പക്ഷേ കഷ്ടങ്ങൾ, ദുഃഖങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ വിചാരിക്കുക പിശാച് കൊണ്ടുവന്നതാണെന്ന്. അല്ല, ദൈവമാണ് അനുവദിക്കുന്നത്. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ഒരു ഭക്തൻ, ഒരു വിശ്വാസി, ഒരു ദൈവത്തിൻ്റെ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ എന്നും കടന്നു വരുന്നത് പിശാച് കൊണ്ടുവരുന്നതല്ല. ആഴങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അത് ഒരു ആഴങ്ങളൊക്കെ പഠിക്കുമ്പോൾ അത് പിശാച് കൊണ്ടുവരാൻ നമുക്കറിയാൻ കഴിയും. ആഴങ്ങളൊക്കെ പഠിക്കുമ്പോൾ എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ദൈവം അനുവദിക്കുന്നതുകൊണ്ടാണ്. യോബിൻ്റെ ജീവിതത്തിലൊക്കെ ദൈവം അനുവദിക്കുക അതൊക്കെ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? നമ്മളെ ശുദ്ധീകരിപ്പാൻ ദൈവം പിശാചിനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പൗലോസിനും കൊടുത്തു, അല്ലേ? ആരെയാ? ശൂലമല്ല, പൗലോസ് ദൈവം ശൂല കൊടുത്തിട്ടില്ല. നിങ്ങൾ മര്യാദക്ക് പറ, കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം, എനിക്കും അറിയാം. നിങ്ങൾ എന്താ പറയാൻ ഉദ്ദേശിച്ചത് എനിക്കറിയാം, നമുക്ക് രണ്ടുപേർക്കും അറിയാം. എന്നാൽ വളഞ്ഞ വഴി വേണ്ട, നേരെ വാ, അങ്ങനെ പറ. സാത്താനെ കൊടുത്തത് പൗലോസിന് ഈ ശൂലെന്നൊക്കെ പറഞ്ഞ് നമ്മൾ വലിയ പുള്ളിയാ, അല്ലേ? സാത്താനെ കൊടുത്തത്. ചില സമയങ്ങളിൽ ദൈവം നമ്മളെ ഉപയോഗിക്കുന്നത് പോലെയൊക്കെ അവൻ്റെ ജഡസംഹാരത്തിന് വേണ്ടി സാത്താനെ വിട്ടുകൊടുക്ക്. അവൻ കയറി ഒന്ന് അമ്മാനം ആടുമ്പോൾ ജഡമൊക്കെ ഉടഞ്ഞു കഴിയുമ്പോൾ നേരെ വരും, കർത്താവേ, അല്ലെ പാസ്റ്ററെ, അല്ലേ കർത്താവെന്ന് വിളിച്ചപ്പോൾ വന്നോളൂ, അല്ലേ? ഒന്നും മിണ്ടുന്നില്ല നിങ്ങൾ. അപ്പോൾ അതുകൊണ്ട് നമ്മെ പരിപാലിക്കുവാനും ആവശ്യങ്ങൾ നൽകുവാനും നല്ലൊരു പിതാവ് നമുക്കുണ്ട്. വാക്യം 30-33. ഇന്നുള്ളതും നാളെ അടുപ്പിൽ ഇടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ചമയിക്കുന്നുവെങ്കിൽ അല്പവിശ്വാസിയെ നിങ്ങളെ എത്ര അധികം. നോക്കിയേ, ഒരു വയലിലെ പുൽച്ചെടി എടുത്തിട്ട് വിളിച്ച് കർത്താവ് പറയാം, നമ്മളെ ഉപമയ്ക്ക് നമ്മൾ പറയുക ഇത്രയ്ക്കും ബോധമില്ലെന്നാണ് ചോദിക്കുന്നത്. നമ്മൾ വിചാരിക്കും അംബാനിയായിട്ട് തൊഴിലും ചെയ്ത് നോക്കാം നമുക്ക്, അല്ലേ? നമ്മളങ്ങനെയൊക്കെ കർത്താവ് ഞങ്ങൾ അംബാനിയുമായി തൊഴിൽ ചെയ്യുമ്പോൾ ഞങ്ങൾക്കില്ല. കർത്താവ് എടുത്ത് കാണിക്കുന്നത് ഒരു പുല്ല് ഇന്ന് മുളച്ച് നാളെ വാടിപ്പോകുന്ന, അല്ലേ, വെറും തീ കിളയാവുന്നൊരു പുല്ല് എടുത്ത് വെച്ചിട്ട് പറയുക, എന്താ, നാളെ അടുപ്പിലിടുന്ന, ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ വയലിലെ ചെറിയൊരു പുല്ലും കഷത്തെ വെച്ചിട്ട് പറയുക അല്പവിശ്വാസം നമ്മളെ വിളിക്കുന്നത്. എന്തേലും മിണ്ടാതിരിക്കുന്നത് നിങ്ങൾ? ഞാൻ പറഞ്ഞില്ല, കർത്താവ് പറഞ്ഞതാ, അല്ലേ? അപ്പോൾ ഒരു ചെറിയ പുല്ലിൻ്റെ അത്രം പോലും നമുക്ക് ഒരു ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും, പുല്ലിന് വളരുന്ന ജീവൻ മാത്രമേ ഉള്ളൂ, അല്ലേ? മൃഗങ്ങൾക്ക് വളർന്ന ജീവനും ദേഹി ജീവനുമുണ്ട്. നമുക്ക് വളർന്ന ജീവനും ദേഹി ജീവനും ആത്മജീവനുമുണ്ട്. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്, ദൈവത്തിൻ്റെ കൈ സൃഷ്ടിയാണ്. ബാക്കിയെല്ലാവരും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ കൈ കൊണ്ട് മെനഞ്ഞെടുത്തതാണ് നമ്മളൊക്കെ, അല്ലേ? ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? എന്നിട്ട് പോലും നമുക്ക് ആ ദൈവത്തെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. അത് നോർമൽ ഒരു മനുഷ്യരുടെ ജീവിതമാണ്, അല്ലേ? കാരണം പാപത്തിൽ ജീവിച്ച ഞാൻ 33.5 വയസ്സിൽ കർത്താവിനെ അറിയുമ്പോൾ 33.5 വർഷം ഇതിൽ ജീവിച്ച വ്യക്തിയാണ് ഞാൻ. ഒറ്റ ദിവസം കൊണ്ട് പോകുമോ? ചിലർക്ക് സമയങ്ങളെടുത്തേക്കാം. പക്ഷേ എത്രത്തോളം നാം വിശ്വസിക്കുന്നുവോ, എത്രത്തോളം ബോഷനെ പോലെ കരുതുന്നുവോ, അത്രത്തോളം ഞാൻ സൗഖ്യമായിക്കൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എന്തുമാകട്ടെ, അല്പവിശ്വാസിയെ എത്ര അധികം. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത് ആദ്യം രാജ്യവും നീതിയും അന്വേഷിക്കും, അതോടുകൂടി, അല്ലേ,
ഇതൊക്കെയും മുമ്പേ അവരുടെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും എന്ന് വേദോസ് നിങ്ങൾക്ക് എഴുതി വെച്ചിരിക്കുക അല്ലേ. അപ്പോൾ കർത്താവ് ഈ തൊട്ടുമോളിൽ നമുക്കറിയാം, തൊട്ടുമോളിൽ വചനം എടുക്കാം. 25 വാക്യം താഴേക്ക് പഠിക്കുമ്പോൾ, ആകാശത്തിലെ പറവകൾ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നില്ല. എന്നാൽ ഒരു ബോഷനായ മനുഷ്യൻ പറഞ്ഞു, എൻ്റെ കളപ്പുര എൻ്റെ വയൽ നിറഞ്ഞിരിക്കുന്നു, കൊയ്തിട്ടില്ല, അത് വെട്ടിക്കൂട്ടി ഞാൻ കളപ്പുര പൊളിച്ച് പണിത് വെളുതുണ്ടാക്കി അതിൽ സംഭരിച്ച് വെച്ച് തിന്നുകൂടി ആനന്ദിക്കുമെന്നൊക്കെ അവൻ പറഞ്ഞത്. വേറൊരു ബോഷൻ അല്ലേ, ബോഷൻ എന്നല്ല, മൂടാന്നാണ് വിളിച്ചത് അല്ലേ. ഈ രാത്രി കർത്താവിനെ ആത്മാവിനെ വിളിച്ചുകൊണ്ട് പോയി കളഞ്ഞു കർത്താവ്. ഇത്രയും മൂടനായ മനുഷ്യൻ അല്ലേ, അങ്ങനെയല്ലേ നിങ്ങൾ ബൈബിൾ അങ്ങനെയല്ലേ? അവിടെ കൊണ്ടുപോയ കാര്യം പറയില്ല, പക്ഷേ മൂടാ, ഇന്ന് രാത്രി നിൻ്റെ ആത്മാവിനെ വിളിച്ചാണെന്ന് ചോദിക്കുമ്പോൾ ഇന്ന് രാത്രി അവൻ ആത്മാവ് പോയിരിക്കും അവിടെ. കാരണം അവൻ്റെ പറച്ചിൽ മുഴുവൻ അവൻ സ്വയത്തിൻ്റെ ഏറ്റവും നിഗളത്തിലേക്ക് വരികയാണ്. ഇവിടെ പറയുന്നതിന് ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നുമില്ല. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു, അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരല്ലയോ. ഭാരപ്പെടാതിരിക്കുവാൻ വേണ്ടി എന്തെല്ലാം മാർഗത്തിലൂടെ കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത്. പറവകൾ നോക്കുവിൻ, അവൻ കൊയ്യുന്നുണ്ടോ, വിതക്കുന്നുണ്ടോ അല്ലേ, ഒരു ഗവൺമെൻറ് ജോലിയുണ്ടോ, ഒരു മെഡിക്കൽ ഷോപ്പുണ്ടോ, ഇല്ല എന്തെങ്കിലും ഉണ്ടോ, ഒരു തട്ടുകടയുണ്ടോ, ഒരു സാധനമില്ല. അവർ അന്നാ തിന്നും കുടിച്ചല്ല നടക്കുന്നത്. എന്ത് ജോലി വേണ്ടത് ഞാൻ പറയിട്ടില്ല, ജോലി വേണം, ഞാനും ചെയ്യുന്ന ആളാണ്, അല്പമായിട്ടൊക്കെ കുറച്ച് ചെയ്യുന്ന ആളാണ്. എന്നാലും പോലും പറയും വേണ്ടതല്ല ഞാൻ പറയുന്നത്. പക്ഷേ അതായിരിക്കരുത് നമ്മുടെ ഹൃദയം, അതിലായിരിക്കരുത്. മാസം ശമ്പളം കിട്ടുന്നതിലായിരിക്കരുത് നമ്മുടെ പ്രത്യാശ. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുന്നു. ജോലി വേണ്ടെന്നോ അല്ലേ, ബിസിനസ് വേണ്ടെന്നല്ല പറയുന്നത്. മടിയനാകാൻ പാടില്ല. ഉൽപ്പത്തി മുതൽ നിന്നെ വേലയെടുക്കുവാനും അല്ലേ, കാപ്പാനും, വേല ചെയ്യാനും കാപ്പാനാണ് വിളിച്ചിരിക്കുന്നത്. ഒരിക്കലും പാടില്ലത്, ചെയ്യണം നമ്മൾ. പക്ഷെ വിഷയമുണ്ട്, അത് ചെയ്താലും അതിലല്ല എൻ്റെ ആശ്രയം. ശമ്പളം കിട്ടിയിട്ട് കർത്താവ് പറയാ കൊടുക്കാൻ പറയാ, കൊടുക്കാനുള്ള മനസ്സുണ്ടാകണം നമുക്ക് ഇല്ലേ. കൊടുത്തില്ലെങ്കിൽ എന്താ പറയുക, അത് എൻ്റെതാണ്. കൊടുത്തില്ലെങ്കിൽ ദശാംശം കൊടുക്കുന്ന ആൾക്കാരാണ് നമ്മൾ അല്ലേ. ബാക്കി 90 നമ്മളെ, ബാക്കി 10% മാത്രം കർത്താവിനെന്ന് പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാരെ. എന്തു വാങ്ങട്ടെ, ഈ പറവകൾ നോക്കുവിൻ, വിതയ്ക്കുന്നില്ല, കൊയ്യില്ല, കളപ്പുര കൂട്ടുവെക്കുക. എന്നിട്ട് പറയുക സ്വർഗസ്ഥാനികളുടെ പിതാവ് അവയെ പുലർത്തുന്നു. ഓരോ ദിവസം അവയെ പുലർത്തും. ആവശ്യമായതൊക്കെ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. ഒരു ദിവസം 5 ടൺ, ഒരു നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് 5 ടൺ ഫുഡ് വേണം. ആർക്കാണെന്നറിയാമോ? ബ്ലൂ വെയിൽ അല്ലേ, നീല തിമിംഗലം, ലോകത്തെ ഏറ്റവും വലിയ തിമിംഗലമാണ് അല്ലേ. തിമിംഗലം ലോകത്തെ ബ്ലൂ വെയിൽ എന്നല്ലേ പറയണം അല്ലേ, വേറെ പേര് എനിക്കറിയില്ല, എന്തോ ബ്ലൂ വെയിൽ എന്നൊക്കെ ഇംഗ്ലീഷിൽ പിള്ളേർ പറഞ്ഞ കേട്ടിട്ടുണ്ട്. 5 ടൺ 5000 കിലോ ഒരു നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ്. നമ്മുടെ ആയുസ് മുഴുവൻ അല്ലേ ഒരു നേരത്തെ. അതിനെപ്പോലും കർത്താവ് കൊടുക്കുമെന്ന് പറഞ്ഞാൽ അല്പവിശ്വാസിയെ, ഇങ്ങടെ പറഞ്ഞത്, അല്പവിശ്വാസിയെ നിങ്ങളെ ചൂണ്ടിന്ന് പറയും അല്ലേ, അല്പവിശ്വാസിയെ അല്ലേ. 5 ടൺ 5000 കിലോ മീൻ ചെറിയ മീനായിരിക്കും കഴിക്കുന്നത് അല്ലേ. 5000 ടൺ മീൻ വേണം ഒരു നേരത്തെ ബ്രേക്ക്ഫാസ്റ്റിന്. ദൈവം അതുങ്ങൾക്ക് ഒരുക്കി കൊടുക്കുന്നു. നാളെ ചത്തുപോകുന്ന മണ്ണിലേക്ക് വെറുതെ മണ്ണായി പോകുന്ന ആത്മാവില്ലാത്ത മീന് അല്ലേ, അതിന് 5000 ടൺ മത്സ്യം ഭക്ഷണം കൊടുത്ത് KFC കൊടുത്ത് അതിനെ പോറ്റാൻ കഴിവുള്ള ദൈവമാണ് സ്വർഗത്തിലെ ദൈവം. എന്നിട്ടാ വിളിച്ചു പറയുന്നത് അല്ലേ. നിങ്ങൾ എന്തിനാ പറവകളെ നോക്കുവിൻ, അവ വിതക്കുന്നില്ല, കൊയ്യുന്നില്ല. പിന്നെ പറവകളെയൊക്കെ പിടിച്ച് കൂട്ടിലിട്ട്, ഞങ്ങളുടെ കാര്യം പറഞ്ഞാണ്, കൂട്ടിലിട്ട് അതുങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി 10-60,000 മാസം കഷ്ടപ്പെടുന്ന ആൾക്കാർ വേറെയുണ്ട്. ഞങ്ങളെപ്പോലെ ബോഷന്മാരാരോ പറഞ്ഞത്, എന്ത് ഞാൻ പറഞ്ഞ മനസ്സായോ? അവർക്ക് ഫ്രീ ആയിട്ട് അവിടെ ഭക്ഷണമുണ്ട്, പാർപ്പിടമുണ്ട്, ഒക്കെയുണ്ട് പുറത്ത് ഫ്രീ ആയിട്ട്. അതിനെ പിടിച്ച് കൂട്ടിലിട്ടിട്ട് ഇവിടെ കഠിനമായി അധ്വാനിച്ചിട്ട് മാസം 60,000 അതുങ്ങൾക്ക് വേണം ചിലവിന്. എന്തേ മിണ്ടാതിരിക്കുന്നത്? എൻ്റെ കാര്യം പറഞ്ഞതാ. ഒരിക്കൽ വെളിപ്പെട്ടപ്പോൾ എല്ലാം വിട്ട് കളഞ്ഞ് ഞാൻ പറയാൻ മനസ്സിലാവുന്നുണ്ടോ? ഇത് കർത്താവ് ഇതുപോലെ പറയുക, എന്നിട്ട് പറയുക അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരിലോ വിചാരപ്പെടുന്നതിനാൽ ഒരു നീളത്തോടൊരു മുഴം കൂട്ടുവാനോ അത് നിങ്ങൾ ആർക്ക് കഴിയും? ഉടുപ്പിനെക്കുറിച്ച് വിചാരപ്പെടുന്നത് എന്ത്? വയലിലെ താമര ഇങ്ങനെ വളർന്നുവെങ്കിൽ അല്ലേ, അവ അധ്വാനിക്കുന്നതിനെ നൂൽക്കുന്നില്ല. ശലോമോൻ പോലും തൻ്റെ സർവമഹത്വത്തിലും ഇവയിൽ ഇന്നിനോളം ചമഞ്ഞിരുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു അല്ലേ. ഇത്രയും ഒരു താമരയെക്കുറിച്ച് പോലും പറഞ്ഞു വെച്ചിട്ട് പോലും നമുക്ക് ആകുലകൾ, ഇതൊക്കെ പറയാൻ കാരണം നമ്മുടെ ജീവിതത്തിൽ ആകുലതകൾ കടന്നു വരും. അപ്പോസ്തലന്മാരുടെ ജീവിതത്തിൽ വന്നില്ലേ, ഞങ്ങൾ നിന്നെ വിട്ട് അനുഗമിച്ചാൽ ഞങ്ങൾ എന്ത് ചെയ്യും?
ഞങ്ങൾക്ക് എന്ത് കിട്ടുമെന്നൊക്കെ ചോദിച്ചിരിക്കുക. ആകുലം വരും. പക്ഷേ അവിടെ കർത്താവ് പറയുന്ന വാക്യങ്ങൾ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ വിഷയമാണ്. ഹല്ലേലൂയ. നിങ്ങളെ ഞാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ആരാ വിളിച്ചിരിക്കുന്നത്? നിങ്ങളെ ശിഷ്യനാക്കി ആരാ വിളിച്ചിരിക്കുന്നത്? ഞാനാ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ആ വിശ്വാസം, അതിന് ഒരു വാക്യം നമ്മളെടുത്ത് പഠിക്കേണ്ട ഉത്തരവാദിത്തമുണ്ടെങ്കിൽ പിന്നെ ഒറ്റ വാക്യം പറഞ്ഞു പോകുക. പരിശുദ്ധാത്മാവിൻ്റെ 3 ശ്രേഷ്ഠ ജോലിയിൽ ഒരു ജോലി എന്തൊക്കെയാ? പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും. അല്ലേ നമുക്കറിയാം. ഈ പാപത്തെക്കുറിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് നോർമലി എല്ലാവർക്കും അറിയാം. നീതിയെക്കുറിച്ചെന്ന് പറഞ്ഞാൽ, നീതിയെക്കുറിച്ച് ബോധം ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ഒരു എക്സാമ്പിൾ ഒറ്റ വാക്കി ഞാൻ ഇങ്ങനെ പറഞ്ഞു വിടാം. ഇപ്പോൾ ശിഷ്യന്മാർ കർത്താവിൻ്റെ കൂടെ ജീവിച്ച് നടക്കുക, എപ്പോഴും നടക്കുക, 3.5 വർഷങ്ങൾ നടക്കുക. സ്വന്തം സ്വർഗത്തിലെ വലിയ ദൈവം അവരുടെ കൂടെ നടക്കുക. എന്തെങ്കിലും കുറവുണ്ടാകുമോ? ഇല്ലേ? സ്വർഗസ്ഥനായ ദൈവം അവരുടെ കൂടെ നടക്കുകയാണ്. അപ്പോൾ എല്ലാം തരാൻ കഴിവുള്ള, 5 അപ്പം കൊണ്ട് 5000 വരെ പോഷിപ്പിക്കാൻ കഴിവുള്ള, അല്ലേ, മഹാദൈവം അവരുടെ കൂടെ നടക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും ആകുലത ഉണ്ടാകുമോ? എന്നിട്ടുമുണ്ടായി. അത് വേറെ കാര്യം. ഞങ്ങൾ നിന്നെ അനുഗമിച്ചാൽ എന്നിട്ട് അവർക്കുണ്ടായി. അത് വേറെ കാര്യം. ഒത്രയും സ്വർഗസ്ഥനായവൻ ദൈവം, സാക്ഷാൽ ദൈവം അവരുടെ കൂടെ നടക്കുമ്പോൾ ഒറ്റവാക്കി പറഞ്ഞാൽ അവർക്കൊന്നിനും ഭാരമുണ്ടാകാൻ പാടില്ല. അതാണ് ശരിക്കും. ആ ഭാരം ഉണ്ടാകാതെ ഇരിക്കുമ്പോൾ ഒരു കാര്യം ഓർത്തെ, ഒന്നിനെക്കുറിച്ച് ഭാരമുണ്ട്. നമുക്ക് അറിയാം, കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നിനെക്കുറിച്ച് ഭാരമുണ്ടാകത്തില്ല, ആകുലത ഉണ്ടാകത്തില്ല. പക്ഷേ ഒരു കാര്യം, കർത്താവ് നമ്മുടെ കൂടെ ഇല്ലല്ലോ. ഉണ്ടോ? ഇപ്പോൾ നമ്മുടെ കൂടെ ഇല്ല. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ 2ാമത്തെ ജോലി എന്ന് പറയുന്നത് നീതിയെക്കുറിച്ച് ബോധം നൽകുക നമുക്ക്. എന്താണെന്നറിയാമോ? അവൻ എൻ്റെ കൂടെ അപ്പോസ്തലന്മാരെ കൂടെ നടന്നപ്പോൾ അവർക്ക് എങ്ങനെയായിരുന്നു അവരുടെ ചിന്തകൾ? സ്വർഗസ്ഥനായ ഞങ്ങളെ പോറ്റി പുലർത്തും, അല്ലേ? അവരുടെ വള്ളവും വലയും വലിച്ചെറിഞ്ഞ് കളഞ്ഞില്ലേ? അവർ എല്ലാം വിട്ട്, വള്ളവും വലയും ഞങ്ങളുടെ പിതാക്കന്മാരുടെ ഓഹരിയാണതൊക്കെ, അത് വിട്ട് അമ്മായിമെ പരിപിടിച്ച് കിടക്കുമ്പോഴും അത് വിട്ടിട്ട് ഇറങ്ങി പുറപ്പെട്ട ആൾക്കാർ അപ്പോസ്തലന്മാർ, ഇല്ലേ? കാരണം എന്നറിയാമോ? സ്വർഗസ്ഥനായവൻ കൂടെ ജീവിക്കുക. പക്ഷേ 3.5 വർഷം കഴിഞ്ഞപ്പോൾ കർത്താവ് പോകേണ്ട വഴി അങ്ങോട്ട് പോയി കളഞ്ഞു. ഇപ്പോൾ ആരുമില്ല അവർക്കൂടെ. ഭയം കടന്നു വരാനിടയായിത്തീർന്നു. ഈ ഭയം മാറാൻ വേണ്ടി, ആ ഭാരം മാറാൻ വേണ്ടി പരിശുദ്ധാത്മാവിൻ്റെ അടുത്ത ജോലി എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? അവൻ നമ്മുടെ കൂടെ ജഡത്തിലില്ലെങ്കിലും ആത്മാവിൽ അവൻ എന്നോട് കൂടെയുണ്ട്. ഈ വിശ്വാസം നമ്മൾ തരിക എന്നുള്ളതാണ് നീതീകരണത്തിൻ്റെ വലിയ ഉദ്ദേശം എന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ 2ാമത്തെ ജോലി അതാ. അത്ര ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ട്? ഈ ഒരു വിശ്വാസം നമുക്ക് അത്യാവശ്യമാണ്. ഈ വിശ്വാസമൊക്കെയാണ് നമ്മളെ ഒരു സ്വർഗീയന്മാരാക്കി മാറ്റുന്നത്. അപ്പം അതുകൊണ്ട് ഒരു താമരയെപ്പോലും ഇതുപോലെ കർത്താവ് ചമയിച്ചൊരുക്കുന്നുവെങ്കിൽ നമുക്ക് ഭാരങ്ങൾ ഒന്നിനെക്കുറിച്ചും, എന്തൊടുക്കും, എന്ത് തിന്നും, എന്ത് കുടിക്കുന്നു, ഒന്നിനെക്കുറിച്ച് ഭാരമെടുക്കാൻ നമുക്ക് ആവശ്യമില്ല. എന്നിട്ട് പറയുക, അല്പവിശ്വാസികളെ, നിങ്ങളെ എത്രയധികമായി ദൈവം നിങ്ങളെ നോക്കും. എന്നിട്ട് പറയുക, ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. 31-ാം വാക്യം പറയുന്നു, ആകയാൽ ഏത് തിന്നും, എന്ത് കുടിക്കും, എന്തൊടുക്കുമെന്ന് നിങ്ങൾ വിചാരപ്പെടുന്നത് എന്ത്? ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നില്ലയോ? നമ്മുടെ ചെറിയ ആവശ്യങ്ങൾ ഏത് ഭാഗം, തലവേദനയാണോ അതിനാവശ്യം, നമുക്ക് വിശക്കുന്നുണ്ടോ അതിനാവശ്യങ്ങളൊക്കെ സ്വർഗസ്ഥനായ ദൈവം എല്ലാം അറിയുന്നു. അങ്ങനെയെങ്കിൽ നമ്മളിതൊക്കെ അന്വേഷിക്കുന്നുവെങ്കിൽ വചനം പറയുന്നു ഇതൊക്കെ ജാതികൾ അന്വേഷിക്കുന്നുവെന്ന്. ഹല്ലേലൂയ. എന്നിട്ടാണ് പറയുന്നത്, ആദ്യം അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പും, അതോടുകൂടി ഇതൊക്കെ കിട്ടും. എന്തുകൊണ്ട് നമുക്ക് കിട്ടുന്നില്ല? എന്തുകൊണ്ട് നമ്മൾ ഇന്നും ആകുലപ്പെട്ട് നാളത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത്, അല്ലേ, പല കടങ്ങൾ വീട്ടാൻ വേണ്ടി നമ്മൾ അവിടെ ഓടി ഇവിടെ ഓടി തിരിമറിയൊക്കെ നടത്തി നമ്മൾ എന്തുകൊണ്ട് ജീവിക്കുന്നു? ഒരു ചോദ്യം ഞാൻ ഇടയ്ക്ക് ചോദിക്കട്ടെ, അല്ലേ, ഇടയ്ക്ക് ചോദിക്കട്ടെ. നമുക്ക് കർത്താവ് നമ്മുടെ അപ്പനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അവൻ നമ്മൾ രക്ഷിച്ചത് നമുക്കറിയാം. ഞാൻ രക്ഷിക്കപ്പെട്ടവനാണെന്നും എനിക്ക് സ്വർഗം തരാമെന്നും പറഞ്ഞവനൊക്കെ റെഡിയാണ്. എല്ലാം നമുക്ക് ബുദ്ധിയിലുണ്ട്, എല്ലാം നമുക്ക് അറിവുണ്ട്, നല്ല അറിവുണ്ട്, വെളിപ്പാടുണ്ടെന്ന് വിചാരിച്ചു നമ്മൾ, ഇല്ലേ? കർത്താവ് വരും, ചേർത്തുകൊണ്ട് പോകും, നമ്മളെ സഭയിലാക്കി വെച്ചിരുന്ന ശുദ്ധീകരണത്തിന് വേണ്ടിയാ, എല്ലാം നമുക്കറിയാം. പക്ഷേ ഇവിടെ എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ, പ്രാക്ടിക്കൽ ലൈഫിൽ എന്തുകൊണ്ട് നമുക്ക് ലഭിക്കുന്നില്ല? ഏത് തിന്നും, എന്ത് കുടിക്കും, ഇതൊക്കെ ജാതികൾ അന്വേഷിക്കുന്നു, ഇതൊക്കെ നിങ്ങൾക്ക് വേണമെന്ന് കർത്താവിന് അറിയാം. എന്നിട്ട് നമുക്ക് ലഭിക്കുന്നില്ല. എന്തുകൊണ്ട്? പറ. ഒരു ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിച്ചതാ. എന്തുകൊണ്ടായിരിക്കും? നമുക്കറിയാം, രക്ഷിക്കപ്പെട്ടതാ, ആത്മസ്നാനം പ്രാപിച്ചതാ, കൃപാവരമുണ്ട്, കർത്താവ് വരാൻ ഇപ്പോൾ വരും, ഒക്കെ നമുക്കറിയാം. 666 അറിയാം, അന്തിക്രിസ്തുവിനെ കുറിച്ച് അറിയാം, ഒക്കെ അറിയാം നമുക്ക്. ശരിയൊക്കെ ശരി തന്നെയാണ്. എന്നാൽ നമ്മുടെ ഈ ബൈബിളിൽ ഇവിടെ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ എല്ലാം ശരിയാണ്. നമ്മൾ ലോകത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ കറക്റ്റ് വാക്യം അത്. എന്തുകൊണ്ടായിരിക്കും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അത് കിട്ടുന്നില്ല? നന്മകളൊന്നും ഉണ്ണാനും ഉടുക്കാനും കുടിപ്പാനും തരാമെന്ന് പറഞ്ഞ കർത്താവ് എന്തുകൊണ്ട് നമുക്ക് ഇന്ന് ലഭിക്കുന്നില്ല? നമ്മൾ അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യേണ്ടി വരുന്നു. എന്തുകൊണ്ടാണെന്നറിയാമോ? ഒറ്റ കണ്ടീഷനുള്ളതിന്, ഒറ്റ റീസണേ ഉള്ളൂ.
അവൻ്റെ രാജ്യത്തിനകത്ത് ജീവിക്കുക. ഇവിടെ പറയുക, നിങ്ങൾ ആദ്യം അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കണം. അതിനകത്ത് ജനിച്ച് അതിനകത്ത് ജീവിക്കുന്നവർക്കാ ഈ ബൈബിളിലെ മുഴുവൻ നന്മയും. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സാവുന്നുണ്ടോ? ഗ്രഹിച്ചോ നിങ്ങൾ? നമ്മൾ അതിനെക്കുറിച്ച് ആഴമായി പിന്നീട് പഠിക്കുക. നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയേ, ദൈവരാജ്യത്തിന് എവിടെ നമ്മൾ ജനിച്ചിരിക്കുന്നത്? ഇളംകുളത്തല്ല. നമ്മൾ ജനിച്ച ദൈവരാജ്യത്തിനകത്താ. നമ്മൾ അവിടെ ജീവിച്ച് അവിടുത്തെ നീതി അന്വേഷിക്കണം. ഈ നീതിയെക്കുറിച്ച് പറയുന്നത് നമ്മുടെ നീതീകരണത്തെക്കുറിച്ചല്ല പറയുന്നത്. ഇത് ദൈവനീതിയെക്കുറിച്ച് പറയുന്ന കാര്യമാണ്. അത് വേറെ കാര്യമാണത്. ഹല്ലേലൂയ. അത് ദൈവരാജ്യത്തിനകത്ത് ജീവിക്കേണ്ട നിയമങ്ങളാണതെല്ലാം. ലോ ആൻഡ് ഓർഡർ എന്ന് പറയും. അതിന് ലോ ആൻഡ് ഓർഡർ എന്ന് ഞങ്ങൾ പറയുന്നത്. എന്തുമാകട്ടെ, നമ്മൾ എവിടെ ജനിച്ചോ അവിടെ ജീവിക്കാൻ പഠിച്ചാൽ, അവിടെ ജീവിക്കുവാൻ നമ്മൾ മനസ്സ് വെച്ചാൽ, അവിടെ വിശ്വാസം അർപ്പിച്ചാൽ, അവിടുത്തെ രാജ്യവും നീതിയൊക്കെ അന്വേഷിച്ചാൽ, ഇതൊക്കെയും നമ്മുടെ ജീവിതത്തെ കടത്തിവിടും കർത്താവ്. കാരണം അവൻ്റെ മക്കളെ അന്വേഷിക്കത്തുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ എന്ത് തിന്നും, എന്ത് കുടിക്കും, എവിടെ പ്രൊമോഷൻ കിട്ടും, അല്ലേ? ഞാൻ പറഞ്ഞ് മനസ്സാവുന്നുണ്ടോ? അപ്പം അതുകൊണ്ട് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഭാരമായി മാറുകയാ. ഭാരം. പറഞ്ഞത് ക്ലിയറാണോ? ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ സഹായിക്കണം. അതുകൊണ്ട് എന്തുകൊണ്ടൊരു വിശ്വാസി ആകുലപ്പെടേണ്ടതില്ല എന്ന് 5 കാരണങ്ങൾ നമ്മൾ പഠിച്ചത്. അത് മറ്റൊന്നുമല്ല. ഒന്ന്, കർത്താവ് നമ്മളെ വിലക്കിയിരിക്കുന്നു. അല്ലെ, കൽപ്പനയാണ്. വിചാരപ്പെടരുത്, വിചാരം ചെയ്യരുത് എന്ന അതേ നാവ് തന്നെയാണ് നമ്മൾ കൽപ്പിച്ചിരിക്കുന്നത്. ഭാരപ്പെടരുത്, ആകുലപ്പെടരുത്, വിചാരപ്പെടരുത് എന്ന് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? അതുകൊണ്ട് നമുക്ക് ഭാരപ്പെടുവാൻ അനുവാദമില്ല. ഇല്ലെന്ന് പറഞ്ഞാൽ ഇല്ലെന്ന് തന്നെയാണ്. 2, ആകുലം തികച്ച് നിഷ്പ്രയോജനമാണ്. ഒരു മുഴം കൂട്ടുവാൻ പോലും കഴിയത്തില്ല. നാളെ വീടിന് വാടക കൊടുക്കണം, നാളെ എന്താ പറയുക, നാളെ വീടിന് ഹൗസിൽ ലോൺ അടക്കണം. നമ്മളൊക്കെ എല്ലാവർക്കും ഹൗസിൽ ലോൺ അടക്കണം. ഇന്നേ തുടങ്ങും, അല്ലെങ്കിൽ ഒരാഴ്ച മുമ്പേ തുടങ്ങും. അകത്ത് ഒരു പൂവിടും, മൊട്ടിട്ട് കായ്ച്ച് പൊങ്ങി വരും. ആകുലതകൾ, ഭാരം. പക്ഷെ 1-ാം തീയതി ആകുമ്പോൾ കറക്റ്റായിട്ട് നമ്മൾ അടക്കും, അല്ലേ? ഉച്ചയ്ക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഭാരമില്ല, എനിക്കറിയാം. ഉച്ചയ്ക്ക് എന്ത് കിട്ടും, ഉണ്ണാൻ എന്ത് കിട്ടും ആർക്കും ഭാരം ഉണ്ടാകത്തില്ല. കാരണം നിങ്ങൾക്കറിയാം, ബാബുച്ചേട്ടൻ്റെ ജീവനോടെ ഇവിടെയുണ്ട്. ബാബുച്ചേട്ടൻ വിശേഷം ജീവനോടെ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് എന്ത് തിന്നും, എന്ത് കുടിക്കും, നിങ്ങൾക്ക് ഒരു ചിന്തയുമില്ല. കാരണം സൺഡേ പറഞ്ഞത് പോലും കാണാത്തത് കൊണ്ട് വൈകിയ വന്നത്. ഓക്കെ, അതുകൊള്ളാം. ഭാരമില്ല. ഇതുപോലെ ഫിസിക്കലായിട്ട് നമുക്കറിയാം. ഈ 2 വ്യക്തികൾ ഇവിടെ ഉള്ളത് കൊണ്ട് ഫിസിക്കലായിട്ട് നമുക്കറിയാം. ഇതേപോലെ വിശ്വാസ ജീവിതത്തിൽ നമുക്കൊരു ആവശ്യമാണ്. ഹല്ലേലൂയ. എന്തുമാകട്ടെ, ഇത് ഒരു ദിവസം പോലും നമുക്ക് കൂട്ടുവാനോ കുറക്കുവാനോ കഴിയുന്നില്ല. നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി ദൈവത്തിൻ്റെ കൂടെ ജീവിക്കാൻ തുടങ്ങി നമ്മുടെ സകല ആവശ്യങ്ങളും കറക്റ്റ് സമയത്ത് അവൻ നിവർത്തിച്ചു തന്നിരിക്കും. പക്ഷേ നമ്മളിങ്ങനെ ആകുലപ്പെടുകയാണ്, ഭാരപ്പെടുകയാണ്. ഒരു മുഴം പോലും കൂട്ടുവാൻ ഇല്ലേ? നമുക്ക് നാളെ ഉച്ചയ്ക്ക് 10 മണിക്ക് ഉച്ചക്കല്ലേ, രാവിലെ 10 മണിക്കാണ് ലോൺ അടക്കണമെങ്കിൽ നമ്മൾ ഈ ആകുലപ്പെട്ടതുകൊണ്ട് 9:50 അടക്കാൻ പറ്റുമോ? അത് നടക്കില്ല. ഉള്ള കാര്യം നടക്കില്ല. ഇതെല്ലാം നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ ഇതെല്ലാം നിയന്ത്രിക്കുന്നൊരു സ്വർഗമുണ്ട്. നമ്മൾ ആ ജീവിതത്തെ കണ്ട് പഠിക്കുക. എനിക്കിപ്പോൾ ഓരോ ദിവസങ്ങളിൽ വലിയൊരു എമൗണ്ട് ആവശ്യമുണ്ട് എൻ്റെ മോളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി. ഒരു കുലുക്കും നമുക്കില്ല. ഹല്ലേലൂയ. അല്പം അഡ്മിഷൻ വേണ്ടി എവിടെ നല്ലതെന്ന് അറിയാൻ വേണ്ടി മാത്രം ഓടിയുള്ളൂ. ഒരു ആകുല ചിന്തയില്ല. ഇനി അതും ഇല്ലെങ്കിൽ ഇവിടെ BCom എന്തായാലും BA എവിടെയും കൊണ്ടുപോയി ചേർക്കുക. നമുക്ക് അത്രയേ ഉള്ളൂ. അത് പഠിച്ചാലും ഇത് പഠിച്ചാലും എല്ലാം ഒന്ന് തന്നെയാണ് നമുക്ക്. കാരണം ഇതൊക്കെ ശവപ്പറമ്പിൽ പോയി അവസ്ഥമിക്കും. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സാവുന്നുണ്ടോ? ഒരാകുല ചിന്തകൾ നമുക്ക് വരാൻ പാടില്ല. അതുകൊണ്ട് നമുക്ക് ഒരു മുഴം പോലും കൂട്ടുവാൻ കഴിയില്ല. ഈ ഒരു വെളിപ്പാട് നമ്മുടെ ഹൃദയത്തിൽ കയറ്റി വെച്ചോ, നമ്മുടെ ജീവിതത്തിൽ മാറ്റം സംഭവിക്കും. ഒരാകുലതയും. ഒരു ജോലി ഒന്നുമില്ല, കർത്താവ് തന്നില്ല, ഒരു ജോലി ചെയ്യാൻ കർത്താവ് അനുവദിക്കുന്നില്ല എങ്കിൽ ഉണ്ണാനും ഉടുക്കാനും കർത്താവ് ഒരുക്കി വെച്ചിട്ടാണ് നമ്മളതിൽ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ഞാനൊരു സത്യം പറയട്ടെ, ദൈവവേലയ്ക്ക് വിളിച്ചിട്ട് തുമ്മപ്പടിക്ക് പോയ ആൾക്കാരുണ്ട്. ഇന്ന് ഒരു ബിസിനസ് ചെയ്ത ആൾക്കാരുണ്ട്. ഒരു ബിസിനസ്സും ശരിയാവാത്ത ആൾക്കാർ നമുക്കറിയാം. ഒരു ദിവസം 10,000 രൂപ വരുമാനമുള്ള ആൾക്കാർ, ഒരു ദിവസം 10,000 രൂപ വരുമാനമുണ്ട്. പക്ഷേ കണക്ക് കൂട്ടി വരുമ്പോൾ ഇന്ന് ലോകത്തിലെ എല്ലാ വിശ്വാസികളും കടപ്പെട്ടിരിക്കുന്ന ആൾക്കാർ. എല്ലാവർക്കും കടവാ പുള്ളി. പക്ഷേ ഒരു ദിവസം വരുമാനം 10,000 വരെയൊക്കെ ഉണ്ട് അവർക്ക്. പക്ഷെ എന്തുകൊണ്ടെന്ന് അറിയാമോ? വിളിച്ചത് തൂവപ്പണിക്കോ അടുക്കള പണിക്കല്ല വിളിച്ചത്, കർത്താവിൻ്റെ വിലയ്ക്ക് വേണ്ടി വിളിച്ചതാണ്. പക്ഷേ അവിടെ നിൽക്കാൻ കഴിയാതെ ആരൊക്കെ മോഹിപ്പിക്കും. ബ്രദറെ, പാസ്റ്റർ കർത്താവ് നിന്നെ അനുഗ്രഹിക്കും എന്നൊക്കെ പറഞ്ഞൊക്കെ വിട്ടു. പക്ഷേ ആള് വേറെ വഴിക്ക് തെറ്റിപ്പോയി. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? എത്രയോ ആൾക്കാരെന്നറിയാം, എനിക്കറിയാം. അപ്പം അതുകൊണ്ട് മൂന്നാമത് ആകുലത ഒരു വിശ്വാസിയെ അവിശ്വാസിയേക്ക് മാറ്റിക്കളയുന്നു. കാരണം അല്പവിശ്വാസം എന്നുള്ള വിളി നമുക്ക് കേൾക്കാതിരിക്കാൻ നോക്കണം. വിശ്വാസി ജീവിക്കാൻ പഠിക്കണം നമ്മളെല്ലാവരും. ഞാൻ പറയുന്നത് ജോലി ചെയ്യേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ജോലി നമുക്ക് ചെയ്യണം. ഇപ്പം ഞാനും ജോലി ചെയ്യുന്നുണ്ട്. ഫുൾ ടൈം മിനിസ്റ്റർ എന്ന് വെച്ചാൽ ഞാൻ ഫുൾ ടൈം മിനിസ്റ്റർ തന്നെയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മുടെ പാസ്റ്ററോട് പറഞ്ഞാലേ നമ്മളൊക്കെ ഫുൾ ടൈം മിനിസ്ട്രിക്കാരാ, അല്ലേ? ലാലു പാസ്റ്റർ പറഞ്ഞില്ലേ, നമ്മളാരാ എല്ലാവരും?
ചങ്കത്ത് കൈവച്ച് പറയാൻ പറ്റുമോ? അല്ല, ചങ്കത്ത് കൈവച്ച് പറയാൻ പറ്റുമോ ഞാൻ ഫുൾ ടൈം മിനിസ്ട്രിയാണ്? നമ്മളൊക്കെ മിനിസ്ട്രി വേറെ ലെവലാണ്. ഫുൾ ടൈം മിനിസ്ട്രി ആകുന്നത്, ഫുൾ ടൈം മിനിസ്ട്രി എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഫുൾ ടൈം മിനിസ്ട്രിക്കാരാണ്. പക്ഷേ എനിക്ക് ചില സമയങ്ങളിൽ ഇപ്പോൾ ഇവിടെ നിന്ന് വിട്ടാൽ ഇന്നിപ്പോൾ ഫുൾ ടൈം ഇവിടെ ഉണ്ട്, നാളെ ഫുൾ ടൈം ഇവിടെ തന്നെ ഉണ്ട്. തിങ്കളാഴ്ചയൊക്കെ പിന്നെ രാവിലെ മുതലൊക്കെ ഞാൻ ഒത്തിരി ഫ്രീയാണ്. പിന്നെ ഉച്ചയ്ക്ക് ശേഷമൊക്കെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങിയാൽ മതി. അതുവരെ ഒരല്പസമയം 2 മണിക്കൂർ ഞാൻ ഫ്രീയാണ്. അതുകൊണ്ടാണ് ഞാൻ ജോലി എടുക്കുന്നത്. അവിടെയും കൂടി കർത്താവ് മിനിസ്ട്രിയിലേക്ക് വിളിച്ചാൽ ഞാൻ പിന്നെ അത് എടുക്കാൻ പോകുമോ? ഞാൻ പറഞ്ഞ ചോദ്യം മനസ്സിലായി നിങ്ങൾക്ക്? ഇല്ല. പിന്നെ ഞാൻ ഒരിക്കലും ആ പണിക്ക് പോകില്ല, ഓർക്കുമെന്നോ പോലുമില്ല ആ പണി. എനിക്ക് ഇത്തിരി സമയം ബാക്കിയുണ്ട്. ഞങ്ങൾക്ക് വൈകിട്ട് ഉച്ചയ്ക്ക് ശേഷമൊക്കെ ഞാൻ രാജീവ് വിസിറ്റിങ്ങിന് കൂടുതൽ വിസിറ്റൊക്കെ പോകുന്നത്. രാവിലെ വല്ലപ്പോഴും പോയാൽ പോയി. വളരെ രാവിലെ 2-3 മണിക്കൂർ ഫ്രീ ആണ് ഞാൻ. വചനം ബാക്കി വേറെ കാര്യം 8-10 മണി വരെയൊക്കെ രാവിലെ ഇവിടെ പ്രയർ കഴിഞ്ഞ് വചനം ബാക്കി 10 മണി ഞാൻ വീട്ടിൽ ഇറങ്ങുമ്പോൾ എൻ്റെ റൂം പേഴ്സണൽ മുറിയിൽ നിന്ന്. അപ്പോൾ ബാക്കി 2-3 മണിക്കൂർ ഞാൻ ഇന്നും ജോലി എടുക്കുന്നുണ്ട്. അത് ഞാൻ ജോലിക്കാരനായതുകൊണ്ടല്ല എടുക്കുന്നത്. ആ സമയം ഫ്രീ ആയിരിക്കും, വെറുതെ ഇരിക്കാൻ മടിയുള്ളത് കൊണ്ടാണ്. ഒരു നിമിഷം പോലും വെറുതെ ഇരിക്കാൻ നമുക്ക് കർത്താവ് അനുവദിച്ചിട്ടില്ല. അതിൽ മിനിസ്ട്രി ചെയ്യാൻ ആവശ്യമില്ല. അതുകൊണ്ട് നമ്മൾ വേലെടുക്കുക. അവിടെയും കൂടി കർത്താവ് പറയുക, ഇന്ന ഹോസ്പിറ്റലിൽ പോയി വിസിറ്റ് ചെയ്യില്ല, അവിടെ പോയി സുവിശേഷം പറയാൻ പറയുക. പിന്നെ നമ്മൾ ഒരിക്കൽ പോലും തിരിഞ്ഞ് ആ വഴിയെ പോകുന്നില്ല നമ്മൾ. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നുണ്ട്? ഹല്ലേലൂയ. എന്ത് മകട്ടെ വിട്ടുപോകാം നമുക്ക്. അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും കൊണ്ട് നമുക്ക് ജീവിതത്തിൽ ഒന്നും നേടാൻ കഴിയത്തില്ല. നമ്മെ പരിപാലിക്കുന്നവരും ആവശ്യങ്ങളെല്ലാം നൽകുവാനും ഒരു സ്വർഗീയ പിതാവ് നമുക്ക് ഒരു ജഡത്തിൽ ഒരു പിതാവ് നമ്മുടെ കൂടെ ഉള്ളതുപോലെ തന്നെ നമ്മുടെ സ്പിരിച്വൽ ആത്മീയ ജീവിതത്തിലും നമുക്ക് തൊട്ടനുഭവിക്കാൻ കഴിയുന്ന ഒരു ദൈവസ്ഥാനം നമുക്ക് കൂടെ ഉണ്ടാകണം. പിതാവെന്ന് നമ്മൾ വിളിക്കുമ്പോൾ വെറുതെ വിളി മാത്രമല്ല അല്ലേ, നമ്മുടെ കർത്താവ് നമ്മുടെ അരികിൽ തന്നെയുണ്ട്. നമ്മുടെ ആവശ്യങ്ങൾ തരുവാൻ, എൻ്റെ അപ്പനെ പോലെ കരുതുവാൻ ഒരുവനുണ്ട്. നമ്മൾ ഓരോ ദിവസം, അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നില്ലേ, ഒരു കടയിൽ പോയി മീൻ മേടിക്കാൻ പോയാലും ഒരു കർത്താവ് ഇത് മേടിച്ചോട്ടെ, ഈ ചാളയാണ് നല്ലത്, ഇത് വളിച്ചതല്ല മീൻ എന്താ പറയണത്, ചീഞ്ഞതാണോ അല്ലേ, ചീഞ്ഞ മീനാണോ? പലപ്പോഴും ഞാൻ ചോദിച്ചിട്ടുണ്ട് പണ്ടനെ പോലെ, കർത്താവ് കണ്ടിട്ട് ചീഞ്ഞ, നമ്മളെ മുഴുവനും പണ്ട് കാർന്നവർ പഠിപ്പിച്ചതാണ്, എന്നാലും പറയാം കർത്താവ് ചീഞ്ഞതാണോ? പക്ഷേ അപ്പോൾ നമുക്ക് ഇതൊക്കെ ചോദിക്കാൻ കാരണം ആ റിലേഷൻഷിപ്പ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് വരിക, നമ്മൾ കർത്താവുള്ള ബന്ധം നമ്മൾ നിലനിർത്തുകയാണ്. അവനോട് ചോദിച്ചിട്ടാണല്ലോ ചെയ്യണത്. കുറച്ച് കഴിയുമ്പോൾ ഞാൻ എൻ്റെ കയ്യിരിപ്പോണ്ട് ഞാൻ വാങ്ങിക്കൂട്ടും, വേറെ കാര്യം. അവിടെയൊക്കെ മറ്റത് കാണുമ്പോൾ അങ്ങോട്ട് പോയി മേടിക്കും, അത് വേറെ കാര്യം. പക്ഷെ എന്നാലും അല്പമെങ്കിലും അവൻ്റെ സാന്നിധ്യമുണ്ടെന്ന് നമ്മൾ തെളിയിക്കുകയല്ല നമ്മൾ ചെയ്യുന്നത്. അതെല്ലാ കാര്യം, ഏത് കാര്യങ്ങളും, മിഠായി മേടിക്കാൻ പോയാലും നമ്മൾ കർത്താവെ ഒരു കർത്താവ് വിളിച്ചാൽ മാത്രമേ അകത്തുള്ള പ്രാർത്ഥന മുഴുവനും ഒരു വിളിക്കുമ്പോൾ ദൈവത്തിന് ഇത്ര പ്രസാദമാണെന്നറിയാമോ? നമ്മുടെ എന്ത് എടുക്കുമ്പോഴും കുടിക്കുമ്പോഴും ചെയ്യുമ്പോഴൊക്കെ കർത്താവിനോട് ചോദിച്ച് ചെയ്യുമ്പോൾ ഒരു പിതാവിന് ഇഷ്ടമല്ലേ? അങ്ങനെയല്ലേ നിങ്ങൾ അല്ലേ? നിങ്ങളുടെ മക്കൾ തോന്നുന്ന പോലെ ജീവിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണോ? എന്ത് ചെയ്യുമ്പോഴും പപ്പ ഞാൻ ചെയ്തോട്ടെ അല്ലേ അല്ലേ? ഓരോ ഉരുള വെക്കുമ്പോഴും പപ്പ കഴിച്ചോട്ട് നോക്കിയ കാര്യമല്ല പറയുന്നത്. ഒരു നോർമലായിട്ടൊരു ജീവിതം ഞാൻ പറയുന്നത്. എന്തുമാകട്ടെ, ഇതൊക്കെ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമ്മൾ അല്പവിശ്വാസിയാകരുത്. ഇതൊക്കെ ഭാരം കൊണ്ടുവരുന്നത്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം തന്നിൽ തന്നെ ഉണ്ടാകുന്ന വേർപാട്. ഭാരമാണ് എന്നെ എല്ലാത്തിൽ നിന്ന് വേർതിരിച്ച് കളയുന്നത്. ഈ ഭാരം എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റിയാൽ ആകുലത, നിരാശ അല്ലേ, ഭാരം അല്ലേ, ഇതൊക്കെ വരാൻ കാരണം ഒറ്റ കാര്യമുള്ള അവിശ്വാസത്തിൽ നിന്ന് വരുന്നത്. അവിശ്വാസം, ദൈവത്തിലുള്ള വിശ്വാസമില്ലായ്മയാണ് ഈ ഭാരങ്ങൾ, ആകുലത. പിന്നെ എന്തൊക്കെയാ അല്ലേ? ആകുലത, ഭാരം, നിരാശ, പിന്നെ 2 വാക്കൊക്കെ ഉണ്ടല്ലോ, വിചാരപ്പെടുക. ഇതൊക്കെ കടന്നു വരുന്ന കാര്യം മുഴുവനും ദൈവത്തിലുള്ള വിശ്വാസമില്ലായ്മയാണ്. ഒരിക്കൽ നമ്മുടെ മുത്തുപുറത്തിലുള്ള ഒരാൾ ചോദിച്ച്, വെറുതെ വന്ന് പ്രാർത്ഥനയ്ക്ക് വന്നിരുന്ന കർത്താവ് പൊറോട്ട സ്വർഗത്തിൽ നിന്ന് ഇറക്കി തരുമോയെന്ന് ഒരു പാസ്റ്റർ ചോദിച്ച്. ഒരു ഇന്നും ഓർമ്മയുണ്ട് ഞാൻ, സ്വർഗത്തിൽ നിന്ന് പൊറോട്ട കഴിക്കാനായി പൊറോട്ട കർത്താവ് വള്ളിയിൽ ഇറക്കി തരുമോയെന്നൊരു ചോദ്യം പുള്ളി ചോദിച്ചു. അങ്ങനെയും ഇറക്കി കൊടുത്ത ചരിത്രമില്ലേ? കാക്കനെ കൊണ്ട് പോഷിപ്പിച്ച ചരിത്രമില്ലേ? എൻ്റെ ആത്മീയപിതാവ് മരിച്ചുപോയി, മുട്ടം ഗീവർഗീസ്. അദ്ദേഹത്തിന് 17 ദിവസം ആ കുടം മുഴുവൻ പട്ടിണി കിടക്കുമ്പോൾ വാതിക്കൽ ഒരു ടക്കിട്ടത്തൊരു മുട്ട് കേട്ട് പുള്ളി ഒക്കെ ക്ഷീണിച്ചിരിക്കുക. മക്കളും കുഞ്ഞ് അമ്മയുടെ പാല് കുടിക്കുന്ന കുഞ്ഞ് തളർന്നിട്ട് കിടക്കുക. ആ സമയത്താണ് ആ വാതിക്കൽ മുട്ട് കേൾക്കുന്നത്. ഒരു തുരപ്പം കൊണ്ടുവന്ന് ആദ്യം പോയി നോക്കിയപ്പോൾ ഒരു കപ്പയിരിക്കുന്നു. പുള്ളി തുറന്നു നോക്കിയപ്പോൾ ഒരു കപ്പയിരിക്കുന്നു. പുള്ളി അപ്പോൾ തന്നെ കട്ട് ചെയ്ത് വെച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ടക്കടിക്കുന്നു. അപ്പോൾ പുള്ളിക്ക് തോന്നി എന്താണെന്ന് അറിയാൻ വേണ്ടി നോക്കിയപ്പോൾ പതിയെ തുറന്നു നോക്കിയപ്പോഴാണ് ഒരു തുരപ്പൻ വെച്ചിട്ട് ഓടിപ്പോകുന്നത്. തുരപ്പൻ എത്ര എൻ്റെ ആത്മീയപിതാവാ. ഹല്ലേലൂയ. അവരുടെ നെഞ്ചോട് ചേർന്നിരിക്കാൻ നമുക്ക് അനുവാദം നൽകിയിട്ടുണ്ട്. ഇതൊക്കെ ദൈവം ചെയ്യില്ലേ? പറ നിങ്ങൾ. ഈ 14 ദിവസം 17 ദിവസം 16 ദിവസം 17 ദിവസം പട്ടിണി കിട്ടത് മറ്റൊന്നും കൊണ്ടല്ല. ആ 17-ാം ദിവസമാണ് സ്വർഗത്തിൽ ഒരു പാട്ട് എഴുതി കിട്ടത്. മറ്റേ സഹജ എന്നൊക്കെ പറഞ്ഞ് പാട്ട് പാടി ഓർമ്മയുണ്ട്. അഴലേറും അല്ലേ, അഴലേറും ജീവിതമരുവിൽ. ആ പാട്ട് സ്വർഗത്തിൽ നിന്ന് നേരിട്ട് അഴിക്കി കൊടുക്കാൻ 17 ദിവസം ഫാസ്റ്റിംഗ് ഇരിക്കേണ്ടി വന്നു, കുടുംബമായിട്ടിരിക്കേണ്ടി വന്നു. നമ്മൾ പറയും കർത്താവ് നമ്മളെ പട്ടിണി കിട്ടെന്നൊക്കെ പറയും.
പക്ഷെ 17 ദിവസം സ്വർഗം അവരെ ഒരുക്കുമായിരുന്നു ആ പാട്ട് പുറത്തേക്ക് വരാൻ വേണ്ടി. അല്ലേ? പലപ്പോഴും അങ്ങനെയല്ലേ? ഈ കർത്താവിൻ്റെ കൂടെ ഞാൻ പറയാം, ഈ കൊറോണ സമയത്ത് ഒരു മാസത്തേക്കുള്ളിൽ ഞാൻ 2 മാസത്തോളം ഞാൻ ഒരിടത്തും തമിഴ്നാട്ടിൽ ഒന്നും പോകാൻ പറ്റില്ല. പക്ഷേ 2 മാസം എൻ്റെ ജീവിതത്തിൽ നഷ്ടമായി പോയെന്ന് വിചാരിക്കുമ്പോഴാണ് ആ 2 മാസം നമുക്ക് വേറൊരു ക്ലാസ് കർത്താവിക്കുന്നത്. ആ പുതിയ ഈ പറഞ്ഞ പുതിയ യെരൂശലേമിനെ കുറിച്ച് മറ്റൊന്നുമല്ല, സ്വർഗീയ സിയോനെക്കുറിച്ചൊക്കെ ഒരു വലിയൊരു ക്ലാസ് എനിക്ക് പഠിപ്പിക്കാൻ ആ സമയത്ത് കർത്താവ് എനിക്ക് അനുവദിച്ചത്. അത്രയും വലിയ നന്മകൾ കിട്ടുവാൻ ചിലപ്പോൾ 2 മാസം കർത്താവ് നമ്മൾ ഇരുത്തും. ഞാൻ പറയാൻ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ കണ്ണല്ല, നമ്മുടെ ചിന്തകളല്ല കർത്താവിൻ്റെ ചിന്തകൾ. ചിലതൊക്കെ നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് ചിലതൊക്കെ പുറത്തു വരാൻ വേണ്ടിയാ, അല്ലേ? ചിലതൊക്കെ നമ്മൾ എടുത്തു മാറ്റുന്നത് ചിലതൊക്കെ നമുക്ക് നൽകാൻ വേണ്ടിയാ ദൈവത്തിന്. ഹല്ലേലൂയ. നമുക്ക് എല്ലാം നല്ലതായിട്ട് തോന്നും, പക്ഷേ കർത്താവിനെല്ലാം നല്ലതല്ലെന്നേ. അതൊക്കെ ഒന്ന് കണ്ടാൽ നമ്മൾ അറിഞ്ഞാൽ മതി. നമ്മളെ നയിക്കുന്നത് കർത്താവ്, ഒരു ഫോഴ്സ് എൻ്റെ പുറകെ ഉണ്ട്. ഹല്ലേലൂയ. എൻ്റെ കർത്താവ് നയിച്ചുകൊണ്ടിരിക്കുക. ഇതൊക്കെ കടന്നു വരുമ്പോഴാണ് എൻ്റെ ഭാരം വിട്ടു പോകുന്നത്. അല്ലെങ്കിൽ എനിക്ക് എന്നിൽ തന്നെ ഒരു വേർപാടുണ്ടാകും. കൊള്ളത്തില്ല, ഞാൻ എത്ര നാൾ അധ്വാനിക്കാൻ തുടങ്ങിയിട്ട് എൻ്റെ കഴിവില്ലാത്തത് കൊണ്ടായിരിക്കാം. അപ്പൻ എന്നെ പഠിപ്പിച്ചിരുന്നെങ്കിൽ, അല്ലേ? പണ്ട് എനിക്കുണ്ടായിരുന്നു അങ്ങനെ. കുറേ നാൾ ഞാൻ നടന്നിട്ട്, കുറേ നാൾ ഒരു വലിയ ഭാരമായി നടന്നു. ഇത്തിരി ഉണ്ടെന്ന് ഇച്ചിരി ബാക്കിയുണ്ട് അകത്ത്. വലുതായിട്ട് എനിക്ക് ഇംഗ്ലീഷ് പറയാൻ അറിയാൻ പാടില്ല. എന്നാൽ എൻ്റെ കൂടെയൊക്കെ ആൾക്കാരൊക്കെ ഞങ്ങൾ മറ്റേ സ്റ്റേഡിയം പണിയുമ്പോഴൊക്കെ അവിടെ ഹിന്ദിക്കാരൊക്കെ ഭയങ്കര ഇംഗ്ലീഷൊക്കെ പറയുമ്പോൾ എൻ്റെ കൂടെയൊക്കെ എല്ലാം നല്ലോണം ഇംഗ്ലീഷ് പറയും. ഞാൻ പറയും എനിക്ക് മാത്രം പറ്റണില്ല. ഈ നിരാശ ഇപ്പോൾ ഇച്ചിരി ഉണ്ട്, എന്നാലും പറയല്ലേ. ഞാൻ പറയാം, പക്ഷെ അത് അറിഞ്ഞിരുന്നെങ്കിൽ, ഞാൻ ഇന്ന് ഓർക്കുക, അതൊക്കെ പഠിച്ച് മണമണാന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് കർത്താവിനെ വിട്ട് വേറെ എന്തെങ്കിലും പണിക്കാൻ പോയേനെ. ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? ചില ദൈവം തരാതിരിക്കുക. ക്ലിയർ ആണോ ഇല്ലയോ? നമ്മൾ ദൈവത്തിൻ്റെ കണ്ണിലൂടെ ഓരോ കാര്യങ്ങളാണ് പഠിക്കുന്നത്. നമുക്ക് ദൈവം തരാതിരിക്കുന്നത് നാം ഇന്നും ക്രിസ്തുവിലുണ്ടോ, അതാണ് വലിയ അത്ഭുതം. ഇന്നിവിടെ നിൽക്കുന്നതിന് കാരണം അതുള്ളത് കൊണ്ട്, അതൊക്കെ സംഭവിച്ചത് കൊണ്ടാണ്. ചിലത് തരാതിരുന്നത് കൊണ്ടാണ് ഇന്ന് ഞാനിവിടെ നിൽക്കുന്നത്, ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുന്നത്, നിങ്ങളിവിടെ ഇരിക്കുന്നത് അതുകൊണ്ടാണ്. തന്നിരുന്നെങ്കിൽ എത്രയോ ആയിരങ്ങളാണ് വിട്ടുപോയത്. ആയിരങ്ങൾ. കൊറോണ സമയത്തൊക്കെ ഞങ്ങളിവിടെ നിന്ന് ആൾക്കാർ എത്രയോ വിട്ടുപോയി എന്ന് പകടെ പറഞ്ഞ കർത്ത മനസ്സിലായോ? നമ്മുടെ ജീവിതം എന്ത് വന്നാലും അതെല്ലാം ദൈവം അനുവദിക്കുന്നു എന്നൊരു സത്യം നമ്മൾ തിരിച്ചറിഞ്ഞാൽ മാത്രം മതി. ഈ വാക്യത്തിൻ്റെ 34 വാക്യം ഉണ്ടല്ലോ, എങ്ങനെയാണ് ലാസ്റ്റ് വാക്യം? നമ്മൾ വാക്യം വായിച്ചേ. അത് ദിവസത്തിന് അന്നുള്ള ദോഷം. ഓരോ ദിവസത്തിനും അന്നുള്ള ദോഷമുണ്ടെന്ന് വേദം പഠിപ്പിച്ചിരിക്കുക. എന്നെവിടെ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, പിന്നീട് പിന്നീട് എടുക്കും. ഞാൻ വീണ്ടും പറയുന്നു, നാളത്തെ കരുതി വെക്കേണ്ടെന്ന് ഞാനിപ്പോൾ സംസാരിക്കുമ്പോഴും കരുതി വെക്കേണ്ടെന്ന് വേദവസം പഠിപ്പിക്കുന്നില്ല. ഞാൻ ഒരിക്കലും പറയുന്നില്ല കരുതി വെക്കേണ്ടത് നിങ്ങളുടെ ഇഷ്ടമാണ്. വ്യക്തിപരമായി കർത്താവുമായുള്ള ബന്ധത്തിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, അതിൽ ആരും ഇടപെടില്ല. പക്ഷേ ഞാൻ വാക്യം എഴുതി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും പാസ്റ്റ് ജോലി വേണ്ട, ബിസിനസ് ഒന്നും വേണ്ട എന്നൊക്കെ പറയും. അല്ല, വചനം പറയുക, തിമോത്തിയോസിൻ്റെ 5:8 പറയുക, തനിക്കുള്ളവർക്കും പ്രത്യേക സ്വന്തം കുടുംബക്കാർക്കും വേണ്ടി കരുതാത്തവൻ വിശ്വാസം തള്ളിക്കളഞ്ഞു, അവിശ്വാസികൾ അധമനായിരിക്കുന്നു. വാക്കിയല്ലേ? അപ്പോൾ നമുക്ക് ഉത്തരവാദിത്വമുണ്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടി. ഇതൊക്കെ കാണിക്കുമ്പോൾ ഒരു സത്യം കൂടി അറിയണം നമ്മൾ. ഇവിടെ പറയുമ്പോൾ അപ്പോൾ നമുക്ക് വേണ്ടി വാദിക്കാൻ, നമുക്ക് വേണ്ടി കർത്താവ് പറഞ്ഞിട്ടില്ലേ നമുക്കിതെല്ലാം നമുക്ക് ഉണ്ടാക്കി വെക്കാൻ, നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി സമ്പാദിച്ച് വെക്കുവാൻ കർത്താവ് നമ്മോട് പറഞ്ഞിട്ടില്ലേന്ന് എന്നോട് ചോദിച്ചു ഇഷ്ടംപോലെ ആൾക്കാർ എന്നോടുണ്ട്. പക്ഷേ ഒരു സത്യം ഞാൻ നിങ്ങളോട് പറയാം, ഇതൊക്കെ കർത്താവ് പറയുമ്പോഴും കർത്താവിൻ്റെ മനസ്സിൽ ഒന്നേയുള്ളൂ. എന്നാണെന്നറിയാമോ? നിങ്ങൾ അങ്ങനെ സമ്പാദിച്ച് വെക്കുമ്പോൾ, മക്കൾക്ക് വേണ്ടി തലമുറകൾക്ക് വേണ്ടി സമ്പാദിച്ച് വെക്കുമ്പോൾ അതുപോലെയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. അത് കാണിക്കാൻ വേണ്ടിയാണ് ഇത് പറയിപ്പിക്കുന്നത്. വെളിപ്പാട് മനസ്സിലായില്ലെന്നോ നിങ്ങൾക്ക്? അല്ലേ? മനസ്സിലായില്ലയോ? ഞാൻ പറഞ്ഞ വെളിപ്പാട് മനസ്സിലായോ നിങ്ങൾക്ക്? ഇത് നമ്മുടെ തനിക്കുള്ളവർക്ക് വേണ്ടി സ്വന്തം കുടുംബക്കാർക്ക് വേണ്ടി കരുതാത്തവൻ വിശ്വാസം തള്ളിക്കളഞ്ഞു എന്ന് വചനം പറയുമ്പോൾ അല്ലേ നമ്മൾ സമ്പാദിച്ച് വെക്കണമെന്ന് നമ്മൾ പറയും. എല്ലാവരും പറയാറുണ്ട്, വചനം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് സമ്പാദിച്ച് വെക്കാമെന്ന് പറയുമ്പോൾ ഒരു കാര്യം ഓർക്കണം, അതല്ല വെളിപ്പാട്. തലമുറകൾക്കും മറ്റുള്ളവർക്ക് വേണ്ടി, നമ്മുടെ തലമുറക്ക് വേണ്ടി സമ്പാദിച്ച് വെക്കുന്നതല്ല വെളിപ്പാട്. ഇവിടുത്തെ എന്താ വെളിപ്പാട്? നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന ഒരുവൻ സ്വർഗത്തിലുണ്ട്. അതാ വെളിപ്പാട്. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? ഇത് വിട്ടുപോയാൽ മറ്റേ തെറ്റിദ്ധരിച്ച് ആൾക്കാർ എന്നോട് ഇഷ്ടംപോലെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, അങ്ങനെ ഈ വചനം എന്തിന് എഴുതി വെച്ചിരിക്കുന്നത്? തനിക്കുള്ളവർക്കും പ്രത്യേക സ്വന്തം കുടുംബക്കാർക്കും വേണ്ടി കരുതാത്തവൻ വിശ്വാസം തള്ളിക്കളഞ്ഞിരിക്കുന്നു, അല്ലേ? അധ്വാനിച്ച് സമ്പാദിച്ചു പോകാൻ കർത്താവ് പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ അതല്ല അതിൻ്റെ വെളിപ്പാട്. ഹല്ലേലൂയ. വെളിപ്പാട് മറ്റൊന്നാ. നിങ്ങളിങ്ങനെ മക്കൾക്ക് വേണ്ടി തലമുറകൾക്ക് വേണ്ടി സമ്പാദിച്ചു വെക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം, നിങ്ങൾക്ക് വേണ്ടി അന്നുള്ളത് വേണ്ടി പോറ്റി പുലർത്തുവാൻ സ്വർഗം മതിയായവനാണ്.
ഹല്ലേലൂയ. നിങ്ങൾക്ക് വേണ്ടി സ്വർഗീയ ഭണ്ഡാരത്തിൽ എല്ലാം ഒരുക്കി വെച്ചിട്ടാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. 2 Pത്രോസ് 1:3 പറയുന്നു, ജീവനും ഭക്തിക്കും ആവശ്യമായതൊക്കെയും ദാനം ജീവനും ഭക്തിക്കും ജീവിതത്തിന് ആവശ്യമായതാവട്ടെ, ഭക്തി മിനിസ്ട്രിക്ക് ആവശ്യമാകട്ടെ, ക്രിസ്ത്യ ജീവിതത്തിന് ആത്മീയ ജീവിതത്തിന് ആവശ്യമാകട്ടെ, എന്തുമാകട്ടെ, രണ്ടും വിട്ടുപോകുന്നു. അതൊക്കെ ദാനം തന്നിരിക്കുന്നു. അതാണ് തന്നു കഴിഞ്ഞു, തന്നിരിക്കുന്നു. പാസ്റ്റ് ടെൻസ് ആണത്. നിങ്ങളെ വിളിക്കുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ നിങ്ങൾക്ക് ജീവനും എന്ന് പറഞ്ഞാൽ ഉണ്ണുക, ഉടുക്കുക, കുടിക്കുക, ഇത് ആവശ്യം അല്ലേ? വീട്, കാറ്, ലോറി ഒക്കെ ആവശ്യമാണ്, ഭൗതിക ആവശ്യം. 2 ഭക്തി, നമ്മുടെ ആത്മീയ സ്പിരിച്വൽ വർധനവിന് വേണ്ടി ആവശ്യമായ എല്ലാ കാര്യങ്ങളും എന്തുമാകട്ടെ വിട്ടുപോകുക അല്ലേ? അത് തരുമെന്നല്ല, നീ സൺഡേ വന്നാൽ കിട്ടുമെന്നല്ല, ബൈബിൾ 5 അധ്യായം വായിച്ചാൽ കിട്ടുമെന്നല്ല, നിന്നെ വിളിക്കുമ്പോൾ നിൻ്റെ അക്കൗണ്ടിൽ ഇട്ടിട്ടാണ് ഞാൻ വിളിച്ചിരിക്കുന്നത്. നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ? ബൈബിൾ അങ്ങനെ പഠിപ്പിക്കുന്നത് അല്ലേ? അങ്ങനെയല്ലേ? തന്നിരിക്കുന്നു, തരുമെന്നല്ലോ, തന്നിരിക്കുന്ന വേദോസം പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് 2 കൊരിന്ത്യർ 12 പഠിപ്പിക്കുന്നുണ്ട്, ഈ 3-ാം പ്രാവശ്യം നിങ്ങളുടെ അടുക്ക വരുവാൻ ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. നിങ്ങൾക്ക് ഭാരമായി തീരുകയില്ല. നിങ്ങൾക്കുള്ളതിനെയല്ല, നിങ്ങളെ തന്നെ ഞാൻ അന്വേഷിക്കുന്നു. മക്കൾ അമ്മയപ്പന്മാർക്കല്ല, അമ്മയപ്പന്മാർ മക്കൾക്കായിട്ടല്ലോ. ഛർദിച്ച് വെക്കാന്നല്ല, കരുതി വെക്കുന്നത് അല്ലേ? കരുതി വെക്കുന്നത് അല്ലേ? അതൊക്കെ ഓർക്കുമ്പോൾ ഞാൻ ഒരുപാട് ഓർക്കുക. എൻ്റെ ഫാദറൊക്കെ നമ്പർ 1 കുടിയനായിരുന്നു. നമ്പർ പറഞ്ഞാൽ എറണാകുളത്ത് കൊച്ചി കോർപ്പറേഷനല്ലേ, എല്ലാ ദിവസം കുടിച്ച് റോട്ടിൽ കിടന്ന് എൻ്റെ പൊന്നു ഇതൊന്നും വീട്ടിൽ ഈ വാൾ വെച്ചിട്ട് ഇരിക്കത്തുള്ളൂ. ഇത് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വിടും, അതാ ഓടി വന്നു ഡെയിലി കോരിക്കളയുക എന്നുള്ളതാണ് ഞങ്ങളുടെ ജോലി. ജീവിതത്തിനൊക്കെ ഒരുപക്ഷെ അമ്മയുടെ ഉദരത്തിൽ വെച്ചതിനെ കർത്താവ് കണ്ടതുകൊണ്ടായിരിക്കാം ജീവിതത്തിൽ അതുപോലെ ഒരുപാട് കഷ്ടങ്ങൾ ജീവിതത്തിൽ ഇത്രയും കുഞ്ഞുനാൾ മുതൽ അനുഭവിച്ച ഞാനൊക്കെ വളർന്നത് കുഞ്ഞുനാൾ മുതൽ. ഹല്ലേലൂയ. +2 പ്രീ ഡിഗ്രി പഠിക്കുമ്പോൾ ഒളിച്ചോടി പോകാൻ വേണ്ടി പോയി കലൂർ പോയി അവിടെ കോളേജിൽ അവിടെ പോയി കുറേ ഇരുന്നു, തിരിച്ച് വീട്ടിലേക്ക് വന്ന് ഒളിച്ചോടാൻ നമുക്കുള്ള കപ്പാസിറ്റി ഒന്നും ഇല്ലുള്ള കാര്യം പറയല്ലേ. ജീവിതത്തിലേക്ക് അമ്മയുടെ ഉദരത്തിൽ വെച്ചതിനെ കർത്താവ് നമ്മെ കണ്ടതുകൊണ്ടാണ് വിട്ടില്ല. കർത്താവ് ഇന്നും കർത്താവിൽ നിൽക്കുന്നു, പറയാൻ പറ്റും കർത്താവിലുണ്ട് അല്ലേ? ഹല്ലേലൂയ. എന്തുമാകട്ടെ, അപ്പോൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും ഇതല്ല വെളിപ്പാട്, ഇതിൻ്റെ വെളിപ്പാട്. ഇതൊക്കെ ചെയ്യുമ്പോഴും ഞാൻ മക്കൾക്ക് വേണ്ടി കരുതുമ്പോഴും ഒരു കാര്യം ഹൃദയത്തിൽ ഓർമ്മ വരും, കർത്താവേ ഞാൻ മക്കൾക്ക് വേണ്ടി കരുതുമ്പോൾ അങ്ങനെക്ക് വേണ്ടി സ്വർഗത്തിൽ കരുതി വെച്ചിട്ടുണ്ട്. ആ ഒരു ചിന്ത നമ്മുടെ അകത്ത് വരുന്നില്ലെങ്കിൽ ഒരു കാര്യം ഓർത്തേക്കണം, നമ്മൾ തെറ്റിപ്പോയിട്ടുണ്ട്. ആ റൂട്ടിൽ അതെവിടെയോ നമുക്ക് വെളിപ്പാട് കിട്ടാതെ പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞാൽ മനസ്സിലായിരിക്കും. ഓക്കെ, കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഇല്ലെങ്കിൽ കേവലം നമ്മൾ ജാതികളെപ്പോലെ നമ്മൾ മാറ്റപ്പെട്ടു പോകും. ഹല്ലേലൂയ. ഒറ്റ കാര്യം മാത്രമല്ല, ആ വാക്യം മുഴുവൻ പഠിച്ചാൽ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുമ്പോൾ വാക്യമെല്ലാം നമ്മുടെ പുറകെ വരികയാണ്. അവൻ്റെ രാജ്യവും നീതി, അത് നമ്മൾ ഈ ബൈബിളിൽ നമ്മൾ രക്ഷിക്കപ്പെട്ടവരോട് ആദ്യം കർത്താവ് പറഞ്ഞ ഫസ്റ്റ് അവരോട് പറയുന്നത് അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക. എന്താ രാജ്യം, എന്താ നീതി അല്ലേ? എന്തുമാകട്ടെ, അത് വിട്ടേക്ക്. അത് നമ്മൾ നാളെ ബൈബിൾ നമ്മളെ ദൈവരാജ്യത്തെക്കുറിച്ച് ക്ലാസ് വരും, ആഴമായി പഠിക്കും അതിനെക്കുറിച്ചൊക്കെ. അതൊരു ലോ ആൻഡ് ഓർഡർ. അതൊക്കെ അത് ഓരോ ഇന്ത്യക്ക് നിയമമുണ്ട്. ഇപ്പോൾ എയർഫോഴ്സ് നിയമമില്ലേ, ഫ്ലൈറ്റ് തോന്നുന്ന പോലെ ഞങ്ങൾ ഫ്ലൈറ്റിൽ എന്താ എന്തോ പേരൊക്കെ പറയില്ലേ, ഡെപ്യൂട്ടി കളക്ടർമാരാന്നൊക്കെ പറഞ്ഞ് മറ്റേ പ്ലെയിനും കൂടെ നടക്കാൻ പറ്റുമോ? എല്ലാത്തും ഒരു ഓർഡർ ഉണ്ട്, എല്ലാത്തും റൂട്ടുണ്ട്. എല്ലാം വണ്ടി പോകുമ്പോൾ ഇടതുവശം ചേർന്നാൽ പോകാൻ പാടുള്ളൂ, നമുക്ക് വലതുവശം കൂടി പോയാൽ പിടിച്ച് ജയിലിടും. ഇതുപോലെ തന്നെ ലോ ആൻഡ് ഓർഡർ ഉണ്ട്, നിയമങ്ങളുണ്ട്. എവിടെയാ? ദൈവരാജ്യത്തിനകത്ത്. നമ്മൾ അവിടെയാണ് ജനിച്ചത്, അവിടുത്തെ നിയമം പഠിച്ചാലേ ജീവിക്കാൻ പറ്റുള്ളൂ. പക്ഷെ നിയമം പഠിച്ചിട്ടില്ല നമുക്ക്, അതുകൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. എപ്പോൾ നോക്കിയാലും നമ്മളെ പിടിച്ച് ജയിലിടുക കർത്താവ്. ഇടതുവശം പോയി ചേർന്ന് പോകാം അവിടെ പറയുമ്പോൾ നമ്മൾ വലതുവശം പോയിക്കൊണ്ടിരിക്കുക. നമുക്ക് അറിയില്ല, നിയമം അറിയില്ല. കർത്താവ് പിടിച്ച് അവിടെ ജയിലിടും നമ്മളെ പിടിച്ച്. അതുകൊണ്ടാണ് ഈ ക്രിസ്തീയ ജീവിതത്തിൽ വളരാൻ കഴിയാതെ ഇങ്ങനെ വെച്ച് കെട്ടി പിന്നെ ഇടയ്ക്ക് റിലീസ് ചെയ്യും. നേരെ വീണ്ടും പോയിട്ടല്ലേ എന്തുമാകട്ടെ. ഓർത്ത് ഇങ്ങനെ അടിച്ച് അപ്പം പറയും നിന്നെ ഞാൻ എടുത്തോളാന്ന് പറയും. കർത്താവ് നീ വാടാ, നീ അടുത്ത് പോയി ജയിലിൽ കിടക്കാൻ പറയും നമ്മോട്. കാരണം നിയമം അതല്ല. ഇവിടെ അടിച്ചാൽ ഇവിടെ അടിച്ചു കൊടുക്കണം. നമുക്ക് നിയമങ്ങൾക്ക് വ്യത്യാസമാണ്. ദൈവരാജ്യത്തിനകത്ത് ലോ ആൻഡ് ഓർഡറിന് വ്യത്യാസമുണ്ട്. പഠിക്കേണ്ടതൊക്കെ നമുക്ക്, എങ്കിലും അവിടെ ജീവിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ജീവിച്ചാൽ. അതുകൊണ്ടാണ് ഈ മത്തായി 6-ാം അധ്യായത്തിൽ വാക്കില്ലേ, ചേകവർ വന്ന് നിങ്ങളെ ബന്ധിച്ച് അല്ലേ 3 കോടതി എവിടെ പഠിച്ച താഴത്തെ നമ്മൾ പഠിച്ചതാ. 3 കോടതിയുണ്ട്. സുപ്രീം കോടതി, ജില്ലാ കോടതി, ഹൈക്കോടതി. 3 കോടതിയിൽ ദൈവം നമ്മെ വിധിക്കുന്നു. ഇതൊക്കെ കോടതിയൊക്കെ വെച്ചിരിക്കുന്നത് ഇതുപോലെ സ്പിരിച്വൽ മണ്ഡലത്തിൽ കോടതിയുണ്ട് നമുക്ക്, ഇല്ലേ? അങ്ങനെയില്ലേ?
അങ്ങനെ ഇല്ലായിരുന്നെങ്കിൽ നമ്മളൊക്കെ എത്രയോ വിശ്വാസി പണ്ടേ നല്ല കുമ്മന്മാരായി പോകേണ്ട നമുക്ക്. ഇന്നും നമ്മൾ കിടക്കുകയാണ്, പൊങ്ങി വരുമ്പോൾ തന്നെ പിടിച്ച് താഴ്ത്തേക്ക് വിടല്ലേ, ഏതെങ്കിലും പിടിച്ച് ജയിലിലിടും നമ്മൾ. ഇതൊക്കെ ഓരോ കോടതികൾ. അതുകൊണ്ടാണ് ആ മത്തായി 7-ാം അധ്യായത്തിൽ നമ്മൾ ആഴമായി പഠിച്ചത്. നല്ലൊരു ടോപ്പിക്കാണ് അതൊക്കെ, ആഴമായി പഠിച്ചതാ. അവസാനം ചേ ഗവർണറിനെ ബന്ധിച്ച് അവസാനം ചില്ലിക്കാശ് കൊടുത്തു തീരുവോളം നീ അവിടെ നിന്ന് പുറത്ത് വരത്തില്ല. ആരാ ചേകവർ? സാത്താന ദൂതന്മാർ നമ്മളെ പിടിച്ച് ബന്ധിച്ച് വെച്ചിരിക്കുക. എന്നിട്ട് നമ്മ പ്രവാചകന്മാരെ വിളിച്ചിട്ട് പറയും യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് ആ ഭൂതത്തെ പുറത്താക്കുമല്ലേ. അങ്ങനെ പോകും, കർത്താവ് ബന്ധിച്ചിരിക്കുന്നത്. പിന്നെ നമ്മളിവിടെ ആട്ടിയാലൊന്നും ആ ഭൂതം പോകത്തില്ല. മിണ്ടാതിരിക്കുന്നത് നിങ്ങൾ ഇല്ലേ? ഏതെങ്കിലും പ്രവാചകന്മാരെ വിളിച്ച് ആട്ടിയാലാ പോകും ആ ഭൂതം. അങ്ങനത്തെ ഭൂതങ്ങളൊക്കെ ഉണ്ടല്ലേ, പോകില്ല. അതാണ് ഈ കെട്ടിയവൻ തന്നെ അഴിക്കണം. കെട്ടിയവനല്ല കെട്ടിയവൻ തന്നെ അല്ലേ. അതോടെ അത് പറഞ്ഞത് നിങ്ങൾ രണ്ടുപേർ ഇവിടെ വെച്ച് എന്തെങ്കിലും കെട്ടിയാൽ അത് അവിടെ വെച്ചാൽ അഴിക്കണം. നിങ്ങൾ അഴിക്കാതെ ഇവിടെ അടക്കത്തില്ല. നിങ്ങൾ അഴിച്ചാൽ സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും. അല്ലേ, സ്വർഗത്തിൽ അഴിച്ചിട്ടല്ല ഇവിടെ അഴിയുന്നത്, ഇവിടെ അഴിച്ചിട്ടാണ് സ്വർഗം അഴിയുന്നത്. പിശാച് ഇന്ന് പലപ്പോഴും പിശാചിനാൽ നമ്മൾ ബന്ധിക്കപ്പെടും. ദൈവം തന്നെ ബന്ധിച്ചിരിക്കുന്നത്. നമ്മൾ ആ ശാസ്ത്രം പോകത്തൊന്നുമില്ല. എന്തുകൊണ്ടാണ് നമ്മൾ അറിയണം. പണ്ട് പഠിച്ച ഓർത്തെടുത്താൽ മതി. എന്തുമാകട്ടെ, അതുകൊണ്ട് ഫിലിപ്പ് ലേഖനം പറയുക 4-ാം അധ്യായം 6-7 വാക്യം വായിച്ച് ഒന്നിനെക്കുറിച്ചും മതി, അത് മതി. ഓക്കെ, ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടരുത്, എല്ലാത്തിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ. നമ്മളിതിനെക്കുറിച്ച് നേരത്തെ പഠിച്ചിട്ടുണ്ട്, അല്പമായി പഠിച്ചു. എന്താണെന്നറിയാമോ? ഇതിലെ ഒരു ഇതിൻ്റെ സൂത്രവാക്യം എന്താ? ഒരു സൂത്രവാക്യം നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചത് അല്പമായിട്ട്. എന്താ സൂത്രവാക്യം? വിചാരപ്പെടാതിരിക്കാനുള്ള സൂത്രവാക്യം എന്താ? ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടരുത്, എല്ലാത്തിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ. അതാ നിങ്ങൾ ദൈവത്തോട് അറിയിക്കുക. എങ്ങനെയാണെന്നറിയാമോ? കർത്താവേ, എൻ്റെ ഒരു പ്രശ്നം ഇതാ, ഞാൻ ലോൺ എടുക്കാനുണ്ട്, അല്ലെങ്കിൽ ഹൗസിംഗ് ലോൺ ഉണ്ട്, ഇതാ ഈ പ്രശ്നം ഞാൻ നിൻ്റെ കരകളിലേക്ക് ഞാൻ തരുന്നു. കർത്താവിൻ്റെ അനുമതിയോടെ ആണെങ്കിൽ, കർത്താവിൻ്റെ അനുമതിയോടെ ആണെങ്കിൽ, അല്ലെങ്കിൽ കുഴപ്പമില്ല, കർത്താവ് നമ്മളെ സഹായിക്കില്ലേ. അപ്പോൾ എന്തുവാകട്ടെ, നീ എനിക്ക് നൽകിയിരിക്കാൻ നിനക്ക് ഞാൻ നന്ദി പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് ആ പ്രാർത്ഥന വിഷയം ഏൽപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എന്നെ സഹായിപ്പാൻ കഴിവുള്ള ദൈവം സഹായിച്ചിരിക്കുന്നു. സ്തോത്രത്തോടുകൂടി ദൈവത്തോട് അറിയിച്ചു. ഞാൻ കിട്ടിയെന്ന് പറഞ്ഞ് ദൈവത്തോട് അറിയിച്ചു. കാരണം എൻ്റെ ദൈവം എന്നെ കൈവിടത്തില്ല. എൻ്റെ അറിവുകേട് കൊണ്ട്, എൻ്റെ കഴിവുകേട് കൊണ്ട് സംഭവിച്ചു പോയത് കർത്താവേ ഞാൻ സമ്മതിക്കുന്നു, നീ അത് എനിക്ക് വീട്ടിൽ തരണം. ഇതാ ഞാൻ നിന്റെ കരകളിലേക്ക് തരുന്നു. നീ എൻ്റെ അപ്പനാണ്, നീ എന്നെ അത് വീട്ടുവാൻ മതിയായവനാണെന്ന് ഒരുവൻ സ്തോത്രം പറഞ്ഞുകൊണ്ട്, കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട്, എൻ്റെ പിതാവിനെ കൈവിടത്തില്ല, അവൻ എനിക്ക് പകരക്കാരൻ നിന്ന് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഏൽപ്പിക്കുന്നതിൻ്റെ പേരാ ഈ കാര്യം. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഇത് വെളിപ്പാടല്ല നമുക്ക്, അല്ലേ? നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടു കൂടി പറയുമ്പോൾ ഒരു അനുതാപം ഉണ്ടായിരിക്കണം, മാനസാന്തരം ഉണ്ടായിരിക്കണം. നാളെ കർത്താവ് ഞാൻ എൻ്റെ അറിവില്ലായ്മ കൊണ്ട് ചെയ്തു പോയി എന്ന് പറഞ്ഞുകൊണ്ട് സ്തോത്രം കൊണ്ട് ഏൽപ്പിച്ചിട്ട് നാളെ പോയിട്ട് വേറെ കാണുമ്പോൾ അത് ഇങ്ങനെ പോരട്ടെ എന്ന് പറഞ്ഞെടുക്കുക പരിപാടിയല്ല. പിന്നെ ഒരിക്കലും നമ്മൾ ചെയ്യില്ല. ആ മാനസാന്തരം, മനസ്സ് തിരിഞ്ഞ് യൂ ടേൺ ചെയ്തു പോകുക, ദൈവത്തിലേക്ക് മടങ്ങിപ്പോകുക. എൻ്റെ ഇഷ്ടത്തിലല്ല ഇനി എല്ലാം അവൻ്റെ ഇഷ്ടത്തിലേക്ക് ഏൽപ്പിച്ച് കൊടുക്കുക. ഞാൻ പറഞ്ഞ മനസ്സാവുന്നുണ്ടോ? അതും ക്രിസ്ത്യ ജീവിതത്തിലുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മളവൻ്റെ മക്കളാന്നേ. നമ്മുടെ കഴിവുകളോട് സംഭവിച്ചു പോയ സകലതും എൻ്റെ അപ്പ, ഞാൻ സമ്മതിക്കുന്നു ഞാൻ തെറ്റുകാരനാണെന്ന്, നീ എൻ്റെ അപ്പനാണ്. ഹല്ലേലൂയ. നിൻ്റെ പുത്രൻ്റെ ജീവൻ്റെ വില കൊടുത്തു വാങ്ങിയത് തന്നെ. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു, എനിക്കിതിൽ നിന്ന് കരകയറുവാൻ എന്നെ കൊണ്ട് കഴിയില്ല, പക്ഷേ നിന്നാൽ സാധ്യമാകും. ഞാൻ സ്തോത്രം നീ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് എൻ്റെ കരങ്ങളിലേക്ക് എന്നെ ഏൽപ്പിക്കുക. വിശ്വസിച്ചുകൊണ്ടല്ല, അത് സ്തോത്രം വിശ്വസിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഏൽപ്പിക്കുക. നമ്മൾ കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് ഏൽപ്പിക്കുക. ഹല്ലേലൂയ. ദൈവം അതിനു വേണ്ട ബുദ്ധിയും വിവേകവും ഞാനൊക്കെ കർത്താവ് നമുക്ക് തന്നിരിക്കും. എന്നിട്ട് പറയുന്നത് സകല ബുദ്ധിയെയും കവിയുന്ന കഴിഞ്ഞ ദിവസം പഠിച്ചതാ. ഒന്നാമത് സകല ബുദ്ധിയെയും കഴിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും എന്ന് പറഞ്ഞ സകല ബുദ്ധിയെയും. നമ്മുടെ മനസ്സ് പറയും സമയം അടുത്ത് വരുന്നു, നാളെ കഴിഞ്ഞാൽ മറ്റന്നാൾ 10 മണിക്ക് ലോൺ എടുക്കണം എന്നൊക്കെ പറയും, അല്ലേ? നമ്മുടെ മനസ്സ് ബുദ്ധി പറയും. പക്ഷേ വചനം പറയുന്നു, ദൈവത്തിൽ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളല്ലേ ഭാരപ്പെടേണ്ടത്. ഭാരപ്പെടാൻ വേറൊരു സ്വർഗത്തിലുണ്ട്. ഞാൻ പറഞ്ഞ മനസ്സാവുന്നുണ്ട് നിൽക്കുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് ആഴമായി പഠിച്ചതാണ്. വിട്ടുപോകുന്നു. റോമർ 14:23 പറയുന്നു, താഴത്തെ വാക്യം റോമർ 14:23. എന്നാൽ സംശയിക്കുന്നവൻ തിന്നുന്നു എങ്കിൽ അത് വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കായിക്കൊണ്ട് അവൻ കുറ്റക്കാരനായിരിക്കുന്നു. വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതൊക്കെയും പാവമത്രേ. ഇതെല്ലാം ക്രിസ്ത്യ ജീവിതം. ഞാൻ വീണ്ടും പറയുന്നു, ഫ്രം ഫെയ്ത്ത്, ബൈ ഫെയ്ത്ത്, ടു ഫെയ്ത്ത്.
അതാണ് ക്രിസ്ത്യ ജീവിതം. വേറെ ഒന്നുമല്ല ഇത്. മുഴുവനും വിശ്വാസത്തിൽ ആരംഭിച്ചു, വിശ്വാസത്തിൽ കൂടി വിശ്വാസത്തിലേക്ക് നമ്മുടെ ദർശനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക നമ്മുടെ ക്രിസ്ത്യ ജീവിതം. ഓക്കെ, വിട്ടുപോകുന്ന ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ പോലും ആ വാക്യങ്ങളൊക്കെ വിട്ടുപോകുക. സങ്കീർത്തനം 52:22 പറയുന്നു, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും, നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ. അല്ലേ? കുലുങ്ങിപ്പോകുന്ന പോലെ കുലുങ്ങിപ്പോകുകയില്ല, കുലുങ്ങും. അല്ലേ? കുലുങ്ങിപ്പോവുകയല്ല, കുലുങ്ങുമെന്ന്. അല്ലേ? കുലുങ്ങാറില്ലേ? ഇന്ന് രാവിലെയും കുലുങ്ങി. മഴക്കാർ കണ്ട മഴ പെയ്തപ്പോൾ രാവിലെ പ്രയർ കഴിഞ്ഞപ്പോൾ മഴ, നല്ല മഴ, മൊത്തത്തിൽ കുലുക്കുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും. അല്ലേ? കുലുങ്ങും, ഇടയ്ക്കൊക്കെ കുലുങ്ങും. പക്ഷെ എന്നാലും കർത്താവ് അനുവദിക്കില്ല. അതുകൊണ്ടല്ലേ നമ്മൾ ഇത്രയും പേര് ഇരിക്കുന്നത്. കർത്താവ് അനുവദിച്ചോ? എന്ത് മിണ്ടാതിരിക്കുന്നത്? അതുകൊണ്ടാണ് പുറകിൽ നിന്ന് അത്ര ശക്തിയോടെ പ്രാർത്ഥിച്ചത്. കർത്താവേ, ഞങ്ങൾക്ക് പറ്റിപ്പോയല്ലോ എന്നൊക്കെ പറഞ്ഞില്ലേ. ചില സമയങ്ങൾ നമ്മൾ നമ്മൾ കയറി വരുന്നേ, മഴയൊക്കെ വരുമ്പോൾ നമ്മൾ അറിയാതെയൊക്കെ അവിടെ ജയിക്കണം നമ്മൾ അതിനൊക്കെ. അതുകൊണ്ട് അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളുക. എന്തൊക്കെ പ്രശ്നമുണ്ടോ, ഏത് ചിന്തയും നിങ്ങളെ ഭാരപ്പെടുത്തുന്നുവോ, നിങ്ങളെ തകർത്തിക്കളയും. ഞാൻ വീണ്ടും പറയുന്നു, ചിന്ത ഭാരം നമ്മുടെ അകത്ത് കയറിയാൽ രോഗിയായി തീരും. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? പഠിച്ചുകൊണ്ടിരിക്കുന്ന ആത്മീയ അധപ്പതനം സംഭവിക്കുന്നു, രോഗാത്മാക്കളാൽ പിടിക്കപ്പെടുന്നു, രോഗിയായി തീരുന്നു, പ്രായപൂർത്തിയാകുന്നതിന് മുമ്പേ മരിച്ചു പോകുന്നു. എന്തുകൊണ്ടെന്നറിയാമോ? നമ്മൾ ഇന്നോട് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം, നമ്മുടെ ഭാരം നമ്മുടെ അകത്ത് കിടന്നാൽ. ഹല്ലേലൂയ. ഭാരമുണ്ട്, നമുക്കറിയാം. ഇത് വലിയ ഭാരമാണ്. 10,000 താഴ്ന്ന് കടപ്പെട്ടവനുണ്ട്. 10,000 ഇല്ലേ? ഒരു മനുഷ്യൻ 15 വർഷം അധ്വാനിച്ചാൽ കിട്ടുന്ന ഒരു താലന്തേ കിട്ടത്തുള്ളൂ, സമ്പാദിക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ 10,000 താലന്ത് കടപ്പെട്ട ഒരുവനെ കർത്താവ് ഇളച്ചു കൊടുത്തെങ്കിൽ നമ്മുടെ ചെറിയ കടമൊക്കെ ഇളച്ചു കൊടുക്കത്തില്ലേ? കോടികളൊന്നുമില്ല, 500-10,000 കോടി. മറ്റേ അംബാനിക്കില്ലേ, വരാനൊക്കെ എടുക്കൂല്ലേ? അദാലത്താ, അത് അദാനിയാ. 500, 1000, 10,000 കോടിയൊക്കെ കടം. നമുക്ക് അത്ര ഒന്നുമില്ലല്ലോ. വേണ്ട, കർത്താവ് 10,000 താലന്ത് എന്ന് പറഞ്ഞാൽ എനിക്ക് അറിയാൻ പാടില്ല, അത്രയ്ക്കുള്ള കണക്ക് ഞാൻ പഠിച്ചിട്ടില്ല. എന്തായാലും ഒരു മനുഷ്യൻ 15-20 വർഷം സമ്പാദിക്കുന്ന അവൻ്റെ സമ്പാദ്യം എത്രയാണോ അതൊരു താലന്തേ ഉള്ളൂ സമ്പാദിക്കാൻ പറ്റുന്നത്. അതുപോലെ 10,000 താലന്ത് കടപ്പെട്ടവരെ പോടാപ്പേ എന്ന് പറഞ്ഞ് ഒഴിവാക്കി വിട്ടുകൊടുത്തു കർത്താവ്. അങ്ങനെയാണ് കർത്താവ്, നമ്മുടെ കർത്താവ്, നമ്മുടെ അപ്പൻ. അല്ലേ? എന്തുമാകട്ടെ, പഠിച്ചതിനെക്കുറിച്ച് ആ ദൈവിക സമാധാനം നമ്മുടെ നിലവുകളെയും ചിന്തകളെയും ഒരല്പമായി വിളിച്ചതാണ്. അല്ലേ? ബാക്കി ഇതാണ് വായിച്ചത്. ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടരുത്, എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടു കൂടി ദൈവത്തോട് അറിയിക്കത്ര വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങൾ, ചിന്തകൾ, നിലവുകളിൽ നിന്ന് ചിന്തകളെല്ലാം നിങ്ങളുടെ ബുദ്ധികളെയും നിങ്ങളുടെ ഹൃദയങ്ങളെയും അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനെയും ഹൃദയത്തെയും ചിന്തകളെയും അടക്കി വാഴും. ഇത് മൂന്നുമുള്ള പ്രശ്നക്കാരാണ് നമ്മുടെ. അല്ലേ? ഒരു മനുഷ്യൻ്റെ എല്ലാം ആരംഭിക്കുന്ന അവിടെ നിന്നാ, വിശുദ്ധിയും അശുദ്ധിയും ആരംഭിക്കുന്ന അവിടെ നിന്നാ, സ്വർഗവും നരകവും ആരംഭിക്കുന്ന അവിടെ നിന്നാ. ചിന്ത വലിയ പ്രശ്നമാണ് നമുക്ക്. നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നീ വിടുവിച്ചിരിക്കുക, നന്ദി പറയും. പക്ഷേ കുറച്ചങ്ങോട്ട് പോയിട്ട് ചായ കുടിക്കുമ്പോൾ ചിന്തിക്കും, എങ്ങനെ നാളെ എങ്ങനെ കൊടുക്കുമെന്നൊക്കെ ചിന്തിച്ചാൽ മതി. ആ ചിന്ത പ്രാർത്ഥനയായിട്ട് സ്വർഗത്തിലേക്ക് പോവുകയാണ്. ചിന്ത പോലും പ്രാർത്ഥനയാണ് നമുക്ക്. തോട്ട് ലൈഫ് എന്നൊരു പിന്നൊരു ക്ലാസ് വരും നമുക്ക്, വലിയ നല്ല ക്ലാസ്സാണ്, ചിന്താമണ്ഡലം. ആ ചിന്ത പോലും പ്രാർത്ഥനയാണെങ്കിൽ ഈ ഇവിടെ കിടന്ന് പരാക്രമം കാണിച്ച് മുഴുവൻ ഇവിടെ എന്തായിപ്പോയി, നമ്മൾ പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ചൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച് മുഴുവൻ വേസ്റ്റ് ആയിപ്പോയില്ലേ? ചിന്തകളെ സൂക്ഷിക്കാൻ പഠിക്കണം നമ്മൾ. അതിന് വേറെ മാർഗമില്ല. കർത്താവ് സ്തോത്രത്തോടു കൂടി അവൻ്റെ പക്കൽ ഏൽപ്പിച്ചിട്ട് നമ്മൾ ഇരുന്നാൽ മതി. അവിടെ നിന്ന് എൻ്റെ ബുദ്ധിയെ പരിശുദ്ധാത്മാവിനാൽ നിറക്കും. ഇല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ മൊട്ടത്തലയിലേക്ക്, ഇത് മൊട്ടയതുകൊണ്ടല്ല, ഈ മൊട്ടത്തലയിലേക്ക് കയറി വരും. ഇതൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? അപ്പം അതുകൊണ്ട് ഈ 3 കാര്യങ്ങൾ അവൻ്റെ മേൽ ഇട്ട് കൊടുക്കുമ്പോൾ, 1 സകല ദൈവിക സമാധാനം നമ്മുടെ ഹൃദയങ്ങൾ ബുദ്ധിയെ കവിയുന്നു. 2 ഹൃദയങ്ങളെ സംരക്ഷിക്കുന്നു. നിലവുകളെ ഞാൻ പഠിച്ച കാര്യം നമ്മൾ ഈ വിഷയം പഠിച്ചതാണ് അല്പമായിട്ട്. നമ്മുടെ നിലവുകളെയും സംരക്ഷിച്ച് മാറ്റുകയാണ് നമ്മൾ. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഒന്ന് ചോദിക്കട്ടെ, ഒരു വലിയ കടം നാളെ വീട്ടാൻ പറ്റുന്നില്ല. കർത്താവേ, ഇത് പറയാം, ഞാൻ നിൻ്റെ കരങ്ങൾക്ക് തരുന്നു, നീ നാളെ വീട്ടുവാൻ മതിയായ പിതാവാണ്, എന്നെക്കൊണ്ടാകില്ല, എൻ്റെ മിസ്റ്റേക്ക് പറ്റിപ്പോയി, ഇതാ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് നമുക്കിരിക്കാൻ പറ്റുമോ? ഇല്ലേ? പറ്റും? നിങ്ങൾ പറയുമോ? നാളെ കൊടുത്തില്ലെങ്കിൽ കള്ളുകൂടിയ അവൻ വന്ന് കുടിച്ചു വന്ന് നമ്മുടെ വീടിൻ്റെ മുമ്പിലിട്ട്, പാസ്റ്റർ അല്ലേ, ഒരു പാസ്റ്റർ ചോദിച്ചു, പാസ്റ്റർ അവൻ വന്ന് മറ്റേ സരസ്വതി ഗാനം അവിടെ നിന്ന് പാടിക്കഴിഞ്ഞാൽ നാളെ കേടാ നമുക്കിരിക്കാൻ പറ്റും വീട്ടിൽ? അല്ല, നമ്മുടെ ബുദ്ധിയൊക്കെ ആകെ കിടന്ന് അസ്വസ്ഥപ്പെടും. എടിയേ, നിൻ്റെ സ്വർണ്ണമൊക്കെ എടുത്ത് വെക്കൊടിയേ എന്നൊക്കെ പറയും നമ്മളല്ലേ. എന്താണെന്ന് അറിയാമോ? ഈ സ്തോത്രത്തോടെ ഏൽപ്പിച്ചാൽ, ഹൃദയപൂർവ്വം വെറുപ്പിച്ചാൽ കർത്താവ് ചെയ്യുന്ന 3 കാര്യങ്ങൾ. 1, നമ്മുടെ മനസ്സിനെ ആകുലം കൊണ്ടുവരുന്ന മനസ്സിനെ അങ്ങോട്ട് സമാധാനം കൊണ്ട് മൂടും. പിന്നെ നമ്മൾ
ഇതൊക്കെ നമുക്കൊരു ചിന്ത പോലും ഉണ്ടാകത്തില്ല. രണ്ട്, നമ്മുടെ ഹൃദയത്തിലല്ലേ എന്താ, നമ്മുടെ ഹൃദയത്തെ മൂടിക്കളയുക. നമ്മുടെ ഹൃദയത്തെ അസമാധാനം കൊണ്ടുവന്ന എല്ലാ ഹൃദയങ്ങളും മൂടിക്കളയുക. എന്ത്? ദൈവിക സമാധാനം കൊണ്ട്. മൂന്ന്, നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നക്കാരനായ ചിന്തയെപ്പോലും കർത്താവിൻ്റെ സമാധാനം കൊണ്ട് മൂടിയാൽ പിന്നെ നമ്മൾ ഏത് പ്രതിസന്ധി വന്നാലും നിങ്ങൾ നിൽക്കും. അങ്ങനെ അറിയണോ നിങ്ങൾ? ഞങ്ങളുടെ വീട്ടിൽ അപ്പുറത്തെ വീട്ടിലെ പ്രാന്തൻ അങ്ങനെ ഇരിക്കാറുണ്ട്. നിങ്ങൾ അങ്ങനെ ഇപ്പം അങ്ങനെ പറയും, ഇത് പ്രാന്തനല്ല. അല്ല, ഇരിക്കട്ടെ, ആ വാക്ക് കർത്താവ് ആത്മപൂർണ്ണൻ ഭ്രാന്തൻ എന്ന കർത്താവ് പഠിപ്പിച്ചല്ലേ? ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല നിങ്ങൾ. അങ്ങനെ ഞാൻ വിടൂല്ല. നിങ്ങൾ വചനം കൊണ്ട് വചനത്തെ വെച്ച് ചെയ്തിരിക്കും. ആത്മപൂർണ്ണൻ വായിച്ചിട്ടില്ലേ? ഉണ്ടെന്നേ ബൈബിൾ. എവിടെയാണുള്ളത്? ഇരിമ്യാവിൽ വാക്കുണ്ടത്. വാക്കുണ്ട് ആത്മപൂർണ്ണൻ ഭ്രാന്തൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഭ്രാന്തന്മാർക്ക് അവർക്ക് അറിയില്ല, അവർക്ക് എന്ത് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. അതല്ല, അതുപോലെ ഈ ദൈവിക സമാധാനം നമ്മൾ മൂടിക്കഴിയുമ്പോൾ വെറും ഭ്രാന്തനായിത്തീരും. നമ്മൾ ഒന്നിനെക്കുറിച്ച് ഭാരം എന്ത് വന്നാലും ഇങ്ങനെ നിന്ന് കളയും വേണമെങ്കിൽ. കാരണം സമാധാനം, അതാണ് ദൈവിക സമാധാനത്തിൽ നമ്മൾ നിറഞ്ഞിരിക്കാൻ പഠിക്കുക. അതൊക്കെ വേറെ ലൈഫാ. വാക്ക് ഇൻ ദ സ്പിരിറ്റ്, ആത്മാവിനെ എങ്ങനെ അനുസരിച്ച് ജീവിക്കാമെന്ന് നമ്മൾ പഠിച്ചാൽ ഇതിനൊക്കെ മറുമരുന്ന് നമുക്കെല്ലാം കിട്ടും. നമുക്ക് ഓക്കെ, വിട്ടുപോകുന്നു. നമ്മൾ അധികം സമയം ഒരുപാട് വിട്ടുപോകും. അതുകൊണ്ട് വിചാരപ്പെടരുത്, നിങ്ങൾ ഒന്നിനെക്കുറിച്ചും ആഗ്രഹപ്പെടരുത്. എല്ലാം സ്തോത്രത്തോടു കൂടി അവരെ മക്കളെ ഏൽപ്പിക്കുക. അതുകൊണ്ട് നമ്മുടെ ഹൃദയം നുറുങ്ങിയും തകർന്നും മുറിഞ്ഞും ഇങ്ങനെ നിഷേധാത്മകമായ വികാരങ്ങൾ അത് നിറഞ്ഞിരുന്നാൽ ക്രമേണ നമ്മുടെ ജീവിതം, നമ്മുടെ ശരീരം രോഗാത്മാക്കളാൽ പിടിക്കപ്പെട്ട് രോഗിയായി തീരാനായിട്ട് ഇടയുണ്ടെന്ന കാര്യം മറന്നു പോകരുത് കേട്ടോ. ഞാൻ പഠിച്ചുകൊണ്ട് ഈ വിഷയം മറന്നു പോകരുത്. എന്നിൽ തന്നെ ഉണ്ടാകുന്ന വേർപാട് എന്നെക്കൊണ്ട് കൊള്ളത്തില്ല എന്നൊരു വാക്ക് പറഞ്ഞാൽ മതി. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ പറയാത്ത ആരും കാണത്തില്ല. എപ്പോഴെങ്കിലും സാഹചര്യം വരുമ്പോൾ ചത്താ മതിയായിരുന്നു പറയാത്ത ആരെങ്കിലും ഉണ്ട് ഇവിടെ? ഉണ്ട? ഓ സ്തോത്രം. നമുക്കൊക്കെ തോന്നണക്കെ ഇല്ലേ? ഇപ്പോഴത്തെ കാര്യം, പണ്ടത്തെ ജാതി ലോകത്തെ കാര്യം പറഞ്ഞത്. ജാതി ലോകത്ത് ഇപ്പോഴത്തെ കർത്താവിലൊക്കെ ജാതി ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മൾ ചത്താ മതി എന്ന് പറയുന്നുണ്ട്. വിശ്വാസി വന്നാലും മോശക്കാരൊന്നുമല്ല നമ്മളല്ലേ. അറിയാതെ വേണമെങ്കിൽ പറയും ചത്താ മതിയായിരുന്നു. ഇടയ്ക്ക് പറയും കർത്താവ് ഈ കുരിശുകളുടെ ഇടയ്ക്കിടെ എന്നെ ഇടാതെ ഇവരങ്ങ് എടുത്തുകൂടെ ഞാനും പറയാറുണ്ട് ഇടയ്ക്ക്. എന്നെ എടുക്കാനല്ല, അവരങ്ങ് എടുത്തിട്ട് പോട്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങളെ കുറിച്ചല്ല കേട്ടോ ഉദ്ദേശിച്ചത്. എന്തു പാകട്ടെ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അറിയാതെയാണെങ്കിൽ നമുക്ക് ഈ റോട്ടിൽ കൂടി പോകണം, ആ മരണപ്പിശാചിനെ പിടിച്ചും ചത്താ മതി എന്ന് പറയുമ്പോൾ എന്നെ ആരെങ്കിലും വിളിച്ചാൽ ഓടി അങ്ങ് ഒന്ന് കയറും. ഞാൻ തമാശയല്ല പറഞ്ഞത്. ദൈവം കാണാൻ കഴിയും. ദൈവം ഇതുപോലെ ഉണ്ടല്ല. നമ്മുടെ ഹൃദയത്തെയൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ ചിന്തകളെയും ഹൃദയങ്ങളെയും ഇതുപോലെ ദൈവിക സമാധാനം കൊണ്ട് ഒരു വലിയൊരു കവറിങ് ഇല്ലെങ്കിൽ, ഇടയ്ക്കറിയാതെ പ്രശ്നം വരുമ്പോൾ ഹൃദയം കലങ്ങുമ്പോൾ നമ്മൾ പറയും ഇവനോട് കൂടി ഇല്ലെങ്കിൽ ഇവളോട് കൂടി ഇതിയാൻ്റെ കൂടെ ജീവിച്ച മതിയായി ചത്താ മതി എന്ന് പറഞ്ഞാൽ അപ്പുറം പോകുന്ന മറ്റേ കുട്ടിപ്പേശാജില്ലേ, മരണത്തെ ദൂതൻ പറയും ഇത് എന്നെ ആരാണ് വിളിച്ചു, ഞാൻ നിന്ന് പോയിട്ട് എന്ന് പറയും. അവനിങ്ങോട്ട് വന്ന് അകത്തേക്ക് കയറും, നമ്മുടെ അകത്തേക്ക് അല്ലേ? പറയാറില്ലേ നമ്മൾ? ഞാൻ അതിനെക്കുറിച്ച് ക്ലാസ് വരുമ്പോൾ എടുത്തോളാം. പിന്നെ അതിനെക്കുറിച്ചൊക്കെ ചിലതൊക്കെ എപ്പോൾ നോക്കിയാലും ചത്താ മതിയായിരുന്നു, പോയാൽ മതിയായിരുന്നു അല്ലേ, ഈ കുരിശൻ്റെ കൂടെ ജീവിക്കുന്നത് അങ്ങ് പോയാൽ മതിയായിരുന്നു അല്ലേ, ഈ ഇതിയാൻ്റെ കൂടെ എന്നൊക്കെ പറയാതെ പറഞ്ഞു പോകുമ്പോൾ ഇതെല്ലാം നമ്മുടെ അകത്തുണ്ട്. ആ ക്ലാസ് വരുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ആഴമായി പഠിക്കും. അപ്പം അതുകൊണ്ട് ഹൃദയത്തെ മൂടി വയ്ക്കാൻ നമ്മൾക്ക് ഹൃദയത്തെ അതുകൊണ്ടാണ് സദൃശ്യവാക്യം 4:23 സകല ജാഗ്രതയോടും കൂടി തൻ്റെ ഹൃദയത്തെ, അതിൽ നിന്നല്ലോ ജീവൻ്റെ ഉറവ. ഏത് ഹൃദയമാ? ഈ ഹൃദയമല്ല, ഇത് മണ്ണാങ്കട്ടയാ. പിന്നെ ഏത് ഹൃദയമാ? ഈ രാമായണം മുഴുവൻ വായിച്ചിട്ട് ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ കഥ പറഞ്ഞ പോലെ ഏത് ഹൃദയത്തെ കാര്യം അത് പറയുന്നത്. സകല ജാഗ്രതയോട് കൂടി ഇതിൻ്റെ ഹൃദയത്തെ സൂക്ഷിച്ചുള്ളൂ, അവിടെ നിന്നുള്ള ജീവൻ്റെ ഉറവ പുറപ്പെടുന്നത്. ഏത് ഹൃദയമാ അത്? ദേഹിയുടെ. ബൈബിൾ പഠിപ്പിക്കുന്ന മുഴുവനും ഈ ഹൃദയം അല്ല ഇത് വെറും ഈ മണ്ണ് കൊണ്ടുണ്ടാക്കിയ സാധനമാണ് ഇതൊക്കെ, അത്രേ ഉള്ളൂ. ഇതൊക്കെ പഠിപ്പിക്കുന്നത് മുഴുവനും നമ്മുടെ ദേഹിയുടെ ഹൃദയം, യഥാർത്ഥമായ മനുഷ്യൻ, പ്രാണൻ, ദേഹി എന്ന് പറയുന്ന യഥാർത്ഥ മനുഷ്യനെക്കുറിച്ച് പഴയ ക്ലാസ്സൊക്കെ എടുത്ത് നോക്കിയാൽ മതി. അപ്പം അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തെ സൂക്ഷിക്കുന്നില്ലെങ്കിൽ ഈ പറഞ്ഞ എന്ത് കേട്ടാൽ അപ്പം തന്നെ ആകുല ചിന്തകൾ അകത്തേക്ക് കയറും അല്ലേ. ആരെങ്കിലും പണ്ട് ഞങ്ങളുടെ കൂടെ ഒരു മിനിസ്റ്റർ ഒരാളുണ്ടായിരുന്നു, ഇന്ന് വിശ്വാസത്തിൽ തന്നെ ഉണ്ടോ എന്ന് സംശയം വിട്ടുപോയി. അദ്ദേഹത്തെ നമ്മൾ ചുമ്മാ ചോദിച്ചേ എന്തായെന്ന് ചോദിച്ചാൽ മതി, ഇങ്ങനെ എടുത്ത് എന്തായെന്ന് ചോദിച്ചാൽ മതി. പുള്ളി അപ്പം അതിനെ പേടിച്ച് പറക്കും, ഇങ്ങനെ പറയും. ഞാൻ പറയില്ല സംശയക്കല്ലേ എവിടെയാന്ന് ഇങ്ങനെ ചോദിക്കും. നമ്മൾ ഇടയ്ക്ക് ദേഷ്യപ്പെടും, എവിടെയാണെന്ന് ചോദിക്കും. പറയും പുള്ളിക്ക് ഭയങ്കര പേടിയാ. എന്തിനെക്കുറിച്ചും എന്തെങ്കിലും സ്വരം മാറിയാൽ അപ്പോഴും പേടിയാണ്, ആകുലങ്ങൾ പുള്ളി. പിന്നെ പാസ്റ്റർ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, പാസ്റ്റർ ഇങ്ങനെ ആകുലങ്ങളാണ് പലപ്പോഴും. ഇതൊന്നും നമ്മുടെ ഹൃദയത്തെ മൂടാതിരിക്കുവാൻ, എപ്പോഴും നമ്മുടെ ഹൃദയത്തെ സൂക്ഷിക്കുവാൻ വ്യവസ്ഥ പഠിപ്പിക്കുക. ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ?
അതുകൊണ്ട് ഹൃദയത്തെ സൂക്ഷിക്കാൻ നമ്മൾ പഠിച്ച മതിയാകത്തുള്ളൂ നമ്മുടെ ജീവിതത്തിലേക്ക്. ഒട്ടനവധി ഞങ്ങളൊക്കെ ഈ കോൺട്രാക്ടർമാരാകുമ്പോൾ ഈ ഉപ്പുള്ള സ്ഥലത്ത് വീട് പണിയുമ്പോൾ, ഉപ്പുള്ള സ്ഥലത്ത് വീട് പണിയുന്നവരുടെ വീടൊക്കെ അറിയാം. ഈ ഉപ്പ് കാറ്റ് അടിച്ചിട്ട് അല്ലേ, ശാലി ചേച്ചിയുടെ വീട് നമുക്കറിയാം. വീടിനൊക്കെ ഉപ്പ് കാറ്റടിച്ചിട്ട് തെള്ളി പോരും. ഇതുപോലെ തെള്ളി പോകുന്നതാണ് ജീവിതത്തിൽ. ഇതുപോലെ തെള്ളി പോരുന്ന പരിപാടിയൊക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ഈ ഉപ്പ് കാറ്റ് ഇടയ്ക്കൊക്കെ വരാറുണ്ട്. എനിക്കൊക്കെ വരാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്, എല്ലാ ദിവസവും മിക്ക ദിവസവും ഉപ്പ് കാറ്റേ ഉള്ളൂ അല്ലേ. ഈ വരുമ്പോഴുണ്ടല്ലോ പലപ്പോഴും പല ആത്മീയ ചില സമയങ്ങളിൽ അങ്ങ് ആത്മീയ ജീവിതം ചിലക്ക് പോണ പോലെയൊക്കെ നമുക്ക് തോന്നും. പോണതല്ലേ ഞാൻ പറഞ്ഞത്, പേടിക്കൊന്നും വേണ്ട, ഇപ്പോഴൊക്കെ കൃപയിൽ തന്നെയാണ്. എങ്കിൽ പോലും പറയുക, ഇതുപോലുള്ള അനുഭവങ്ങളൊക്കെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകാൻ ഇടയുണ്ട്. ചില കാറ്റുകൾ നമ്മൾ വരുമ്പോൾ അവിടെയെല്ലാം നമ്മുടെ ഹൃദയത്തെ സൂക്ഷിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ ആ കാറ്റ് നമ്മുടെ എല്ലാത്തിനും നമ്മുടെ ഭിത്തിയിൽ നിന്ന് പരിക്കൻ അടർത്തിക്കളയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പലപ്പോഴും സമാധാനം അടർത്തിക്കളയാനിടയുണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ മനസ്സുകളെയൊക്കെ സൂക്ഷിക്കുക. കർത്താവ് പറഞ്ഞില്ലേ, നിനവുകളെയും ബുദ്ധിയെയും ഹൃദയത്തെയും ചിന്തകളെയും ദൈവിക സമാധാനം കൊണ്ട് സൂക്ഷിക്കുന്നത് പോലെ ആ സമാധാനം സൂക്ഷിച്ചില്ലെങ്കിൽ ഈ ആത്മമണ്ഡലത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ആത്മമണ്ഡലങ്ങളിൽ മുഴുവനും പണ്ട് പഠിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ചൊക്കെ അല്ലേ, ഓർമ്മയുണ്ടോ? നമ്മുടെ സോൾ എവിടെയാണ് കിടക്കുന്നത്? സോൾ, ദേഹി. സത്യത്തിൽ മനുഷ്യനാരാ? ദേഹിയാ മനുഷ്യൻ. സയൻസ് പറയുന്നത്, നരേന്ദ്രമോദി സർക്കാർ പറയുന്നത് ഇതാ മനുഷ്യൻ എന്നല്ലേ, കൈവച്ച് കണ്ണ് കാണിച്ചതൊക്കെ. പക്ഷേ മനുഷ്യൻ എന്ന് പറയുന്നത് ജീവനുള്ള ദേഹിയാണ്. ആ ദേഹി എവിടെ ജീവിക്കുന്നത്? അദൃശ്യ ലോകത്തിലാണ്. നമ്മൾ പണ്ട് പഠിച്ച 6th കിങ്ഡം, പിശാച് ഭരിക്കുന്ന, ദൈവം ഭരിക്കാൻ വേണ്ടി മനുഷ്യൻ കൊടുത്ത ലോകത്തെ അവൻ പാപം ചെയ്ത് സാത്താന് കൈമാറ്റപ്പെട്ടു പോയി. ആ ലോകത്തിലാണ് നമ്മുടെ ദേഹി ഭരിക്കുന്നത്, ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ഇതുപോലെ അദൃശ്യമായതുകൊണ്ട് അവിടെ പൈശാചിക ലോകമുണ്ട്, അവിടെ തന്നെ അപ്പോൾ തന്നെ മറ്റൊരു ഏത് ലോകമുണ്ട്? ദൈവിക ലോകമുണ്ട്. രണ്ടുമുണ്ട്. നമ്മുടെ സോളിഷ് തലത്തിൽ എന്തൊക്കെയുണ്ട്? പഠിച്ചത് കൊണ്ടാണ് ഞാൻ വിട്ടുപോകുന്നത് പണ്ട് അല്ലേ. നമ്മുടെ മനുഷ്യതലത്തിൽ കുറേ ദുഷ്ടന്മാർ നമുക്ക് ചുറ്റുമുണ്ട്, അത് വേറെ കാര്യം, നമുക്കറിയാമല്ലേ. നല്ലവരുണ്ട്, ചിത്തവരുണ്ട്, ഒക്കെയുണ്ട് നമുക്ക്. അതുപോലെ തന്നെ അദൃശ്യ ലോകത്തിലും നമ്മുടെ യഥാർത്ഥ മനുഷ്യൻ ജീവിക്കുന്ന അദൃശ്യ ലോകത്തിൽ എന്തൊക്കെയുണ്ട്? പൈശാചിക ലോകമുണ്ട്, ഇൻവിസിബിൾ ലോകം അല്ലേ. മനുഷ്യൻ്റെ 3 ഭാഗമുണ്ട് മനുഷ്യൻ. അതൊക്കെയാ? ഒന്ന് വയറ്, കണ്ണ്, പിന്നെ അല്ലേ. വയറെന്ന് പറയപ്പോൾ നമുക്ക് ഇഷ്ടമായതുകൊണ്ടാണ് അല്ലേ. ദേഹം, ദേഹി, ആത്മാവ്. അതിൽ ശരീരം മാത്രമേ ഉള്ളൂ ഭൗതിക ലോകത്തിൽ, വിസിബിൾ ലോകത്തിലുള്ളത്. യഥാർത്ഥ മനുഷ്യൻ ദേഹിയ, അവൻ ഇൻവിസിബിൾ ലോകത്തിൽ ജീവിക്കുക. അദൃശ്യലോകം, ഈ അദൃശ്യലോകത്തിലാണ് വേറൊരു കൂട്ടർ ജീവിക്കുന്നത്. ആരാത്? സാത്താന്യ ലോകം. വേറൊരു കൂട്ടരുണ്ട്. വേറെ ആരാ? ദൈവിക ദൂതന്മാർ അല്ലേ. പറഞ്ഞ മനസ്സാവുന്നുണ്ടോ? ഇതൊക്കെ ജീവിക്കുന്ന മേഖലയാണ്. നമുക്ക് അവിടെയൊക്കെ ഇതുപോലെ കാത്തിരിക്കുക, നമ്മുടെ ചിന്തകൾ മാറിക്കിട്ടുവാൻ. ചത്താ മതി, മരിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ഏതെങ്കിലും ഒരു കുട്ടി അവിടെ ഇഷ്ടമുണ്ട്, ഏതെങ്കിലും പല മോഡലുണ്ട്, അപ്പം തന്നെ ആ മതിൽ പൊളിച്ചിട്ട് അപ്പുറത്തേക്ക് അകത്തേക്ക് കയറി വരും. അങ്ങനെയല്ലേ. ഇടയ്ക്കൊക്കെ ചില പാപങ്ങൾ തുടർമാനമായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ അതിനർത്ഥം എന്താ? ഇവിടെ എടുത്തിട്ടില്ല, ഞാൻ ഇവിടെ എടുത്തോളാം ക്ലാസ്. ഒരു ചിന്തകൾ, ഒരു സ്വഭാവം തുടർമാനമായി എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നാൽ, ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നുണ പറയുന്നൊരു സ്വഭാവം എൻ്റെ ജീവിതത്തിൽ എപ്പോഴും കടന്നു വരിക, വേണ്ടെന്ന് വിചാരിച്ചാലും കയറി വരിക. അതിനർത്ഥം എന്താണെന്നറിയാമോ? നുണയുടെ ദുരാത്മാക്കൾ ഇതിനകത്ത് കയറിയിട്ടുണ്ട്. സെക്ഷൽ ചിന്തകൾ, ലൈംഗിക ചിന്തകൾ കടന്നു വരുമ്പോൾ അതിനകത്ത് വേണ്ട എന്ന് നമുക്കറിയാം, വേണ്ടെന്നറിയാം, നമുക്കറിയാം, പാപമാണെന്നറിയാം, എങ്കിൽ പോലും എത്ര ശ്രമിച്ചിട്ടും എൻ്റെ ചിന്തയിൽ അത് കടന്നു വരുന്നെങ്കിൽ ഓർത്താൽ മതി, അതിനകത്ത് അതിൻ്റെ ദുരാത്മാക്കൾ കടന്നു കയറിയിട്ടുണ്ട്. സ്വാധീനമുണ്ട്. ഡെലിവറൻസ് ആവശ്യമാണ് അതിനൊക്കെ. ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ പല കാര്യങ്ങൾ, കുറ്റപ്പെടുത്തുന്ന കാര്യങ്ങൾ, നുണ പറയുന്ന കാര്യങ്ങൾ അല്ലേ, എന്തുവാകട്ടെ, ഇതൊക്കെ തുടർമാനമായി ചിന്തകളെ, എൻ്റെ ചിന്തയെ നിയന്ത്രിക്കാൻ കഴിയാതെ വണ്ണം എന്നെ ഭരിക്കുന്നുവെങ്കിൽ അതിനർത്ഥം എവിടെയോ കുട്ടിപ്പിശാച് അതിൻ്റേതായ അല്ലേ എല്ലാ കാറ്റഗറിയും ഉണ്ട്. ഇപ്പോൾ ആകാശമണ്ഡലങ്ങളിൽ വാഴ്ചകളെയും അധികാരങ്ങളെയും എന്നൊക്കെ പറയുന്ന പല വ്യത്യസ്തമായ കാറ്റഗറി. ഇപ്പോൾ ഇവിടുത്തെ കൗൺസിലർമാർ മുതൽ SI അല്ലേ, കൗൺസിലർമായി പോലീസുകാർക്ക് എന്താ പറയുന്നത്, സാധാ പോലീസുകാർ അല്ലേ, പിന്നെ SI, പിന്നെ ASI അല്ല, CI, പിന്നെ DYFI അല്ലേ, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അതുപോലെ കാറ്റഗറിക്കാരുണ്ട്. അതിൽ കാറ്റഗറിക്കാർ എവിടെയാ? അദൃശ്യ ലോകത്തിൽ, പൈശാചിക ലോകത്തിൽ ഓരോ കാറ്റഗറിക്കാരുണ്ട്. നേരത്തെ പിക്ചറിൽ കാണിച്ചു, സൂയിസൈഡ് ഒരു ഗ്രൂപ്പുകൾ അല്ലേ, സൂയിസൈഡ് കൊടുക്കാൻ പ്രേരിപ്പിക്കുന്ന ഗ്രൂപ്പുകാർ, അതുപോലെ മറ്റ് വ്യത്യസ്തമായ ഗ്രൂപ്പുകളെ കുറിച്ച് നുണ പറയുന്ന കാറ്റഗറിക്കാർ, എല്ലാ ആത്മലോകങ്ങളുണ്ട്.
എന്ന് പാട്ട് അതിനെക്കുറിച്ച് ക്ലാസ് വരുമ്പോൾ ഇവിടെ പഠിച്ചാൽ നമുക്ക്. അപ്പോൾ ഇതൊക്കെ ഇതുപോലെ ഒരു സ്പിരിച്വൽ ബൗണ്ടറി ഇട്ട് സൂക്ഷിക്കുവാൻ നമ്മൾ പഠിച്ചിരിക്കും. ഇല്ലെങ്കിൽ നമുക്ക് ക്രിസ്തു ജീവിതം പരാജയം തന്നെയായിരിക്കും. പലപ്പോഴും വീണ്ടും താഴ്ന്നു പോയിക്കൊണ്ടിരിക്കും നമ്മുടെ ക്രിസ്തു ജീവിതം. അതൊക്കെ പറഞ്ഞ് മനസ്സാവുന്നുണ്ട്. ഒരു സ്പിരിച്വൽ അറ്റ്മോസ്ഫിയർ, ഒരു ബൗണ്ടറി എപ്പോഴും നമുക്ക് ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ഈ യെശയ്യാപ്രവചനത്തിൽ ഒരു വാക്കുണ്ടല്ലോ, ഞാൻ അവരുടെ മതിൽ പൊളിച്ചു കളയും എന്നൊക്കെ പറഞ്ഞൊരു വാക്ക് യെശയ്യാവിൽ പ്രവാചകൻ പറയുന്ന വാക്കുണ്ടല്ലേ, ഞാൻ മതിൽ പൊളിച്ചു കളയും. മതിൽ പൊളിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ, കള്ളന്മാർക്ക് എപ്പോൾ വേണമെങ്കിൽ അകത്തേക്ക് കിടക്കാം. ഈ കർത്താവാണ് ഈ മതിൽ കെട്ടണം. നമ്മൾ കെട്ടിയിട്ട് കാര്യമില്ല കേട്ടോ. നമ്മൾ കെട്ടിയാലും നമ്മുടെ മോഹം, നമ്മുടെ ഇഷ്ടപ്പെട്ട ആൾക്കാർ വരുമ്പോൾ മതിൽ പൊളിച്ച് നമുക്ക് അകത്തേക്ക് കയറ്റി വിടും നമ്മൾ, അല്ലേ? ഒരു ഓട്ട ഇട്ട് വെക്കും. നമ്മൾ ഒരു ഓട്ടയ്ക്ക് ഇട്ട് വരും. നമുക്ക് ഇഷ്ടപ്പെട്ട പരിപാടിയാണെങ്കിൽ അത് നീ ഇല്ലു കയറിക്കോളാൻ പറയും നമുക്ക്. അതുപോലെ കർത്താവ് കെട്ടിക്കളി. കർത്താവ് കെട്ടിയാൽ പിന്നെ ഇപ്പോൾ നോഹയുടെ ജലപ്രളയം വന്നപ്പോൾ നോഹ പെട്ടകത്തിനകത്ത് കയറി ആടുമാടും ഒക്കെ എല്ലാം കയറ്റി കഴിഞ്ഞു. ഡോർ ഓപ്പണാണ്. അപ്പോഴാണ് മഴ പെയ്ത് വെള്ളം പൊങ്ങിയപ്പോൾ അപ്പോൾ ആൾക്കാർ മാമാ വല്യമ്മ എന്നൊക്കെ പറഞ്ഞ്, വല്യപ്പ എന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ വിളിച്ചു തുടങ്ങി. നോഹയുടെ അച്ഛൻ്റെ അമ്മയുടെ അനിയനും അല്ലേ, കുഞ്ഞമ്മയുടെ മക്കളും ചെറിയമ്മ മക്കളും ഒക്കെ അങ്കിൾ മാമി എന്നൊക്കെ പറഞ്ഞ് വിളിച്ച്. ഈ ലോല മനസ്സിലാണല്ലോ, പുള്ളിക്കാരൻ വേണമെങ്കിൽ ഡോറൊക്കെ തുറന്നു കൊടുക്കും വേണമെങ്കിൽ. അതുകൊണ്ട് കർത്താവ് എന്ത് ചെയ്യുന്ന അറിയുമ്പോൾ, കർത്താവ് ആ ഡോർ അടച്ചു എന്നാണ് പറഞ്ഞത്. അങ്ങനെയല്ലേ നിങ്ങളുടെ ബൈബിൾ അങ്ങനെയല്ലേ? കർത്താവ് അങ്ങ് ഡോർ അടച്ചു. ഇല്ലെങ്കിൽ ഉണ്ടല്ലോ, നമ്മളെ വിളി കേട്ടാൽ മതി, ആരെങ്കിലും വിളിച്ചാൽ മതി. ആര് വിളിച്ചാലും പോകും നമ്മളിപ്പോൾ. അങ്ങനത്തെ കണ്ടീഷൻ നമ്മുടെ കാര്യമല്ലേ, അല്ലേ? അതുകൊണ്ട് പാവങ്ങളെന്നൊക്കെ പറഞ്ഞ് ആര് വിളിച്ചാലും പോകും നമ്മളൊക്കെ. ഇത് വകട്ടെ, ഇത്ര എനിക്ക് പറഞ്ഞ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മുറുകെ പറഞ്ഞ പാപത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, ഓരോ പാപങ്ങൾ നമുക്ക് എല്ലാവർക്കും അവരുടെ ദുസ്വഭാവം അറിയാം. നമുക്ക് ബാല്യം മുതൽ നമ്മൾ കണ്ടുവന്നും കേട്ടുവന്നായ നമ്മൾ അനുഭവിച്ചായ ഒരുപാട് പാപങ്ങളെക്കുറിച്ച് നമുക്ക് വ്യത്യസ്തമായ നമുക്ക് അനുഭവങ്ങളുണ്ട്. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഭാരത്തെ എങ്ങനെ കൈകാര്യം ചെയ്യാം? നമുക്ക് 10-15 മിനിറ്റ് കൂടി സമയമുണ്ട്. നമുക്ക് ഭാരത്ത് നമുക്ക് എങ്ങനെ കൈകാര്യം ചെയ്യാം? അതിന് 1 പത്രോസ് 5-ാം അധ്യായം 7-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുക. പക്ഷേ ഇട്ടാലും നമ്മൾ വീണ്ടും പോയി എടുത്തുകൊണ്ട് വരും. അത് നമ്മുടെ സ്വഭാവമായിപ്പോയത്. അതിന് 3 വ്യത്യസ്തമായ കാര്യങ്ങൾ അവിടെ പഠിപ്പിക്കുന്നുണ്ട്. അത് ഞാനൊന്ന് നിങ്ങൾ അത് ചിന്തിച്ചാൽ മാത്രമേ നമുക്കത് മനസ്സിലാകത്തുള്ളൂ. ഈ കാര്യം മറന്നു പോകരുത്. 5-ാം വാക്യം മുതൽ 10-ാം വാക്യം വരെ ഒരു കാര്യത്തെക്കുറിച്ച് പഠിപ്പിച്ചു വരാം. അതിൽ 7-ാം വാക്യമാണ് അതിൻ്റെ കോറ്. അവൻ നിങ്ങൾക്കായി കരുതുന്നാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുക എന്ന് പറയുക, അല്ലേ? ഇത് പറയുമ്പോൾ ഇത് നമുക്ക് അവൻ കരുതുന്നവനാണ് നമ്മളെക്കുറിച്ച്, അല്ലേ? പക്ഷേ കരുതുന്നവനാണെന്ന് നമുക്ക് പലപ്പോഴും മറന്നു പോകുന്നു. അതുകൊണ്ടല്ലേ നമ്മൾ മറ്റു മാർഗ്ഗങ്ങൾ സ്വീകരിക്കുന്നത് നമ്മൾ, അല്ലേ? പലപ്പോഴും മറന്നു പോകുന്നു. അത് മറന്നു പോകാതിരിക്കാൻ 3 കാര്യങ്ങൾ കർത്താവ് നമ്മെ ഈ ഭാഗത്ത് പഠിപ്പിക്കുന്നുണ്ട്. അതാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. 1, ഇവിടുത്തെ താഴേക്ക് തന്നെ എടുക്കാം. 1, താഴ്മ ധരിച്ച് എല്ലാവരും തമ്മിൽ കീഴടങ്ങി എന്ത് ചെയ്യണം? താഴ്മ ധരിപ്പിൻ. നമുക്കറിയാം, നമ്മൾ എല്ലാ ദിവസവും ഏൽപ്പിക്കുന്നുണ്ട്, പക്ഷേ നമുക്ക് പലപ്പോഴും ലഭിക്കുന്നില്ല. നമ്മൾ ഏൽപ്പിക്കുന്നുണ്ട്, അല്ലേ? സമർപ്പിക്കുന്നുണ്ട്, കിട്ടിയെന്ന് പറഞ്ഞ് സ്തോത്രത്തോടെ ഏൽപ്പിക്കുന്നുണ്ട്, പക്ഷേ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല. നമുക്ക് അങ്ങനെയല്ലേ നമ്മളൊക്കെ പലപ്പോഴും അനുഭവിക്കാൻ കഴിയുന്നത്? എന്തുകൊണ്ടാണെന്നുള്ള 3 കാര്യങ്ങൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ആ 3 കാര്യങ്ങൾ ചേർത്ത് വെച്ച് പഠിച്ചാൽ മാത്രമേ നമുക്കതിൻ്റെ യഥാർത്ഥമായ ആ വാക്കിനർത്ഥം നമുക്ക് മനസ്സിലാകത്തുള്ളൂ. 1, തമ്മിൽ താഴ്മ ധരിച്ച് എന്ത് ചെയ്യണം? കീഴ്പ്പെട്ടിരിക്കേണ്ട ഉത്തരവാദിത്വം, താഴ്മ ധരിക്കണം ഒരു ഉത്തരവാദിത്വം നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ വിഷയമാണ്. നമുക്ക് എല്ലാവരും മെക്കിട്ട് കയറി നടന്നിട്ട് കർത്താവ് എൻ്റെ സമാധാനം നീ എന്താ പറയുക, തക്ക സമയത്ത് നീ കരുതുന്നവനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആണോ അല്ലയോ? തോന്നുന്നത് പോലെ ജീവിച്ചിട്ട്, ദൈവജനം കൽപ്പന ലംഘിച്ച് ജീവിച്ചിട്ട്, കർത്താവ് ഇതാ എനിക്ക് പ്രശ്നം വന്നപ്പോൾ അവൻ്റെ അടുക്കൽ പോയി ചെന്നിട്ട് കാര്യമില്ല. എൻ്റെ വാക്ക് ക്ലിയർ ആണോ? നിങ്ങൾ നോക്കി, പ്രശ്നങ്ങൾ വരുമ്പോൾ എല്ലാം വന്നിട്ട് കർത്താവിൻ്റെ അടുക്കൽ പോയി നീ എന്നെ കരുതുന്നവനാകയാൽ എൻ്റെ സകല ചിന്താകുലവും ഞാൻ നിൻ്റെ മേൽ ഇടുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഒരു ഓർഡറുണ്ട്. അതിന് ചെയ്യേണ്ടതുപോലെ ചെയ്തു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ സംരക്ഷണം നമുക്കുണ്ടായിരിക്കും. അങ്ങനെയല്ലേ? നിങ്ങൾക്ക് നിങ്ങളുടെ ജീവൻ എനിക്ക് നൽകിയാൽ എൻ്റെ ജീവൻ ഞാൻ നിങ്ങൾക്ക് തരാം. ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ഈഫ് എന്നൊരു വാക്ക് എപ്പോഴും കയറി വരുന്നുണ്ട്. എങ്കിൽ ഞാൻ എത്ര വാക്കുകൾ പറഞ്ഞ് ഓരോ വാക്കെടുക്കുമ്പോൾ പല പറഞ്ഞേ എങ്കിൽ കയറി വരുന്നു, അല്ലേ? ഒരു കണ്ടീഷൻ വെക്കുക ദൈവം. നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഒരു കണ്ടീഷനും ഇല്ല. ഫ്രീ മൊത്തം ഫ്രീയാണ്, അല്ലേ? എന്നാൽ ദേഹിയുടെ രക്ഷയ്ക്ക് ഫ്രീ അല്ല, വിലയാ ചോദിക്കുന്നത്. വിലയെന്ന് പറഞ്ഞാൽ സാധാ വിലയല്ല, പൊന്നോ വെള്ളിയൊന്നും അല്ല. അങ്ങനെയാണെങ്കിൽ ഒക്കെ വിട്ട് ഞാനിപ്പോൾ നമ്മൾ മേടിച്ചേനെ. കർത്താവ് ചോദിക്കുന്നത് എൻ്റെ ജീവൻ്റെ വിലയാണ്. എൻ്റെ സുഖേ ജീവൻ. പഠിച്ച ഓർമ്മയുണ്ടോ? എൻ്റെ ഇഷ്ടങ്ങൾ, എൻ്റെ താല്പര്യങ്ങൾ എല്ലാം ആ നിത്യജീവന് വേണ്ടി കളയുക എന്നുള്ളതാ ദേഹിയുടെ രക്ഷ. പറഞ്ഞ മനസ്സിലാവും. ഇത്തിരി ആഴമായ വിഷയമാണ്, നമ്മൾ അതിനെക്കുറിച്ച് പിന്നീട് പഠിക്കും.
അപ്പോൾ എന്തുവാകട്ടെ, ഒന്ന് താഴ്മ ധരിക്കുവാൻ, തമ്മിൽ തമ്മിൽ കീഴ്പ്പെട്ട് താഴ്മ ധരിക്കുവാൻ നമ്മൾ ഒരു ഉത്സാഹം നമുക്കുണ്ടായിരിക്കണം. രണ്ട്, അവിടെ തൊട്ട് മോളിൽ പറയുന്നുണ്ട് 8-ാം വാക്യത്തിൽ, വാക്യം 6 പറയുന്നത്, 5 പറയുന്നത്, ഔവണ്ണം ഇളയവന്മാരെ മൂപ്പന്മാർക്ക് കീഴടങ്ങുവിൻ, എല്ലാവരും തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിക്കണം. അത് നമ്മുടെ ഇമ്പോർട്ടൻ്റ് വിഷയമാണ്. 2, 8-ാം വാക്യം പറയുക, ഉണർന്നിർമ്മതരായിരിപ്പിൻ. അപ്പോൾ ഉണർന്നിരിക്കുക എന്നുള്ള വലിയൊരു ഒരു വിഷയം കർത്താവ് നമ്മൾ ഊന്നി പറയുക അല്ലേ. പുതിയ നിയമം വായിക്കുമ്പോൾ ഈ വാക്ക് നിങ്ങൾ കാണാനല്ലേ, ഉണർന്നിരിപ്പിൻ, അന്ത്യകാലമാകയാൽ ഉണർന്നിരിപ്പിൻ എന്നൊക്കെ പറയും. ഈ വാക്ക് നിങ്ങൾക്ക് പല വാക്ക് കയറി വരുന്നുണ്ട്. അപ്പോൾ ഉണർന്നിരിക്കുക എന്നൊരു വാക്ക് രണ്ടാമത് കയറി വരുന്നുണ്ട്. എന്നിട്ടാണ് 10-ാം വാക്യം പറയുന്നത്, ദൈവം എന്നാൽ അല്പകാലത്ത് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൻ തൻ്റെ അടുത്തത് നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന. അപ്പോൾ നമ്മളെ കർത്താവ് എന്തിനാണ് വിളിച്ചിരിക്കുന്നത്? നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്നു. ഈ 3 കാര്യങ്ങൾ, 1 താഴ്മ ധരിച്ചു കൊള്ളണം, 2 ഉണർന്നിരിക്കണം, 3 നമ്മളെ വിളിച്ചിരിക്കുന്ന വിളിയെക്കുറിച്ചൊരു ബോധമുണ്ടാകണം നമുക്ക്. ഇങ്ങനെയുള്ള ഒരു ബോധമുള്ളവൻ അവൻ്റെ ജീവിതത്തിൽ ഏതാകുലങ്ങൾ കടന്നു വന്നാലും അവൻ്റെ പക്കലേക്ക് ഏൽപ്പിച്ചാൽ അത് ഏൽപ്പിച്ചത് തന്നെയാണ്. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സായോ? ഇല്ലെങ്കിൽ നമ്മൾ ഇടയ്ക്ക് ദൈവരാജ്യത്തിന് പുറത്ത് ചാടി അല്ലേ, സെക്കൻഡ് ഷോയിനൊക്കെ പോയി ബീച്ചിലൊക്കെ നടന്നിട്ട് ഇടയ്ക്ക് പ്രശ്നം കഴിയുമ്പോൾ തിരിച്ച് കടന്നു വന്നിട്ട് പറയും, കർത്താവേ നിൻ്റെ മേൽ ഇട്ടുകൊള്ളൂ എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? ഈ ഹോസ്റ്റലിൽ നിന്നൊക്കെ ചാടിപ്പോകുന്ന പിള്ളേരുണ്ടല്ലോ അല്ലേ, ഇവിടെ കണ്ടിട്ടുണ്ട് ഹോസ്റ്റൽ ചാടിപ്പോകുന്ന പിള്ളേർ. അതുപോലെയല്ലേ പരിപാടി. ഇത് ദൈവരാജ്യത്തിൽ ജീവിക്കുന്നവർക്കാ. പറ്റിപ്പോയാലും മടങ്ങി വരുന്ന കർത്താവേ ഇതാ മാനസാന്തരപ്പെടുന്നു, ഇനി ഞാൻ അങ്ങിൽ മുങ്ങിയും ജീവിച്ചോളാം, അങ്ങയുടെ കൂടെ ജീവിച്ചോളാം, ദൈവരാജ്യത്തിൽ ജീവിച്ചോളാം എന്ന് പറയുക നമ്മൾ അല്ലേ. അങ്ങനെയല്ലേ? എന്നാൽ മിണ്ടാതിരിക്കുന്ന എല്ലാവരും വിശന്ന് തുടങ്ങിയ ചോറ റെഡിയായല്ലേ? അവിടെ അല്ലേ ഇവിടെയല്ലേ ചോദിക്കേണ്ടത്, മുമ്പിൽ തന്നെയുണ്ട്. എത്ര പറഞ്ഞാൽ മുമ്പിൽ തന്നെയുണ്ട് അല്ലേ. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ പോകുന്നത്. 1, 7-ാം വാക്യമാണ് നമ്മുടെ ചിന്താവിഷയം. അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊടുത്താൽ പിന്നെ ഒരിക്കൽ പോലും നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് ആ ഭാരം കടന്നു വരാൻ പാടില്ല. പക്ഷേ പലപ്പോഴും നമ്മുടെ അകത്തേക്ക് ഭാരം കയറി വരുന്നുണ്ട് ഇല്ലേ. കയറി വരുന്നുവെങ്കിൽ ഈ 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്തതുകൊണ്ടാണ്. ഈ 3 കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഏൽപ്പിച്ചാൽ അത് 100% ഏൽപ്പിച്ചിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് മറന്നു പോകരുത്. ഈ 3 കാര്യങ്ങൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോവുകയാണ്, പതിയെ പഠിക്കാൻ പോവുകയാണ്. ഈ സങ്കീർത്തനമൊക്കെ 55:22 പറയുന്നുണ്ട്, നിൻ്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിങ്ങളെ പുലർത്തും, നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാൾ സമ്മതിക്കത്തില്ല. ഒരു ദിവസം പോലും, നാളെന്ന് പറഞ്ഞ ഡേയിലേ, നാളെ ഡേയിലർത്ഥം അല്ലേ, ഒരു ദിവസം പോലും അവൻ്റെ സന്നിധിയിൽ നിന്ന് വിട്ടുപോകുവാൻ അവൻ നമ്മെ സമ്മതിക്കത്തില്ല. പക്ഷെ നമ്മൾ 6 ദിവസം പുറത്ത്, 1 ദിവസം മാത്രം അകത്തുവാ നമ്മളല്ലേ. എന്താ വേണ്ടതില്ലല്ലോ. ഞാൻ പറഞ്ഞ സൺഡേ ചർച്ചിൻ്റെ കാര്യം പറഞ്ഞേട്ടാ, നിങ്ങളുടെ കാര്യമല്ലേ പറഞ്ഞത്. എന്തുമാകട്ടെ, ഇതെല്ലാം നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, ബാക്കി നമുക്ക് കടന്നു വരാം. ഇവിടെ ആദ്യം മുതൽ നമുക്ക് വായിച്ചു തുടങ്ങാം. ഔവണ്ണം തന്നെ ഔവണ്ണം ഇടയന്മാരെ മൂപ്പന്മാർക്ക് കീഴടങ്ങുവിൻ, എല്ലാവരും തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചുകൊള്ളും. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്നു. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിൽ താഴ്ന്നിരിപ്പിൻ. ഹല്ലേലൂയ. വിശ്വാസികൾക്ക്, ഇവിടെ പൗലോസ് ഇത് എഴുതുമ്പോൾ വിശ്വാസികൾക്ക് നേരിടാൻ പോകുന്ന വലിയ വിപത്തിനെക്കുറിച്ച് മുന്നിൽ കണ്ടുകൊണ്ടാണ് പൗലോസ് അത് എഴുതുന്നത്. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഒരു പറ്റം വിശ്വാസി, കാരണം ഏത് സഭയും അപ്പോസ്തലന്മാർ ആ സഭയെക്കുറിച്ച് ലേഖനം എഴുതുമ്പോൾ, തെസ്സലോനിക്ക ലേഖനം എഴുതുമ്പോൾ, അല്ലെങ്കിൽ ഫിലിപ്പിയർ ലേഖനം എഴുതുമ്പോൾ ആ ജനങ്ങളൊക്കെ ആകുല ചിന്തപ്പെട്ടു പോയി. തെസ്സലോനിക്ക ലേഖനം എഴുതുമ്പോൾ 1-ാമത്തെ ലേഖനത്തിൽ എഴുതി കർത്താവ് ഇപ്പം വരും എന്നൊക്കെ പറഞ്ഞ് പൗലോസ് അങ്ങനെ പൊക്കിവിട്ടവരെ, കർത്താവ് ദേ ഇപ്പം വരാൻ പോകുക എന്ന് പറഞ്ഞപ്പോൾ ഈ തെസ്സലോനിക്ക വിശ്വാസികൾക്കൊരു പ്രശ്നമുണ്ടായി. ഞങ്ങളുടെ അപ്പോസ്തലൻ പറഞ്ഞു കർത്താവ് ദേ വരാൻ പോകുന്നു, ഇനി അതുകൊണ്ട് ഒന്നും ചെയ്യേണ്ട, ജോലിക്ക് പോകണ്ട, വീട്ടിൽ നോക്കണ്ട, ഒരു പരിപാടിയില്ല. ഇവന്മാർ വീട്ടിനകത്ത് കയറിയിരിക്കാൻ തുടങ്ങി. അപ്പോഴാണ് പൗലോസ് പറഞ്ഞത് ഈ പരിപാടി ശരിയാവില്ലല്ലോ. പൗലോസ് അടുത്തൊരു ലേഖനം എഴുതി, 2 തെസ്സലോനിക്ക ലേഖനം. ആ തെസ്സലോനിക്ക ലേഖനത്തിലാണ് വായിച്ചിട്ടില്ല നിങ്ങൾ, അവിടെയാണ് പറയുന്നത് നിങ്ങളെ വെറുതെ ഇരിക്കാൻ വേണ്ടി വെച്ചൊന്നുമല്ല, പോയി പണിയെടുക്കണ പോയിട്ടെന്ന് പറഞ്ഞത് അല്ലേ. വെറുതെ ഇരുന്നാൽ തിന്നണ്ട, നീ ഇപ്പോൾ ഒന്ന് തിന്നൊക്കെ പറഞ്ഞ് വഴക്ക് കയറി പിടിക്കുന്നത്. അതുകൊണ്ടാണ് ലേഖനം എഴുതുമ്പോൾ ചില കാര്യങ്ങൾ അതിൻ്റെ ഒരു പിന്നാമ്പുറമുണ്ട്. അതുപോലെ തന്നെ പത്രോസ് ഈ ലേഖനം എഴുതുമ്പോൾ പത്രോസിനകത്തും സഭയ്ക്ക് വരാൻ പോകുന്ന ഭയാനകത എന്താണ്? ഈ ആകുലത, ഭാരം, എന്താ അല്ലേ, ആകുലത, അങ്ങനെ ചില വാക്കുകളൊക്കെ ഉത്കണ്ഠ, ഇതൊക്കെ വരാൻ പോകുന്നത് കണ്ട് പത്രോസ് കണ്ടുകൊണ്ട് എഴുതിയ ലേഖനമാണേത്?
ഈ പത്രോസ് ലേഖനം. നമുക്കറിയാം, ഒരു ഇതില്ല എന്ന് പഠിപ്പിച്ചാൽ അത് തെറ്റാണ്. ഞാൻ കഷ്ടം എന്ന് വാക്ക് ഉപയോഗിച്ചിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ, വേറെ വാക്കില്ല. എനിക്ക് കഷ്ടം എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് സങ്കടം വരും. കഷ്ടം ഇല്ല എന്ന് പറഞ്ഞാൽ അത് ബൈബിളുമായിട്ട് ഒരു ബന്ധവുമില്ല. കാരണം അത് അങ്ങനെ ദൈവം വെച്ചിരിക്കുന്നത്. കാരണം ദൈവം പഠിപ്പിക്കുന്ന മാർഗം അതാ. മോശയെ ദൈവം ഇസ്രായേൽ മക്കളെ വിടുതലിന് വേണ്ടി വിളിക്കുമ്പോൾ, മോശെ പിറ്റേ ദിവസം രാവിലെ നേരം വെളുക്കുമ്പോൾ വെള്ളം കറുത്ത പാൻറ്റും ഷർട്ട് പിടിപ്പിച്ച് കൊണ്ട് നിർത്തുന്ന പരിപാടിയല്ല ദൈവം ചെയ്തത്. എങ്ങനെ ചെയ്തത്? ദൈവം മോശയെ രക്ഷകനായി വിളിക്കുമ്പോൾ, ഇസ്രായേൽ രക്ഷകനായി മോശയെ തിരഞ്ഞെടുക്കുമ്പോൾ ആദ്യം ചെയ്തത് 40 വർഷം കൊണ്ട് മരുഭൂമിയിലിട്ട് ആ കയ്യിലിട്ട് പതക്കാൻ പഠിപ്പിക്കുകയാണ് കർത്താവ്, അല്ലേ? നമ്മളെ കുഞ്ഞുങ്ങളെ പണ്ട് കരത്തിലിട്ടിട്ട് പതക്കാൻ പഠിപ്പിക്കില്ലേ, സ്വിമ്മിങ് പഠിപ്പിക്കില്ലേ? ആണോ ഇല്ലയോ? അതേ തന്നെ. അതുപോലെ 40 വർഷം മോശയെ മരുഭൂമിയിലിട്ടിട്ട് കർത്താവ് പഠിപ്പിച്ചു. ഓർത്താൽ മതി, മരുഭൂമി അനുഭവത്തിൽ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടാകും. അതാണ് മെയിൻ കാര്യം. ഈ 40 വർഷം മോശ മിസ്രൈം വിട്ട് ഓടി വന്നിട്ട്, പക്ഷേ 40 വർഷം അത് ട്രെയിനിങ് ആയിരുന്നു. കാരണം ഇതിനൊക്കെ വലിയൊരു പ്രവൃത്തി ചെയ്യാൻ വേണ്ടി മോശയെ ഒരുക്കുകയായിരുന്നു ദൈവം. ഈ 40 വർഷം മോശ ദൈവത്തിൻ്റെ കരത്തുകയില്ലായിരുന്നു. പത്രോസിനെ വിളിച്ചാൽ നമുക്കറിയാം, കണക്ക് കറക്റ്റല്ല എങ്കിൽ പോലും പഠിക്കുന്നവർക്ക് അറിയാൻ പറ്റും, 13 വർഷം മുതലോ 15 വർഷത്തിനിടയിലോ. നമുക്കറിയാം, അപ്പോസ്തലപ്രവൃത്തി പഠിക്കുമ്പോൾ അവിടെ 1-ാം മിഷണറി യാത്രയിൽ പൗലോസിനെ തിരഞ്ഞെടുക്കുമ്പോൾ ഏതാണ്ട് പൗലോസ് 13 വർഷങ്ങൾക്ക് ശേഷമാണ് തിരഞ്ഞെടുക്കുന്നത്. ഞാൻ പറഞ്ഞ ക്ലിയർ ആണല്ലോ? ഏതാണ്ട് 13 വർഷങ്ങൾക്ക് ശേഷം, ഒരുപക്ഷെ 15 മുമ്പായിട്ടായിരിക്കും, ശേഷമാണ് പൗലോസിനെ കർത്താവ് വിളിക്ക് വേർതിരിക്കുന്നത്. ഒട്ടനടി വിളിച്ചു. പണ്ട് ദമസ്കോസിനെ പടിവാതിൽക്കൽ വെച്ച് വിളിച്ചു, സത്യമാണ്. പൗലോസ് അന്ന് മുതൽ മിനിസ്ട്രി ആരംഭിച്ചു. പക്ഷേ എത്രയോ വർഷം, വീണ്ടും 13-15 വർഷത്തിനിടയിലാണ് പൗലോസിനെ യഥാർത്ഥമായി ദൈവം വിളിച്ചിരിക്കുന്ന വേലയ്ക്ക് വേണ്ടി വേർതിരിക്കുന്നത്. അതുവരെ 13 വർഷം പൗലോസ് എവിടെയാണെന്ന് അറിയാമോ? എവിടെയായിരുന്നു? ദൈവത്തിൻ്റെ കരത്തിന് കീഴിൽ അവൻ വിശ്വസ്തൻ എണ്ണുകയായിരുന്നു, അല്ലെങ്കിൽ വിശ്വസ്തനായി തെളിയിക്കുകയായിരുന്നു. ദൈവനെ പഠിപ്പിക്കുകയായിരുന്നു. 3 വർഷമൊക്കെ അറേബ്യ മരുഭൂമിയിലായിരുന്നു പൗലോസ്. വായിച്ചില്ലേ നിങ്ങൾ? 3 വർഷം അറേബ്യ മരുഭൂമിയിലായിരുന്നു. ഞാൻ പറഞ്ഞു വന്ന കാര്യങ്ങൾ ഇതെല്ലാം ഓരോരോ ജീവിതയാത്രയിലും ദൈവം ഓരോരുത്തരും ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു മരുഭൂ അവസ്ഥ, അല്ലെങ്കിൽ കഷ്ടം. എന്തുവാ കഷ്ടം? പേര് പറയുന്നത് മാത്രമേ ഉള്ളൂ. നമുക്ക് കഷ്ടം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് അലർജി ആയിട്ട് തോന്നും. ഇപ്പം അലർജി, തുമ്മലുള്ള ഞങ്ങൾക്ക് മഴ പെയ്യെന്ന് പറയുമ്പോൾ തന്നെ ഞങ്ങൾക്ക് അല്ലേ അസ്വസ്ഥത തോന്നും. അതുപോലെ കഷ്ടം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് വല്ലാത്ത അസ്വസ്ഥതയാണ്. പക്ഷേ ആ കഷ്ടത്തിൻ്റെ വില അറിയുമ്പോൾ, അതിൻ്റെ മഹത്വം അറിയുമ്പോൾ, വെളിപ്പാട് അറിയുമ്പോൾ നിങ്ങൾ അതിന് സ്തോത്രമേ പറയത്തുള്ളൂ. കാരണം എന്നറിയാമോ? ആ കഷ്ട സമയത്താണ് നാം ദൈവത്തിൻ്റെ മാറിലായിരിക്കുന്നത്. പിന്നെ എൻ്റെ കാൽപാദമല്ല ഭൂമിയിലെ പതിയുന്നത്, ദൈവത്തിൻ്റെ കാൽപാദമാണ്. ഞാൻ അവൻ്റെ മാറിലായിരിക്കും. ഈ വെളിപ്പാട് അറിയുന്നവർക്ക് ഒരിക്കലും ഒരു കഷ്ടത്തിനും വേണ്ടി മറ്റുള്ളവരെ ആശ്രയിക്കത്തില്ല. കാരണം അത് വരുമ്പോൾ അവനറിയാം, മനുഷ്യനല്ല ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത്, സാക്ഷാൽ ദൈവം എൻ്റെ കൂടെ നടക്കുകയാണ്. അവനെല്ലാം പണ്ടൊരിക്കലും ഇങ്ങനെ പറഞ്ഞില്ലേ, എങ്ങനെ ഒരു ഉപമയുടെ ഒരു ബുക്കിൽ വായിച്ചതാണ്. ഞാൻ എപ്പോഴും പറയാത്ത ഒരു ബുക്കിലേക്ക് വാക്കുണ്ട്. പോയിക്കൊണ്ടിരിക്കുക, അപ്പോൾ 4 കാൽപാദങ്ങൾ കാണുന്നു. അപ്പോൾ ഒരുത്തം പറയുക, ഒന്ന് എൻ്റെ കാൽപാദമാണ്, കറക്റ്റ് എൻ്റെ കാൽപാദം എവിടെയാ, പണ്ട് വായിച്ചാൽ മറന്നു എവിടേക്ക്, എൻ്റെ കാൽപാദമാണ്. അപ്പോൾ ഞാനും പോയിക്കൊണ്ടിരിക്കുക, വേറെ 2 കാൽപാദം പുറകെ ഉണ്ട്. അപ്പോൾ അവൻ പറയാം, ആ കർത്താവിൻ്റെ കാൽപാദമാണ്, കർത്താവിൻ്റെ കൂടെ തന്നെ ഉണ്ട്, വിശ്വാസത്തിലാണ് കേട്ടോ, കർത്താവിൻ്റെ കാൽപാദം എൻ്റെ കൂടെയുണ്ട്. അപ്പോൾ അവൻ നല്ല ഉറപ്പും ധൈര്യത്തിൽ പോയിക്കൊണ്ടിരിക്കുക. കുറച്ച് കഴിഞ്ഞ് കാറ്റും കൊള്ളൊക്കെ, നമ്മളെ നാട്ടുഭാഷ പറഞ്ഞാൽ കഷ്ടം വന്നപ്പോഴുണ്ടല്ലോ, പിന്നെ 2 കാൽപാദമേ ഉള്ളൂ അവിടെ. അപ്പോൾ പുള്ളി പുറകെ പറഞ്ഞാൽ, ഇത് തന്നെ പ്രശ്നം, നീ എന്നെ കൈവിടുമെന്ന് എനിക്ക് പണ്ടേ അറിയാം. എന്നാലേ നമ്മുടെ സ്വഭാവം എടുത്ത്, എനിക്കറിയാം നീ എന്നെ കൈവിടും, ഇപ്പം എൻ്റെ കാൽപാദം മാത്രമേ ഉള്ളൂ. അപ്പോഴാണ് കർത്താവ് പറയുന്നത്, മോൻ ഇത് നിൻ്റെ കാൽപാദമല്ല, ഇതെൻ്റെ കാൽപാദമാ, നീ എൻ്റെ മാറില്ല. ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിലെ അനുഭവങ്ങൾ അതാ. ഈ വെളിപ്പാടുകൾ നമ്മൾ ദൈവം നമ്മൾ പഠിപ്പിക്കുന്നത്. പഴയ നിയമം പഠിക്കുമ്പോൾ മോശ 40 വർഷം ദൈവത്തിൻ്റെ കരത്തിലായിരുന്നു, ട്രെയിനിങ്ങിൽ കയ്യിലിട്ട് പലക്കാൻ സ്വിമ്മിങ് പഠിപ്പിക്കുക, കൊച്ചിനായിട്ട് പഠിപ്പിക്കുന്നത് പോലെ. പൗലോസിനെ 13-15 വർഷത്തിനിടയിൽ പഠിപ്പിക്കാൻ അതുകൊണ്ട് 17 ലേഖനങ്ങളൊക്കെ എവിടെ നിന്ന് കിട്ടി? കരുത്തനായ ഒരു മനുഷ്യൻ്റെ ലേഖനം, എബ്രായ ലേഖനം പൗലോസാണ് ഇല്ലെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് പൗലോസിനെ എഴുതിയത്. കാരണം ഇതുപോലത്തെ ലേഖനം എഴുതുവാൻ വേറൊരൊറ്റ അപ്പോസ്തലന്മാരും ഈ ഭൂമിയിലില്ല, ഒരെണ്ണമില്ല. അതുപോലെ എന്തൊക്കെയാ വെളിപ്പാട് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പം എന്ത് പകട്ടെ. അപ്പം ഇതുപോലെ പൗലോസിനെയും കർത്താവ് ആ സമയത്ത് പണിതെടുത്ത് വേലയ്ക്ക് വേണ്ടി അഴക്കുകയാണ്. ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലേക്കും കഷ്ടത വരും എന്നറിഞ്ഞുകൊണ്ട് പത്രോസും അത് ഞങ്ങളുടെ കൂടെ അവൻ്റെ ജീവിതത്തിൽ യേശുവിനോട് നടന്ന കാര്യങ്ങളൊക്കെ ഓർത്തുകൊണ്ട് നമുക്ക് വേണ്ടി എഴുതി വെച്ച ഒരു ലേഖനമാണ് ഈ ലേഖനം, അല്ലേ? കഷ്ടത വരുമ്പോൾ എങ്ങനെയാ വാക്ക്? അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ
നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളുക എന്ന് പഠിപ്പിക്കുമ്പോൾ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാൻ ഇടയുണ്ട്. ഒരു ട്രെയിനിങ് സമയത്ത് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. അപ്പോൾ ഒരു കാര്യം ഓർക്കണം. എന്തൊക്കെയാണ് ഓർക്കേണ്ടത്? ഈ 3 കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം? ഓർക്കണം. ഒന്നെന്താ? ഒന്ന്, താഴ്മ ധരിക്കാനുള്ള മനസ്സ് വേണം. നിഗളം എന്ന സാധനം നമ്മുടെ കർത്താവിൻ്റെ നിഘണ്ടുവിൽ ഇല്ല. നിഗളം, അഹങ്കാരം, ഡംബ അല്ലേ? ഡംബ എന്നൊക്കെ പറയുക ആൾക്കാർ. ഡംബ്, മത്സരം, അത് വേറെ സാധനം. മത്സരം അത് തന്നെ, അത് ചേർന്ന് പോകുന്ന സാധനം മത്സരം. ഇതൊന്നും നമുക്ക് പറ്റി പണിയല്ല. അതുകൊണ്ട് യാക്കോബിലും പത്രോസിലൊക്കെ വാക്കിൽ എഴുതിച്ചിട്ടില്ലേ, നിഗളികളോട് ദൈവം എതിർത്തു നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ കൃപ കൊടുക്കുന്നു. അവൻ എത്ര ചേറ്റിക്കിടന്നാലും കുഴപ്പമില്ല, പാപം അവനെ വലിഞ്ഞു മുറുകി കൊണ്ടുപോകാൻ ശ്രമിച്ചാലും കുഴപ്പമില്ല. അയ്യോ എന്ന് വിളിച്ച് ഒറ്റ നിലവിൽ വിളിച്ചാൽ മതി. താഴ്മയുണ്ടെങ്കിൽ ദൈവം അപ്പം കൃപ കൊടുത്ത് അവനെ പൊക്കിയെടുക്കും. അതൊക്കെ ഈ സാക്ഷി, ഇതൊക്കെ ഞാനാ സാക്ഷ്യം. വിശുദ്ധനായിട്ട് മോളിൽ നിന്ന് ഇറങ്ങി വന്നതല്ല. എല്ലാ ചേറ്റിലും കിടന്ന് എല്ലാം കഴിഞ്ഞ അവസാനം നിവർത്തില്ല നെടുമ്പാട് വിളി കരഞ്ഞപ്പോൾ അവൻ്റെ കൃപ കൊണ്ട് മാത്രമാണ് ഇവിടെ നിന്ന് നിൽക്കുന്നത്. ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് ഒന്ന്, താഴ്മ ധരിക്കണം. 2, എപ്പോഴും കാര്യം ഓർക്കണം, ഉണർന്നിരിക്കണം. ഉറങ്ങാൻ നമുക്ക് അനുവാദമില്ല എന്ന് പറഞ്ഞ് രാത്രി പോയി കിടന്ന് നിങ്ങൾ കർത്താവ് പാസ്റ്റർ പറഞ്ഞ് ഉറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞ് TV കണ്ടിരുന്നേക്കരുത്. ഈ ഉറക്കമല്ല പറഞ്ഞത്, ആത്മീയമായ ഉറക്കത്തേക്ക് ഉണർന്നിരിക്കണം. നമ്മളെപ്പോഴും ആത്മീയമായി, ഞാൻ എപ്പോഴും പറയുന്ന കാര്യം ഓർക്കണം, നമ്മുടെ സോള് അദൃശ്യലോകത്ത് ജീവിക്കുന്നത്. യഥാർത്ഥ മനുഷ്യൻ യഥാർത്ഥ ഞാൻ എവിടെ ജീവിക്കുന്നത്? അദൃശ്യനാണ് ഞാൻ. ഈ കാണുന്ന വെറും ഉടുപ്പ് മാത്രമേ ഉള്ളൂ, മൺകൊട്ടയാണത്. വെറും 28 കിലോ മണ്ണ് മാത്രമേ ഉള്ളൂ. മണ്ണല്ല, പൊടി മാത്രമേ ഉള്ളൂ. എനിക്കിപ്പോൾ 67 കിലോ തൂക്കമുണ്ട്. അതിനർത്ഥം ഞാൻ കണക്ക് കൂട്ടിയതൊക്കെ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി, വെറും 28 കിലോ പൊടി മാത്രമേ ഇതോടെ ഇരിക്കുള്ളൂ. ബാക്കി 5 ലിറ്റർ എന്തൊക്കെയാ? വെള്ളം. പിന്നെ 5 ലിറ്റർ ചോരയല്ലേ? ഇത്രയൊക്കെ ഉള്ളൂ. നമ്മൾ ഇത്രയേ ഉള്ളൂ. 28 കിലോ ഞാൻ തൂക്കി നോക്കിയപ്പോൾ 28 കിലോ ഉള്ളൂ എനിക്ക്. ഹല്ലേലൂയ. യഥാർത്ഥ മനുഷ്യൻ എന്ന് പറയുന്ന സോള, അവൻ അദൃശ്യലോകത്ത് ജീവിക്കുക. അവൻ ഉണർന്നിരുന്നില്ല ഇല്ലെങ്കിൽ ഒരു കാര്യം ഓർക്കണം, ഏത് നിമിഷം മറ്റേ പിള്ളേര് ഇല്ലേ പടം കാണിച്ചില്ലേ, ഏത് നിമിഷം വലിഞ്ഞു മുറുക്കും. ഒന്ന് കണ്ണ് പാളി അവിടെ പറയും, കൊള്ളാടാ, വിട്ടോടാ, അവനെ കണ്ണ് പോയിട്ടുണ്ട് അല്ലേ. ഇടയ്ക്ക് ചിന്ത പഴയ സ്വപ്നത്തിലേക്കൊക്കെ പോകുമ്പോൾ അല്ലേ, ഇടയ്ക്ക് ചിന്ത മറ്റവൻ പറയും, ഇപ്പം റെഡി ആയിക്കോടാ, ഇപ്പം അവൻ നമ്മുടെ ചിന്ത പോയിക്കൊണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ് ഇതുപോലെ അദൃശ്യലോകം നമ്മളുണ്ട്. അതുകൊണ്ട് ഉണർന്നിരിക്കേണ്ട കാര്യം ഉത്തരവാദിത്വം നമുക്ക് എപ്പോഴും ഉണ്ട്. 3, നിത്യ തേജസ്സിനായി ദൈവം നമ്മെ വിളിച്ചിരിക്കുക. ഈ 3 വെളിപ്പാടുകൾ നമുക്ക് കിട്ടിയാൽ തീർച്ചയായും നമുക്ക് അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളാൻ നമുക്ക് പറ്റും. ഇല്ലെങ്കിൽ ഇതറിയാതെ നമ്മൾ എന്തൊക്കെ ചെയ്താലും നമ്മൾ കഷ്ടം വരുമ്പോൾ മാത്രം കർത്താവിൻ്റെ അടുക്കൽ പോകും. ബാക്കി എല്ലാ ദിവസവും നമ്മുടെ മോഹത്തിലൊത്തവണ്ണം നീ ഞങ്ങൾക്ക് രാജാവായിരിക്കുന്നത് ഇഷ്ടമില്ല എന്ന് പറയുന്ന കൂട്ടത്തിലാകരുത്. ജീവിച്ചിരിക്കുമ്പോഴും അവൻ നമ്മുടെ ഹൃദയ രാജാവായിരിക്കണം. വീഴ്ച സംഭവിക്കുക, ഞാനത് പറയുന്നു, വീണ്ടും പറയുന്നു, വീഴ്ചകൾ സംഭവിക്കും നമുക്ക്. ഇതൊന്നും പ്രശ്നമല്ലേ. ആരാ പരിപൂർണൻ? വീഴ്ചകൾ നമുക്കുണ്ട്. പാവമില്ല എന്ന് പറയുന്നവൻ കാണണമെന്നാണ് പറഞ്ഞത് അല്ലേ? ഒന്നാം സാക്ഷി ഞാൻ തന്നെ ഇവിടെ മുമ്പിലുണ്ട്. പൗലോസല്ല, പാപികളിൽ വലിയ ഭാവി പൗലോസല്ല, അതിലേക്കാൾ വലിയ ഭാവി ഞാനാ. ഹല്ലേലൂയ. കണക്കൂട്ടിയ പൗലോസൊക്കെ നിസ്സാരക്കാരനേ ഉള്ളൂ, ഞാൻ അതിലേക്കാൾ കുടുംബാഭിയാണ്. കാരണം 33 ദൈവങ്ങളെയും കുട്ടിച്ചത്രയൊക്കെ വിളിച്ചു വരുത്തി ഇവിടെ പരിപാടി ചെയ്യിച്ച ആൾക്കാരാണ് നമ്മളൊക്കെ. പൗലോസൊന്നും അത്രയൊന്നും ചെയ്തിട്ടില്ല അല്ലേ. പിന്നെ ജഡത്തിന്റെ എല്ലാ കുരുത്തക്കേടും ചെയ്തിട്ട് പാവം പിടിച്ച നല്ല മനുഷ്യനാണ്. നമ്മളൊക്കെ എല്ലാ ജഡത്തിന്റെ കുരുത്തക്കേടും ചെയ്ത് കൂട്ടിയ ആൾക്കാരാണ് നമ്മളൊക്കെ. എന്തു പകട്ടെ, ഈ 3 കാര്യങ്ങൾ നമുക്ക് ഉച്ചയ്ക്ക് ശേഷം നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് തക്ക സമയത്ത് ദൈവം അവൻ നമ്മെ ഉയർത്തുവാണ്. 6-ാം വാക്യം പറയുന്നില്ലേ, അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താഴ്ന്നിരി. തക്ക സമയത്ത്, നമ്മുടെ സമയം, തക്ക സമയത്ത് അർത്ഥം എന്താണെന്നറിയാമോ? നമ്മുടെ സമയമല്ല തക്ക സമയം. ദൈവത്തിന് നമ്മെക്കുറിച്ച് സമയമുണ്ട്, അതാണ് തക്ക സമയം. ലൂക്കോസ് 14:11 പറയുന്നു, നിന്നെ വിളിച്ചാൽ ചെന്ന് ഒടുക്കത്തെ സ്ഥലത്ത് ഇരിക്കുക. നിന്നെ ക്ഷണിച്ചവൻ വരുമ്പോൾ നിന്നോട് സ്നേഹിത മുമ്പോട്ട് വന്നിരിക്കുക എന്ന് പറവാൻ ഇടവരട്ടെ. അപ്പോൾ പന്തിയിലിരിക്കുന്നവരുടെ മുമ്പിൽ നിനക്ക് മാനം ഉണ്ടാവും. അടുത്ത വാക്യം പറയുക, തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും. അല്ല, ദൈവത്തിന് സമയമുണ്ട് നമുക്ക്, നമ്മുടെ സമയമല്ല. തക്ക സമയം എന്ന് പറയുന്നത് നമ്മുടെ സമയമല്ല, ദൈവത്തിന് സമയമാണ്. ഹല്ലേലൂയ. ആ സമയം വരെ കാത്തിരിക്കുവാൻ നമ്മൾ പഠിച്ചേ മതിയാകത്തുള്ളൂ. ഒരുപക്ഷെ അത് 1 മാസമാകാം താമസം, 1 ദിവസമാകാം താമസം, അല്ലെങ്കിൽ 1 മണിക്കൂറാകാം, അല്ലെങ്കിൽ 1 വർഷമാകാം, 2 വർഷമാകാം, 3 വർഷമാകാം, 10 വർഷമാകാം. അതൊന്നും നമ്മുടെ കണക്കിൽപ്പെട്ടതല്ല, ദൈവത്തിൻ്റെ പരിധികളല്ല. അവിടുത്തെ അതോറിറ്റി അത് നമുക്ക് ചോദിക്കാൻ പോലും അനുവാദമില്ല. അങ്ങനെ ഓർത്താൽ മതി, ഇത്രയും സമയം ദൈവം നമ്മളെക്കുറിച്ച് എന്തോ ആഗ്രഹിക്കുന്നുണ്ട്.
ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ നമ്മുടെ സമയത്തിന് വേണ്ടി നമ്മുടെ സമയത്തിന് ചെയ്ത് നമ്മൾ നിഗളിച്ച ദൈവത്തിനെതിരായി ചെയ്യാൻ നമ്മൾക്ക് അവസരം കൊടുക്കരുത്. കാരണം നമുക്ക് ഇഷ്ടപ്രകാരം ചെയ്താൽ അതിൻ്റെ പേരാ നിഗളികൾ. ദൈവത്തിന് സമയം ചെയ്യുന്ന പേരാ താഴ്മയുള്ളവർ. നമ്മുടെ സമയത്ത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒറ്റ പേരേ ഉള്ളൂ, നിഗളികളാണ്. അതുകൊണ്ടാണ് നിഗളമെന്ന പാപത്തെ ദൈവം വെറുക്കുന്നതിനാൽ നിഗളികളെയും ദൈവം വെറുക്കും. നമുക്കറിയാം, സദൃശവാക്യം 6:17 പറയുന്നു, 6 കാര്യം യഹോവയ്ക്ക് വെറുക്കുന്നു, 7-ാം കാര്യം അവൻ അറപ്പാകുന്നു, ഗർവുള്ള കണ്ണും വ്യാജമുള്ള നാവും എന്നൊക്കെ പറഞ്ഞ് അഴക്കു വായിക്കുക മൊത്തം കാര്യങ്ങൾ. ദൈവം ഏറ്റവും വെറുക്കുന്ന കാര്യമുണ്ട്, നിഗളം അല്ലെങ്കിൽ അഹങ്കാരം എന്നൊക്കെ പറഞ്ഞത്. അതുകൊണ്ട് യഹോവ ഭക്തി ദോഷത്തെ വെറുക്കുന്നതാകുന്നു, ഡംബും അഹങ്കാരം ദുർമാർഗം വക്രതയുള്ള വായ് എന്നിവയെ പകക്കുന്നു. ലൂസിഫറിനെ പറ്റി അത് തന്നെയാണ്. അവൻ ദൈവത്തെ പോലെ ആകുവാൻ ആഗ്രഹിച്ചു, അല്ലേ? അവൻ ശരിക്കും പറഞ്ഞ ദൈവം എവിടെയെല്ലാം പോകുന്നുവോ അവിടെയെല്ലാം അവനും പോകുമായിരുന്നു. അതാണ് കെരൂബ് എന്ന് പറയുന്നവൻ. കാരണം ഈ പണ്ട് ഹിന്ദു ശാസ്ത്രങ്ങളൊക്കെ പഠിച്ചു വരുമ്പോൾ ഈ പുഷ്പക വിമാനം എന്നൊക്കെ പറഞ്ഞ സാധനമൊക്കെ ഇല്ലേ, പുഷ്പക വിമാനം അല്ലേ, ആ പേരത്. അവിടെയൊക്കെ ആ ചിറക് പിടിച്ചിരിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഇതിലൊക്കെ വന്ന കാര്യം മുഴുവൻ ഇതിൽ നിന്ന് വന്ന കാര്യങ്ങളാണ്. അവിടെ നിന്ന് താഴേക്ക് വീണു പോയതിൽ ഒരുത്തൻ. ദൈവം എവിടെയെല്ലാം പോകുന്നു അവിടെയെല്ലാം ഈ കെരൂബും പോയിരുന്നു. അത്രയ്ക്കും ശ്രേഷ്ഠമായൊരു പദവിയായിരുന്നു. ദൂതന്മാരിൽ ഏറ്റവും കൂടിയ ഒരു ഇനമെന്ന് പറഞ്ഞാൽ ഈ കെരൂബുകളായിരുന്നു. അത്രയും ടോപ്പ് ആൾക്കാരാണ്. പക്ഷേ ദൈവത്തിൻ്റെ കൂടെ നടക്കാൻ തുടങ്ങിയപ്പോൾ, ജ്ഞാനിയോടുകൂടി നടന്നാൽ നീയും ജ്ഞാനിയായി തീരുമെന്ന വചനമുള്ളത് കൊണ്ട് അവൻ ദൈവത്തിനോട് നടക്കാൻ തുടങ്ങിയപ്പോൾ അറിയാതെ ദൈവത്തിൻ്റെ സൗന്ദര്യം അവനിലേക്ക് വർദ്ധിക്കാൻ തുടങ്ങി. വായിച്ചിട്ടില്ലേ? ജ്ഞാനിയല്ല, സർവ്വജ്ഞാനിയായ ദൈവത്തിനോട് നടക്കാൻ തുടങ്ങിയപ്പോൾ ജ്ഞാനം വർദ്ധിക്കാൻ തുടങ്ങി. പതിയെ അവൻ്റെ അകത്ത് ഗർവ് വരാൻ തുടങ്ങി, അഹങ്കാരം വരാൻ തുടങ്ങി, ഇല്ലേ? അതുകൊണ്ട് ദൈവനെ വെട്ടി താഴെ കിട്ടും. അതുകൊണ്ട് ആ പൗലോസ് ദൈവം വിളിക്കുമ്പോൾ ഇവനും മറ്റേ പുള്ളിക്കാരൻ്റെ കുഞ്ഞമ്മയുടെ മക്കളാ. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? ഈ വീണുപോയ ലൂസിഫറിൻ്റെ വീണുപോയ ലൂസിഫറിൻ്റെ കുഞ്ഞമ്മയുടെ മക്കളാ ഈ ആര്? പൗലോസൊക്കെ. അതുകൊണ്ട് ഒരു പണി, ഇവന് ഞാൻ വെളിപ്പാട് കൊടുക്കുമ്പോൾ ഇവനും നിഗളിച്ചു പോകാനിടയുണ്ട്. ഇരിക്കട്ടെ, ഒരു പിശാചിനെ കൂടി കയ്യിൽ കൊടുത്തു. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാക്കി കാണുമല്ലോ. അപ്പം അതുകൊണ്ട് വളരെ ദൈവം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഇതുപോലെ പലതിൽ കടത്തിവിടുന്നത് ഈ ഗർവും അഹങ്കാരമൊക്കെ വരാതിരിക്കാൻ വേണ്ടിയാണ്. കാര്യം മറന്നു പോകരുത്. ഓക്കെ, നമുക്ക് ഉച്ചയ്ക്ക് ശേഷം നമ്മൾ ഈ 3 കാര്യങ്ങൾ അല്പമായി വേഗത്തിൽ പഠിക്കും.